my dear students, welcome to Aegon Learning. This is me, Aslam. മക്കളെ നമ്മുടെ +2 ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് അതുപോലെ നമ്മൾ നേരത്തെ എടുത്ത 9 ദിവസം എടുത്ത കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്നതിൽ ഡിഫറൻഷ്യബിലിറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടായിരുന്നു. അതുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതുപോലെ ഫിസിക്സിന്റെ നിങ്ങൾക്ക് പെൻസിൽ സാർ സെറ്റാക്കി പഠിപ്പിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളത് കഴിഞ്ഞാൽ ഫിസിക്സും ഉണ്ടായിരിക്കും എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ എല്ലാവരും സെറ്റായിട്ട് വന്നിരിക്കുകയാണ്. യെസ്, സെൻഹ പറയുന്നു ഗുഡ് ഈവനിങ് ഓൾ. സെൻഹ ഗുഡ് ഈവനിങ്, വെരി വെരി ഗുഡ് ഈവനിങ് സെൻഹ. യെസ് എടാ, അപ്പോൾ ഡിഫറൻഷ്യബിലിറ്റിയിൽ കണ്ടിന്യൂറ്റിയും അതുപോലെ ഡിഫറൻഷ്യബിലിറ്റിയിലെ കുറച്ച് ആൾക്കാർ നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ വേറെ കുറച്ച് ആൾക്കാരെ മൂന്ന് ആൾക്കാരെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള. ആരൊക്കെയാണ്? ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ഉണ്ട്, പാരാമീറ്റർ ഉണ്ട്, പിന്നെ വരുന്നത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഈ 3 ആൾക്കാരെ മാത്രമേ ഡിഫറൻഷ്യബിലിറ്റിയിൽ ബാക്കിയുള്ളൂ. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ, രാജാവ് വരുന്ന പോലെ ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ സൂപ്പറായി നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ലൈവിൻ്റെ ലിങ്ക് എല്ലാ ആൾക്കാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള, അല്ലെങ്കിൽ നിങ്ങളോട് പറയുകയാണ് ഈ ചാപ്റ്ററൊക്കെ ബുദ്ധിമുട്ടാണ്, നമുക്ക് എക്സാമിന് മാർക്ക് വാങ്ങാൻ പറ്റുമെന്നൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ആൾക്കാർക്ക് നിങ്ങൾ നമ്മുടെ ലൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും വന്നിരുന്ന് പഠിക്കട്ടെ. നമുക്ക് സെറ്റാക്കി ചാപ്റ്റർ, ഈ 2 ചാപ്റ്റേഴ്സും സെറ്റാക്കിയിരിക്കാം. 12 മാർക്ക് നമ്മുടെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി പ്ലസ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ഈ 2 ചാപ്റ്ററിൽ നിന്നും കൂടി നമുക്ക് 12 മാർക്കിനോളം പബ്ലിക് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ 12 മാർക്ക് നമ്മൾ പോവാണ്, സെക്യൂർ ചെയ്യാൻ പോവാണ്. പല ആൾക്കാരും വിചാരിക്കും ഈ ചാപ്റ്റർ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇത് സൂപ്പർ ചാപ്റ്ററാണ്. സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന, നമ്മളൊന്ന് എഫേർട്ട് ഇട്ടാൽ, നമ്മൾ വളരെ കുറച്ച് എഫേർട്ടെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ചാപ്റ്ററാണെന്ന് ഞാൻ പറയും. നമ്മുടെ കാൽക്കുലസിലെ ടോപ്പ് 2 ചാപ്റ്റേഴ്സ്, ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ്. ഓക്കെ മക്കളെ, അപ്പോൾ ഡിഫറൻഷ്യബിലിറ്റി പാർട്ട് 2 ഒന്നാമത്തെ ആള് ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ. ആരാണ്? ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ. മക്കളെ ഒന്നുമില്ല, നമുക്ക് ചില ഫംഗ്ഷൻസ്, അതായത് ഫംഗ്ഷന്റെ പവറിൽ വേറൊരു ഫംഗ്ഷൻ, ഫംഗ്ഷന്റെ എക്സ്പോണന്റ് ആയിട്ട് വേറൊരു ഫംഗ്ഷൻ വരികയാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ യൂസ് ചെയ്യും. ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ യൂസ് ചെയ്യും. അതിന് നമുക്ക് എന്താക്കാം? ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഞാനൊരു ഫംഗ്ഷൻ ഇതാ, ഒരു ഫംഗ്ഷൻ നോക്കിക്കുക മക്കളെ. y is equal to a raised to x. y is equal to a raised to x. എടാ, ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ എന്താണ്? പവറിലാണ് എന്ത് വന്നത്? നമ്മുടെ ഫംഗ്ഷൻ വന്നിട്ടുള്ളത് a raised to x എന്ന് എക്സ്പോണന്റ് ആയിട്ട് വന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? 2 സൈഡ് ലോഗ് കൊടുക്കുന്നു. ലോഗ് y is equal to a raised to x എന്ന് വന്നു. ലോഗ് y is equal to a raised to x. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഡെറിവേറ്റീവ് d/dx ഓഫ് a raised to x എന്താണ് നമുക്കറിയാം. എന്തായിരുന്നു മക്കളെ? a raised to x into log a. നമ്മൾ സ്റ്റാൻഡേർഡ് ഡെറിവേറ്റീവ്സ് പറയുമ്പോൾ പറഞ്ഞു തന്നതാണ് a raised to x into log a. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലോഗ് y is equal to log a raised to x. ലോഗ് a raised to x. മക്കളെ, നമ്മുടെ ലോഗിൻ്റെ ഒരു പ്രത്യേകതയാണ് ലോഗ് ഓഫ് m raised to n എന്ന് കണ്ടാൽ നമുക്ക് എങ്ങനെ എഴുതാം? n log m എന്ന് എഴുതാൻ പറ്റും. n log m എന്ന് എഴുതാൻ പറ്റും. അപ്പം നമുക്ക് എന്താക്കാം? ഇയാളെ ലോഗ് ഓഫ് a raised to x നെ എങ്ങനെ മാറ്റി എഴുതാൻ നോക്കാം. ലോഗ് y is equal to x into log a എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ മക്കളെ, ഇത്രയും ചെയ്ത് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്താക്കാം? രണ്ടിനെയും 2 സൈഡിൽ ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് മക്കളെ. അപ്പം എന്ത് വന്നു? ലോഗ് വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വരുന്ന വാല്യൂ 1/y ഇൻറ്റു പിന്നെ ആരെ കൊടുക്കണം? dy/dx കൊടുക്കണം. കാരണം ലോഗ് വൈൻ്റെ ഡെറിവേറ്റീവ് 1/y ഇൻറ്റു dy/dx ആണ്. കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ എന്താക്കുന്നത്? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഈക്വൽ ടു ലോഗ് എ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അപ്പം ഞാൻ അയാൾ അതുപോലെ എഴുതി ലോഗ് എ. ഇനി ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇൻറ്റു 1 എന്ന് വേണമെങ്കിൽ എന്താക്കാം? എഴുതി വെക്കാം. ഓക്കെ ആണോ മക്കളെ? ഇത്രയും ചെയ്ത് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇനി ഒരു കാര്യം കൂടി ചെയ്താൽ ഇതിൻ്റെ ആൻസറായി മാറി. dy/dx ഇവിടെ പോയി dy/dx ഇതാ dy/dx ഞാൻ എന്താക്കി? ഇവിടെ ഇതേപോലെ വെച്ചു. 1/y വൈനെ ഡിനോമിനേറ്ററിനും ഈക്വൽ ടുവിൻ്റെ ഇങ്ങോട്ട് കൊണ്ടുപോയി എന്തായിട്ട് മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും അല്ലേ? അപ്പം dy/dx is equal to y into log a എന്ന് വന്നു. y എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? നമ്മുടെ ഫംഗ്ഷൻ ആണ് y is equal to a raised to x. അപ്പോൾ ആ yക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു? a raised to x കൊടുത്തു. a raised to x into log a. ഇതെല്ലാം നമ്മുടെ a raised to x ൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡേർഡ് റിസൾട്ട് പറഞ്ഞ ഡെറിവേഷനും എന്തായിരുന്നു? ഡിഫറൻഷിയേഷൻ എന്തായിരുന്നു? a raised to x into log a. ഇതും എന്താണ്? a raised to x into log a. ഇങ്ങനെയാണ് നമ്മൾ എന്താക്കുക? ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ചെയ്യുക. ഇതിലൊരു 2-3 ആൾക്കാരെ നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ ആളാണ് ലോഗരിതമിക് ഡിഫറൻഷിയേഷനിൽ ഒന്നാമത്തെ ആളാണ് ഞാൻ പറയാൻ പോകുന്ന ആളാണ്. നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ലോഗ് m raised to n എന്ന് പറഞ്ഞാൽ ലോഗ് m raised to n എന്ന് പറഞ്ഞാൽ n log m ആണ്.
മക്കളെ നമ്മളിവിടെ നാച്ചുറൽ ലോഗരിതമാണ് എടുക്കുന്നത്. നാച്ചുറൽ ലോഗരിതമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിനെ ബേസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് നാച്ചുറൽ ലോഗരിതം ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ log m raised to n is equal to n log m കിട്ടി. ഇനി രണ്ടാമത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ log of m into n എന്ന് പറഞ്ഞാൽ log m plus log n ആണ്. ഇനി മൂന്നാമത്തെ റിസൾട്ട് കൂടി. ഈ മൂന്ന് റിസൾട്ട് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഈ മൂന്ന് റിസൾട്ട് മാത്രം അറിഞ്ഞാൽ മതി. log m by n is equal to log m minus log n. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ നമ്മുടെ ലോഗരിതമിക് ഡിഫറൻഷിയേഷനിലെ എല്ലാ ക്വസ്റ്റ്യൻസും ബോർഡ് എക്സാമിന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് എന്താക്കാം, പുഷ്പം പോലെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സമയം കളയാതെ വേഗം എന്താക്കാം, ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇത് മനസ്സിലായെങ്കിൽ ക്ലിയർ ആയി നിങ്ങൾ എന്താക്കുക, കമന്റ് ചെയ്യുക. ക്ലിയർ ആണ്, സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ക്ലിയർ ആയി കമന്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വേഗം കടക്കാണ്. ഇവിടെ പറഞ്ഞത് ഒരു y എന്ന് പറയുന്ന ഫംഗ്ഷൻ, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല, ഞാൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കാണ്. y is equal to cos x into cos 2 cos 3x. കണ്ടുപിടിക്കാൻ പറഞ്ഞത് dy by dx ആണ്. ഫൈൻഡ് dy by dx. ഫൈൻഡ് dy by dx. dy by dx കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ മക്കളെ, cos x into cos 2x into cos 3x മൂന്ന് ഫംഗ്ഷൻ വരുന്നുണ്ട്. നമുക്ക് പ്രൊഡക്റ്റ് റൂൾ ആകുമ്പോൾ രണ്ട് ഫംഗ്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എന്താക്കാം, പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ മൂന്ന് ഫംഗ്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ചെയ്യാൻ പറ്റും ഇവിടെ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. യെസ്, സിയാൻ പറഞ്ഞു, ക്ലിയർ ആണെന്ന് പറഞ്ഞു. യെസ് സിയാൻ. എന്നാൽ ഇത് നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നല്ല നോക്കണേ. നിങ്ങളും ഞാൻ ചെയ്യുന്നതിനൊപ്പം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. കാരണം മാത്സ് എഴുതി പഠിക്കണം, എന്നാലേ നമ്മുടെ മനസ്സിൽ നിൽക്കുള്ളൂ. ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും ലോഗ് എടുക്കുന്നു. ഇപ്പം എന്ത് വന്നു, ലോഗ് y is equal to log of cos x into cos 2x into cos 3x. ഓക്കെ ആണ് മക്കളെ. ഇനി ലോഗിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ പറഞ്ഞു, ലോഗ് m ഇൻറ്റു n എന്ന് പറഞ്ഞാൽ എന്താ, ലോഗ് m പ്ലസ് ലോഗ് n എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇയാൾ എനിക്ക് മാറ്റി എഴുതാൻ പറ്റും മക്കളെ, ഇങ്ങനെ എഴുതാൻ പറ്റും കേട്ടോ. ലോഗ് y is equal to log cos x പ്ലസ് ലോഗ് cos 2x പ്ലസ് ലോഗ് cos 3x ഇങ്ങനെ എഴുതാൻ പറ്റും. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഇനി സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി, രണ്ട് സൈഡ് നമ്മൾ എന്താക്കുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. രണ്ട് സൈഡ് നമ്മൾ എന്താക്കുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മക്കളെ, ലോഗ് വൈൻ്റെ ഡെറിവേറ്റീവ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്തായിരിക്കും വരിക നമുക്കറിയാം. ഡീഫോൾട്ട് ആയിട്ട് കൊടുത്തോ 1/y ഇൻറ്റു dy by dx ഈക്വൽ ടു d by dx ഓഫ് ലോഗ് cos x പ്ലസ് d by dx ഓഫ് ലോഗ് cos 2x പ്ലസ് d by dx ഓഫ് ലോഗ് cos 3x. ഇനി ഈ ആൾക്കാരുടെ ഡെറിവേറ്റീവ് കൂടി കണ്ടാൽ മതി. ഈക്വൽ ടു മക്കളെ, ഈക്വൽ ടു. ഞാനിനി റൈറ്റ് ഹാൻഡ് സൈഡ് മാത്രമേ എഴുതുന്നുള്ളൂ. ലോഗ് cos x എന്ന് പറഞ്ഞാൽ ചെയിൻ റൂൾ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യണം. ചെയിൻ റൂൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്, വിച്ച് മീൻസ് ചെയിൻ റൂൾ നമ്മൾ എന്താക്കണം, അപ്ലൈ ചെയ്യണം. ലോഗ് cos x എന്തായിട്ട് മാറും, ലോഗ് എക്സിൻ്റെത് 1/x ആണ്. അപ്പോൾ അയാൾ എന്തായിട്ട് മാറി, 1/cos x ഇൻറ്റു, ഇനി ഉള്ളോട്ട് പോയപ്പോൾ ഒരു cos x കണ്ടു. cos x-ന്റെ ഡെറിവേറ്റീവ് എന്താ, മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഇൻറ്റു മൈനസ് സൈൻ എക്സ് പ്ലസ് നെക്സ്റ്റ് വരുന്നത് എന്താണ്, ലോഗ് cos 2x. ഇവിടെ 3 പ്രാവശ്യം ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും മക്കളെ. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ലോഗ് cos 2x ഞാൻ എഴുതുന്നു മക്കളെ, 1/cos 2x അല്ലേ. ലോഗ് എക്സിൻ്റെത് 1/x ആണ്. അപ്പോൾ ലോഗ് cos 2x എന്നൊരു മാറി. ഒന്നാമത്തെ ആള് 1/cos 2x ഇൻറ്റു cos 2x-ന്റെ ഡെറിവേറ്റീവ് എന്താ മക്കളെ, cos x-ൻ്റെത് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ cos 2x-ൻ്റെത് മൈനസ് സൈൻ 2x എന്ന് എഴുതുക, മൈനസ് സൈൻ 2x. കഴിഞ്ഞിട്ടില്ല, ഒരു 2x ഇവിടെ ബാക്കിയുണ്ട്. 2x-ന് ഡെറിവേറ്റീവ് എന്താ വരിക, 2 ആണ് വരിക. ഒരു ഇൻറ്റു 2 കൂടി കൊടുക്കണം, ഇൻറ്റു 2 പ്ലസ്. ഇനി അവസാനത്തെ ആൾ ഇതേപോലെ ആലോചിച്ചാൽ എന്ത് വരും മക്കളെ, 1/cos 3x. എടാ സ്പേസ് കുറവാണല്ലേ. 1/cos 3x ഇൻറ്റു മൈനസ് സൈൻ 3x ഇൻറ്റു 3 വരും. ഇതേപോലെ നമ്മൾ സൈൻ 2x ലോഗ് cos 2x ചെയ്ത് അതേപോലെ തന്നെ ലോഗ് cos 3x ചെയ്താൽ എന്തായിട്ട് വരും, 1/cos 3x ഇൻറ്റു
മൈനസ് സൈൻ 3x ഇൻറ്റു 3 എന്ന് കിട്ടി. ഇത്രയും കിട്ടിയാൽ ഏകദേശം ആൻസർ ആയി കഴിഞ്ഞു. ഇനി മക്കളെ ഞാൻ ഇയാളൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. ഓർഡർ ആക്കാൻ പോവാണ്. ഓർഡർ ആക്കുമ്പോൾ നല്ലോ നോക്കുക, നല്ലോ നെഗറ്റീവ് സൈനൊക്കെ മനസ്സിലാക്കിയിട്ട് എന്താക്കുക, ഓർഡർ ആക്കുക. ഈക്വൽ ടു 1/y ഇൻറ്റു dy/dx ഈക്വൽ ടു മക്കളെ sin x ബൈ cos x എന്താണ്? tan x. നമ്മൾ പഠിച്ചതാണ്, ഫ്ലോ പഠിച്ചു തുടങ്ങിയാണ് അല്ലേ? sin x ബൈ cos x ഉറക്കത്തിൽ എണീച്ച് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഉറക്കത്തിൽ നിന്ന് ചോദിക്കാണ് sin x ബൈ cos x ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? tan x. ഓടിപ്പോയി നമ്മൾ എന്ത് പറയുന്നത്? tan x എന്ന് പറയണം. ഇപ്പം എന്ത് വന്നു? മൈനസ് tan x. ഒരു മൈനസ് ഉണ്ട്, മൈനസിനെ മറന്നു പോരുത്. ഇപ്പം മൈനസ് tan x ആയിട്ട് മാറി. ഇനി മക്കളെ ഒരു മൈനസ് ആയിരിക്കും ഇവിടെ വരിക. കാരണം എന്താ? ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതുകൊണ്ട് അയാൾ മൈനസ് ആയിട്ട് മാറി. പ്ലസ് മൈനസ് മൈനസ് ആയിട്ട് മാറി. sin 2x ബൈ cos 2x എന്തായിട്ട് മാറും? tan 2x ആയിട്ട് മാറും. tan 2x പക്ഷേ കഴിഞ്ഞോ, ഇവിടെ ഒരു 2 ഉണ്ട്, അപ്പോൾ 2 ഇൻറ്റു tan 2x ആയിട്ട് മാറും. 2 ഇൻറ്റു tan 2x മൈനസ് എഗെയിൻ മൈനസ് ആ വരിക. കാരണം എന്താ? ഇവിടെ ഒരു മൈനസ് എടുക്കുന്നുണ്ട്, മൈനസ് പ്ലസ് മൈനസ് ആയിട്ട് മാറി. sin 3x ബൈ cos 3x tan 3x ഒരു ഇൻറ്റു 3 കിടക്കുന്നുണ്ട്, അപ്പോൾ എന്ത് വന്നു? 3 tan 3x എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി ഒരു കാര്യം കൂടി ചെയ്താൽ മതി മക്കളെ, ഒരു കാര്യം കൂടി ചെയ്താൽ മതി. dy/dx അവിടെ നിൽക്കട്ടെ. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? dy/dx ആ. ഡിനോമിനേറ്ററിൽ വരുന്ന y-നെ പിടിച്ച് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്ത് വന്നു? ഈക്വൽ ടു y ഇൻറ്റു മൈനസ് tan x മൈനസ് 2 tan x tan 2x മൈനസ് tan 2x വൃത്തിയിൽ ഇതല്ലേ, മൈനസ് 3 tan 3x. ഇത്രയേ ഉള്ളൂ. ഇനി വൈക്ക് പകരം ഒരു കാര്യം കൂടി ചെയ്യുക. വൈക്ക് പകരം ഇത് നിർബന്ധമായിട്ടും അവസാനം നിങ്ങൾ ചെയ്തിരിക്കണം. വൈക്ക് പകരം നമുക്ക് തന്ന ആദ്യത്തെ ഫംഗ്ഷൻ എന്താ? y is equal to cos x ഇൻറ്റു cos 2x ഇൻറ്റു cos 3x. അതും കൂടി എഴുതിയാൽ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു മക്കളെ. അതും കൂടി എഴുതിയാൽ ആൻസർ ആയി കഴിഞ്ഞു. ഈക്വൽ ടു cos x ഇൻറ്റു cos 2x ഇൻറ്റു cos 3x ഇൻറ്റു മൈനസ് tan x മൈനസ് 2 tan 2x മൈനസ് 3 tan 3x. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ dy/dx കണ്ടുപിടിച്ച് കഴിഞ്ഞു. വേണമെങ്കിൽ മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് മൈനസ് വേണമെങ്കിൽ പുറത്ത് എഴുതാൻ പറ്റുട്ടോ. മൈനസ് വേണമെങ്കിൽ പുറത്ത് എഴുതാം. ഇയാളൊക്കെ പ്ലസ് ആയിട്ട് മാറും. അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, ഇങ്ങനെ എഴുതിയാലും എന്തില്ല, കുഴപ്പമില്ല. രണ്ടും ആൻസർ ശരിയാണ്. രണ്ടും ആൻസർ ശരിയാണ്. ഓക്കെ ആണ് ജാൻസർ? ഓക്കെ അല്ലേ? ജാൻസർ ക്ലിയർ ആണോ കാണിക്കുന്നുണ്ട്? തംസപ്പ് കാണിക്കുന്നുണ്ട്. ജാൻസറെ ക്ലാസ് മൊത്തമായിട്ട് കണ്ട് പഠിക്കട്ടോ. യെസ്, ഓക്കേടാ. ഇത് ക്ലിയർ ആണല്ലോ? ഇത് ക്ലിയർ ആണല്ലോ നമ്മുടെ ലോഗരിതമിക് ഡിഫറൻഷിയേഷനിൽ മക്കളെ. ഇനി അടുത്ത ആൾ പിടിച്ചോ, ഇതാ പിടിച്ചോ. y is equal to x raised to x find dy/dx. ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. ഈ ക്വസ്റ്റ്യന് പ്രത്യേകത നോക്കിക്കേ, നിങ്ങൾ തന്നെ നോക്കിക്കേ. മാർച്ച് 2023 ആൻഡ് മാർച്ച് 2019 2 കൊല്ലം റീസെൻ്റ്ലി കഴിഞ്ഞ 2 കൊല്ലം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻസ് ആണെന്ത്? x raised to x, y is equal to x raised to x. എപ്പോഴും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ എന്നാണ്. പിന്നെ ഇംപ്ലിസിറ്റും, അതാണ് ഏറ്റവും കൂടുതൽ കാണാറുള്ളത്. ചിലപ്പം പാരാമീറ്ററും വരും. ഇവിടെ വരുന്ന ആൾക്കാരിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ y is equal to x raised to x. ഫംഗ്ഷൻ എന്താണ്? y is equal to x raised to x. നമ്മളിവിടെ ലോഗരിതം യൂസ് ചെയ്യുന്ന മക്കളെ. ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, സൈഡ്സിൽ ബോത്ത് സൈഡ്സിൽ എന്തെടുക്കണം? ലോഗ് എടുക്കണം. ലോഗ് എടുത്തു. ലോഗ് y, ശരി ഞാൻ ലോഗ് എടുക്കുകയാണ്. ലോഗ് y is equal to ലോഗ് x raised to x. ഓക്കെ ആള് മക്കളെ. ഇനി എന്തായിട്ട് മാറും ഇയാള്? ലോഗ് y is equal to x എന്താവും? മുമ്പോട്ട് ചാടും അല്ലേ? ലോഗ് m raised to n എന്ന് പറഞ്ഞാൽ എന്താ? n ലോഗ് m ആണ്. അപ്പൊ ഇയാൾ എന്തായിട്ട് മാറി? x ലോഗ് x എന്ന് വന്നു. ഇനി ചെയ്യേണ്ടത് എന്താണ്? ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു x. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു x. ഓ ശരി, ചെയ്യാലോ. നോക്കിക്കേ, d/dx ഓഫ് ലോഗ് y. എടാ ലോഗ് y നിങ്ങൾ ഡീഫോൾട്ട് ആയിട്ട് എഴുതിക്കോ. എന്താണ്? 1/y ഇൻറ്റു dy/dx ആണ്. 1/y ഇൻറ്റു dy/dx ആണ്. ഈക്വൽ ടു. ഇനി മക്കളെ x log xന്റെ ഡെറിവേറ്റീവ് ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് റൂൾ നമ്മൾ യൂസ് ചെയ്യണം. ആരെ? പ്രൊഡക്റ്റ് റൂൾ. d/dx ഓഫ് x ഇൻറ്റു log x എന്ന് പറഞ്ഞാൽ 2 ഫംഗ്ഷൻ ആണ്. വിച്ച് മീൻസ് നമ്മൾ എന്താക്കണം? പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. ഒരാൾ കോൺസ്റ്റന്റ് അല്ല, രണ്ടാളും എന്താണ്? ഫംഗ്ഷൻസ് ആണ്. സോ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. എന്താണ് പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ? എടാ നോക്കിക്കേ, x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്താ? 1/x അല്ലേ? x ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. നേരെ തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. പ്ലസ്
പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ ഇൻറ്റു 1 ആണ് ഇൻറ്റു 1 ആണ് വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് 1 വന്നു അല്ലേ എക്സ് ബൈ എക്സ് എന്തായാലും മാറി 1 ആയിട്ട് മാറി അപ്പം 1 പ്ലസ് ലോഗ് എക്സ് എന്ന് കിട്ടി 1 ബൈ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വന്നു മക്കളെ 1 പ്ലസ് ലോഗ് എക്സ്. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഈ വൈനെ പിടിച്ച് നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു അപ്പം എന്ത് വന്നു വൈ ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. വൈക്ക് പകരം നമ്മൾ ആരെ കൊടുക്കണം വൈ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ തന്നു എന്താണ് എക്സ് റൈസ് ടു എക്സ് ആണ് വൈക്ക് പകരം ഓടിപ്പോയി ഞാൻ എന്താക്കുന്നു എക്സ് റൈസ് ടു എക്സ് എന്ന് കൊടുക്കുന്നു 1 പ്ലസ് ലോഗ് എക്സ്. ഇതാണ് മക്കളെ നമ്മുടെ ഫൈനൽ ആൻസർ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ ഇത് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ വേഗം കമൻറ്റ് ചെയ്യുക ഇത് ക്ലിയർ ആണെന്ന്. ഓക്കെ ആണെങ്കിൽ ഇതും അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വരുന്ന സൂപ്പറായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഏത് ക്വസ്റ്റ്യൻ നമുക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ മക്കളെ. ഇനി ഇതാ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലോഗരിതമിക്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആരാണ് ഇതാ മാർച്ച് 2022 ചോദിച്ച ക്വസ്റ്റ്യനാണ്. മാർച്ച് 2022 ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതിനു മുമ്പൊക്കെ ചോദിച്ചിട്ടുണ്ടോ മാർച്ച് 2000 റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് എന്താക്കാം സെയിം ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ് ടേക്ക് ക്ലിയർ എന്ന് പറയുന്നു അരവിന്ദ് മേനോൻ യെസ് ഓക്കേടാ. ഇനി രണ്ട് സൈഡും ലോഗ് എടുക്കുന്നു ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ് എടുക്കാലോ. എന്താണ് വരിക ലോഗ് വൈ ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് റൈസ് ടു സൈൻ എക്സ്. അപ്പോൾ എന്തായിട്ട് മാറി ലോഗ് വൈ ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് ആയിട്ട് മാറി. എഗെയിൻ ഇവിടെ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ മക്കളെ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യേണ്ടി വരും. ഇനി എന്ത് ചെയ്യണം ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എന്ത് വന്നു 1 ബൈ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇൻറ്റു എക്സ് ആണോ യെസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് അല്ലേ സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ഓക്കെ ആണോ മക്കളെ. ഇനി ഇവിടെ എന്ത് യൂസ് ചെയ്യണം ഇയാൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് യൂസ് ചെയ്യണം പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. എന്തായിരുന്നു പ്രൊഡക്റ്റ് റൂള് ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ 1 ബൈ എക്സ് ആണ് പ്ലസ് ഇനി സെക്കൻഡ് ഫംഗ്ഷൻ എന്താ മക്കളെ ലോഗ് എക്സ് ആണ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ് നമ്മുടെ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് കോസ് എക്സ് ആണ് കോസ് എക്സ് എന്ന് വന്നു കോസ് എക്സ്. ഇനി നമുക്ക് എന്ത് കിട്ടി 1 ബൈ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് കിട്ടി 1 ബൈ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് കിട്ടി. നമ്മൾ എന്ത് ചെയ്യണം മക്കളെ ഈ വൈനെ പിടിച്ച് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പം എന്ത് വന്നു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ ഇൻറ്റു സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇത്ര എഴുതി കഴിഞ്ഞു. ഇനി വൈൻ്റെ വാല്യൂം കൂടി കൊടുത്താൽ മതി. എന്താ വൈൻ്റെ വാല്യൂ മക്കളെ എക്സ് റൈസ് ടു സൈൻ എക്സ് ആണ്. അതും കൂടി കൊടുത്താൽ നമ്മുടെ ഫൈനൽ ആൻസറായി മാറി. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈക്ക് പകരം ഞാൻ എന്ത് കൊടുക്കണം എക്സ് റൈസ് ടു സൈൻ എക്സ് എന്ന് കൊടുത്തു ഇൻറ്റു സൈൻ എക്സ് ബൈ എന്താണ് എക്സ് ആണ് സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. വേണമെങ്കിൽ ഇവിടെ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് എന്താക്കാം എക്സ് റൈസ് ടു സൈൻ എക്സ് -1 എന്നാക്കാം. പക്ഷെ അതൊന്നും ചെയ്യേണ്ട എത്ര മതി. ഇത്ര ആയി കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി മാറി. ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ സിമ്പിളായിട്ട് ചെയ്തു. ഇനി ഇതിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യന് അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ സൂപ്പർ ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ഉണ്ട്. ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെയും കമ്പൈൻഡ് ഫോമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ. മാർച്ച് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ 2020 ആയി 2019 ആയി 22 ആയി 23 ആയി അല്ലേ മാർച്ച് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇഫ് വൈ ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എക്സ് പ്ലസ് എക്സ് റൈസ് ടു സൈൻ എക്സ്. എക്സ് റൈസ് ടു എക്സ് അല്ലേ നമ്മൾ തൊട്ടുമ്പ് കണ്ടുപിടിച്ചത്. ഇവിടെ കണ്ടുപിടിച്ചത് എന്താണ് എക്സ് റൈസ് ടു എക്സ് ആണ്. അതേപോലെ അടുത്തായിട്ട് കണ്ടുപിടിച്ചതോ എക്സ് റൈസ് ടു സൈൻ എക്സ് ആണ്. അപ്പം അതിന് രണ്ടിന് സമ്മാണ് ചോദിച്ചത്. ഒന്നുമില്ല ഈ രണ്ടാൾക്കാരെയും സെപ്പറേറ്റ് ആയിട്ട് കാണണം. ഡയറക്റ്റ് ആയിട്ട് ലോഗ് അപ്ലൈ ചെയ്യരുത്. സെപ്പറേറ്റ് ആയിട്ട് എന്താക്കുക ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. ഞാൻ എന്താക്കുന്നു ലെറ്റ് u is equal to x raised to x എന്നും അതേപോലെ v is equal to x raised to sin x എന്നും കൊടുക്കുന്നു.
അപ്പോൾ എന്തായിട്ട് മാറി എൻ്റെ ഫംഗ്ഷൻ y is equal to u plus v ആയിട്ട് മാറി, u plus v. അങ്ങനെയാണെങ്കിൽ d by dx of y is equal to എന്തായിട്ട് മാറും, dy by dx is equal to എന്തായിട്ട് മാറും മക്കളെ, du by dx plus dv by dx ആണ്. du by dx plus dv by dx ആണ് നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. du by dx എടാ du എന്താണ്, x raised to x നമ്മൾ കണ്ടുപിടിച്ചില്ലേ, x raised to x ന്റെ ഡെറിവേറ്റീവ് എന്താണ്, ഡിഫറൻഷിയേഷൻ എന്താ, ഈ കാണുന്ന ആളാണ്. അതേപോലെ dv by dx എന്താ, dv by dx ഇതാ ഈ കാണുന്ന ആളാണ് dv by dx, v ക്ക് പകരം x raised to sin x ആണ്, x raised to sin x ആണ്. ഈ രണ്ട് വാല്യൂസും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്തായി, ആൻസർ ആയി മാറി. എന്ത് ചെയ്യണം നിങ്ങൾ, ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. du by dx ആദ്യം du by dx കണ്ടുപിടിക്കുക, du by dx കണ്ടുപിടിക്കുക, പിന്നെ അത് എന്താക്കുക, dv by dx കണ്ടുപിടിക്കുക. ആ രണ്ടും കണ്ടുപിടിച്ച് എന്താക്കുക, രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, dy by dx കിട്ടി. ഇത്ര ചെയ്യാനുള്ളൂ. പക്ഷേ നിങ്ങൾ ചില ആൾക്കാർ മിസ്റ്റേക്ക് വരുത്തും, ലോഗ് രണ്ട് സൈഡിലും കൊടുത്തുണ്ടാക്കും, ലോഗ് u plus v എന്നാക്കി മാറ്റും. അത് തെറ്റാണ്, മനസ്സിലാക്കുക. അങ്ങനെ വരില്ല എന്ന് മനസ്സിലാക്കുക. സെപ്പറേറ്റ് ആയിട്ട് എന്താക്കുക, കണ്ടുപിടിക്കുക. ഈ സെയിം മെത്തേഡാണ് മക്കളെ. ഇത് ക്ലിയർ ആണല്ലോ. ഇത് ഞാൻ ചെയ്യണോ എന്ന് നിങ്ങൾ പറയുക. ഞാൻ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം x raised to x നമ്മൾ ചെയ്തതാണ്, x raised to sin x നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആണ്. du by dx ൻ്റെത് x raised to x ന്റെ ഡിഫറൻഷിയേഷൻ നമ്മൾ ചെയ്തു വെച്ചു. dv by dx x raised to sin x ന്റെ തൊട്ടുമുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്തു വെച്ചു. അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. രണ്ടും കൂടി ആഡ് ചെയ്താൽ നമ്മുടെ ആൻസറായി, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായി കഴിഞ്ഞു. നിങ്ങൾ ചെയ്തു നോക്കുക, നിങ്ങൾ എന്താക്കുക, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്തു നോക്കുക. ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മക്കളെ. നിങ്ങൾക്ക് ക്ലിയർ ആവും. നിങ്ങൾ ചെയ്തു നോക്കിയാൽ എന്തായാലും ആൻസറും കിട്ടും. ക്വസ്റ്റ്യൻ ഒക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. യെസ്, ശ്രീരാഗ് പറയുന്നു ചെയ്യേണ്ട സാർ. യെസ് ശ്രീരാഗ്, വെരി ഗുഡ്. ശ്രീരാഗ് ഭയങ്കര ആക്റ്റീവാണ്, കൃത്യമായിട്ട് ഓരോ ആൻസർ ഒക്കെ പറയാറുണ്ട്. ശ്രീരാഗ് വെരി ഗുഡ്. എടാ ഇതേപോലെ പഠിച്ച് മുമ്പോട്ട് പോട്ടോ ശ്രീരാഗ്. ലിയോ എന്നാണ്, മെസ്സി ഫാൻ ആയിരിക്കും അല്ലേ? എത്ര മെസ്സി ഫാൻസ് ഉണ്ട് ഇവിടെ? യെസ്, എന്തായാലും ശ്രീരാഗ് മെസ്സി ഫാനാണെന്ന് ഉറപ്പാ. ഓക്കേടാ, ഇനി ഇതിലൊരു അവസാനത്തൊരു ക്വസ്റ്റ്യൻ കൂടി. ഇതാ ഈ ക്വസ്റ്റ്യൻ, dy by dx, find dy by dx if x raised to y is equal to y raised to x. എടാ ഈ ഫംഗ്ഷൻ ലോഗരിതമിക്കുമാണ്, അതേപോലെ ഇംപ്ലിസിറ്റുമാണ്. ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ചെയ്യുകയും വേണം, അതേപോലെ നമ്മൾ എന്താക്കണം, ഇംപ്ലിസിറ്റ് ഫോമിൽ വരുന്ന ഒരു ഫംഗ്ഷനാണ് മക്കളെ. ഇവിടെ നോക്കിക്കേ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. 2020 മാർച്ച് 2018 ഇത്രയും സമയത്ത് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്താക്കുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടേക്ക്. രാഹുൽ രജത്തും പറയുന്നു, ഞാൻ എന്ന് പറയുന്നു. യെസ്, എന്താണ് വൈഷ്ണവ് ശ്രീരാഗ് നൂപ് ഒന്നു. എടാ എന്താണ് വൈഷ്ണവ്? രാഹുൽ പറഞ്ഞു ഞാനും എന്താണ് മെസ്സി ഫാനാണ്, ഞാനും വെച്ച് ചെക്കുന്നത്. യെസ്, ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിൽ എന്താക്കുന്നു, ലോഗ് എടുക്കുന്നു. അപ്പോൾ എന്ത് വന്നു, ലോഗ് എക്സ് റൈസ് ടു വൈ ഇസ് ഈക്വൽ ടു ലോഗ് വൈ റൈസ് ടു എക്സ്. അപ്പോൾ ഇയാൾ എന്തായിട്ട് മാറിഞ്ഞി, y ഇൻറ്റു ലോഗ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് വൈ. ഇനി എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. രണ്ട് സൈഡ് എന്താക്കണം, വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇവിടെ നോക്കിക്കേ, y ഇൻറ്റു ലോഗ് എക്സ്, രണ്ട് ഫംഗ്ഷൻസ്, സോ പ്രൊഡക്റ്റ് റൂള്, എക്സ് ഇൻറ്റു ലോഗ് വൈ, രണ്ട് ഫംഗ്ഷൻ, സോ പ്രൊഡക്റ്റ് റൂൾ നമ്മൾ യൂസ് ചെയ്യണം. അപ്പം മക്കളെ പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് ഫംഗ്ഷൻ y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്, ലോഗ് എക്സ് ആണ്. y ഇൻറ്റു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1/x ആണ്. പ്ലസ് ഇനി നെക്സ്റ്റ് എന്താണ്, ഈക്വൽ ടു കഴിഞ്ഞിട്ടില്ലല്ലോ. നെക്സ്റ്റ് വരുന്നത് y ലോഗ് എക്സിൽ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി എന്താ വരുന്നത്, സെക്കൻഡ് ഫംഗ്ഷൻ എന്താ, ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, y ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ, dy by dx ഈക്വൽ ടു. ഇനി മക്കളെ നെക്സ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സ് ഇൻറ്റു ലോഗ് വൈ, ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ, എക്സ് ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താ, ലോഗ് വൈൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും മക്കളെ, 1/y ഇൻറ്റു dy by dx. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് ലോഗ് വൈൻ്റെ ഡെറിവേറ്റീവ് എന്തായിട്ട് മാറും, 1/y ഇൻറ്റു dy by dx. പ്ലസ് നെക്സ്റ്റ് എന്താ വരുന്നത്, സെക്കൻഡ് ഫംഗ്ഷൻ എന്താ, ലോഗ് വൈ ഡെറിവേറ്റീവ് ഓഫ്, പിന്നെന്താണ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1 ആണ്. ഓക്കെ ആണല്ലോ മക്കളെ. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നല്ലോ മനസ്സിലാക്കണേ. നമ്മുടെ ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. dy by dx, എടാ നമ്മുടെ dy by dx വരുന്ന ടേംസ് ഒക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകാം.
dx വരുന്ന ടേംസ് ഒക്കെ എന്താക്കുക, ഒരു ഭാഗത്തേക്ക് മാറ്റുക. അപ്പൊ ഞാൻ എന്താക്കാൻ പോവാണ്, dx വരുന്ന ആൾക്കാരെ ഈ കാണുന്ന dx നേരെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു, പ്രശ്നമില്ലല്ലോ. അതുപോലെ ലോഗ് വൈനെ നേരെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പൊ എന്ത് വന്നു, y/x പ്ലസ് ലോഗ് വൈ ഇങ്ങോട്ട് വന്നാൽ എന്തായിട്ട് മാറും, ഇങ്ങോട്ട് വന്നാൽ എന്തായിട്ട് മാറും, മൈനസ് ലോഗ് വൈ ഈക്വൽ ടു, എടാ ഇയാളെ പിടിച്ച് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ എന്ത് വന്നു, x/y ഇൻറ്റു dy/dx, x/y ഇൻറ്റു dy/dx മൈനസ്, കാരണം പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു dy/dx ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആയിട്ട് മാറും, മൈനസ് ലോഗ് എക്സ് ഇൻറ്റു dy/dx. ഓക്കെ ആണോ മക്കളെ? രണ്ട് ഭാഗത്തും ഇവിടെ dy/dx കോമൺ ആയിട്ടുള്ള ആളെ പുറത്തെടുത്തു. ഇപ്പൊ എന്ത് വന്നു, y/x മൈനസ് ലോഗ് വൈ സീക്വൽ ടു dy/dx ഇൻറ്റു x/y മൈനസ് ലോഗ് എക്സ്. ഓക്കെ ആണല്ലോ? ഇത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതൊന്നും ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത്രയും ചെയ്ത് കഴിഞ്ഞാണ്, അത്രയും പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരില്ല, നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ പറയട്ടോ, പറഞ്ഞു തരില്ല എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഞാൻ പറഞ്ഞുതരും. ഓക്കെ ആണല്ലോ മക്കളെ? ഇനി മക്കളെ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന ആളെ x/y മൈനസ് ലോഗ് എക്സ് എന്ന് പറയുന്ന ആളെ ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പൊ dy/dx നമുക്ക് കിട്ടും. അപ്പൊ dy/dx ഈക്വൽ ടു dy/dx ഈക്വൽ ടു dy/dx ഈക്വൽ ടു y/x മൈനസ് ലോഗ് വൈ ബൈ, ഇനി എന്താ വരുന്നത്, x/y മൈനസ് ലോഗ് എക്സ്. ഇങ്ങനെ കിട്ടി. പക്ഷെ ഒരു വൃത്തികേടില്ലേ, ഒരു മൊഞ്ചില്ലേ ഈ ഇക്വേഷൻ കാണാല്ലേ? ഒന്ന് മൊഞ്ചാക്കിയാലോ, ഇയാളൊന്ന് വൃത്തിയാക്കിയാലോ? എങ്ങനെ വൃത്തിയാക്കാം മക്കളെ? എങ്ങനെ വൃത്തിയാക്കാം? ഒന്നുമില്ല, ഡിനോമിനേറ്റർ ഇതാ, ഇവിടെ ഡിനോമിനേറ്റർ എക്സ് ഉണ്ട്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ ഒരു വൈ ഉണ്ട്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പം എന്ത് വന്നു, y മൈനസ് എക്സ് ലോഗ് വൈ ബൈ എക്സ് ബൈ, ഇനി എന്താക്കുന്നു, ഈ വൈനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ 1 ആണുള്ളത്, 1 ഇൻറ്റു എക്സ് ആണ് വരിക. അപ്പോൾ എക്സ് ഇൻറ്റു മൈനസ് y ലോഗ് എക്സ് ബൈ y എന്ന് വന്നു. ഇയാൾ എന്തായിട്ട് മാറും, ഈ ഡിനോമിനേറ്ററിൽ വരുന്ന y എന്തായിട്ട് മാറും, ന്യൂമറേറ്ററിലേക്ക് പോകും, y/x. കാരണം a/b ഹോൾ ബൈ c/d എന്ന് പറഞ്ഞാൽ എന്താ, a/b ഇൻറ്റു d/c ആണ്. ഈ ഫോം എല്ലാവർക്കും അറിയാം. a/b ബൈ c/d എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ, a/b ഇൻറ്റു d/c ആണ്. അപ്പൊ ഇയാൾ എന്തായിട്ട് മാറി, y/x ഇൻറ്റു y മൈനസ് ലോഗ് വൈ, y മൈനസ് എക്സ് ലോഗ് വൈ, y മൈനസ് എക്സ് ലോഗ് വൈ ബൈ എക്സ് മൈനസ് വൈ ലോഗ് എക്സ്. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ, dy/dx കിട്ടുക. ഓക്കെ ആണല്ലോ മക്കളെ? ഇത് ക്ലിയർ ആണല്ലോ? ചെയ്ത് ക്ലിയർ ആണല്ലോ? നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് എന്താക്കാം, ഇവിടെ നമ്മുടെ ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ നിർത്താം. നെക്സ്റ്റ് ആളിലേക്ക് പോകാം. പാരാമെട്രിക് ഫോംസിൽ വരുന്ന ആൾക്കാർ, എടാ പാരാമെട്രിക് ഫോംസിൽ വരുന്ന ഫംഗ്ഷൻസിന് എങ്ങനെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നുള്ളത്. പാരാമെട്രിക് നിങ്ങൾക്ക് അറിയാൻ മതിയാവും. എങ്ങനെയായിരിക്കും, വേറൊരു കോമൺ ലിങ്ക് വരുന്നൊരു ഫംഗ്ഷൻ dy/dx കാണാൻ പറയും. പക്ഷേ y എന്ന് പറയുന്ന ഫംഗ്ഷൻ വേറെ ഏതോ ഒരു പാരാമീറ്റർ എന്ന് പറയുന്ന ആളുടെ ഫോമിൽ തരും. അതുപോലെ x എന്ന് പറയുന്ന ആൾ വേറെ ഏതോ ഒരാളുടെ ഫോമിൽ തരും. ചിലപ്പോൾ t ആയിരിക്കും തരിക, ചിലപ്പോൾ തീറ്റ ആയിരിക്കും തരിക. അങ്ങനെ ഏതെങ്കിലും ഫോമിൽ തരുന്ന ആൾക്കാരുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് പാരാമെട്രിക് ഫോംസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സപ്പോസ് നമുക്ക് t എന്ന് പറയുന്ന ആളാണ് ഇവിടെ പാരാമീറ്റർ എങ്കിൽ x ടിന്റെ ടേംസിൽ വന്നു. x എന്ന് പറഞ്ഞാൽ എന്താ, x എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താക്കാം, f(t) എന്ന് കൊടുക്കാം, f(t). അതേപോലെ y എന്ന് പറഞ്ഞാലോ g(t) ആണ്. അങ്ങനെയാണെങ്കിൽ dy/dx എന്ന് പറഞ്ഞാൽ മക്കളെ ഇങ്ങനെ ചെയ്യണം നമ്മൾ, dy/dt നമ്മൾ ചെയ്തിരിക്കണം, dy/dt എന്ന് നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കേടാ, എടാ dy/dt നമ്മൾ എന്തായിരിക്കണം ചെയ്തിരിക്കണം. ഇതാണ് നമ്മൾ പാരാമെട്രിക് ഫോം ചെയ്യേണ്ടത്. ഇതിന്റെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നത് സിമ്പിൾ ആയിക്കോളും, മനസ്സിലായിക്കോളും. ഈ ഒരു സാധനം, ഒരു ഐഡിയ ഇങ്ങനെയാണ്. നമ്മുടെ ഫംഗ്ഷൻസ് നമുക്ക് എക്സും വൈയും വേറെ ഏതോ ഒരാളുടെ ഫോമിലാണ് തരുന്നത്, വേറെ ഏതോ ഒരു വേരിയബിൾ ആയിട്ട് തരുന്നത്. ചിലപ്പോൾ ടി ആയിരിക്കാം, ചിലപ്പോൾ തീറ്റ ആയിരിക്കാം. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം മക്കളെ, സമയമില്ല, നമുക്ക് വേഗം സ്പീഡിൽ തീർക്കാം. ഇവിടെ നോക്കിക്കേ, ഫൈൻഡ് dy/dx, x is equal to a cos theta, y is equal to a sin theta. അങ്ങനെയാണെങ്കിൽ മക്കളെ dy/dx കാണാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ എക്സ് എന്ന് പറയുന്ന ആള് തീറ്റ ഏതാ പാരാമീറ്റർ, തീറ്റ എന്ന് പറയുന്ന പാരാമീറ്ററിൽ വന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, dx/d theta ചെയ്യണം, dx/d theta ചെയ്യണം, dx/d
ഡി തീറ്റ ഈക്വൽ ടു ഡി ബൈ ഡി തീറ്റ ഓഫ് എ കോസ് തീറ്റ. എക്സ് എന്തായിരുന്നു? എ കോസ് തീറ്റയാണ്. എ കോസ് തീറ്റ. എ കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുത്തു. കോസ് തീറ്റന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ്. കോസ് തീറ്റന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും മക്കളെ? കോസിന്റെ മൈനസ് സൈൻ ആണ്. അപ്പം എന്ത് വന്നു? മൈനസ് സൈൻ തീറ്റ. മൈനസ് ഞാൻ പുറത്ത് കൊടുത്തു. അപ്പം മൈനസ് എ സൈൻ തീറ്റ എന്ത് കിട്ടി? ഡി എക്സ് ബൈ ഡി തീറ്റ എന്ത് കിട്ടി? മൈനസ് എ സൈൻ തീറ്റ. ഇനി മക്കളെ ഡി വൈ ബൈ ഡി തീറ്റ, ഡി വൈ ബൈ ഡി തീറ്റ കാണുന്നു ഈക്വൽ ടു ഡി ബൈ ഡി തീറ്റ ഓഫ് ഡി തീറ്റ ഓഫ് ഏതാടാ? വൈ എന്ന് പറയുന്ന ആളെന്താ? എ സൈൻ തീറ്റയാണ്. ഇപ്പം എന്ത് വന്നു? എ സൈൻ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ തീറ്റ. എ കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് ഓഫ് സൈൻ തീറ്റ എന്താണ്? കോസ് തീറ്റയാണ്. അപ്പോൾ എ കോസ് തീറ്റ. ഓക്കെ ആണോ മക്കളെ? ഇനി നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എന്താ കണ്ടുപിടിക്കുന്നത്? ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റയാണ് വിച്ച് ഇസ് ഈക്വൽ ടു ശ്രീരാഗ് ലിയോ അല്ലേ? മെസ്സിനെ പോലെ തന്നെ വളരെ സ്പീഡായിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട് അല്ലേ? ഇന്റലിജന്റ് ആണ്. പെട്ടെന്ന് തന്നെ ആൻസർ പറഞ്ഞു. ശ്രീരാഗ് അടിപൊളിയടാ. മൈനസ് ടാൻ തീറ്റ എന്ന് ശ്രീരാഗ് ആൻസർ പറഞ്ഞു. എടാ ആൻസർ പോയി നിന്റെ. നീ മൈനസ് ടാൻ തീറ്റ എന്ന് പറഞ്ഞിട്ട് മൈനസ് ടാൻ തീറ്റ വരിക? അല്ലല്ല, കോട്ട് തീറ്റ ആയിരുന്നു വരിക. യെസ്, ശ്രീരാഗ് മാറ്റി കറക്റ്റ് ആക്കി. മൈനസ് ടാൻ തീറ്റ അല്ല, മൈനസ് കോട്ട് തീറ്റ വരിക. കാരണം എന്താ? ഡി വൈ ബൈ ഡി തീറ്റ എന്താണ് ഇവിടെ? ഡി വൈ ബൈ ഡി തീറ്റ എ കോസ് തീറ്റയാണ്. ഇപ്പം എന്ത് വന്നു? എ കോസ് തീറ്റ. ഡി വൈ ബൈ ഡി തീറ്റയ്ക്ക് പകരം ഞാൻ എ കോസ് തീറ്റ കൊടുത്തു. ബൈ ഡി എക്സ് ബൈ ഡി തീറ്റയ്ക്ക് പകരം ഞാൻ ആരെ കൊടുക്കണം? മൈനസ് എ സൈൻ തീറ്റ. മൈനസ് എ സൈൻ തീറ്റ എന്ന് വന്നു. ഓക്കെ ആണെങ്കിൽ മക്കളെ എയും എയും ക്യാൻസൽ ചെയ്തു. കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ത് തീറ്റയാണ്? ടാൻ തീറ്റ അല്ലേ? സോറി, കോട്ട് തീറ്റ അല്ലേ? കോസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ് എന്ത്? ടാൻ തീറ്റ. കോസ് തീറ്റ ബൈ സൈൻ തീറ്റയോ കോട്ട് തീറ്റയാണ്. ഇപ്പം എന്ത് വന്നു? ഈക്വൽ ടു മൈനസ് കോട്ട് തീറ്റ എന്ന് ആൻസർ കിട്ടി. ഓക്കെ അല്ലേ മക്കളെ? യെസ്, ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയാണ് പാരാമെട്രിക് ഫോമിൽ വരുന്ന ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കേണ്ടത്. എന്നാൽ മക്കളെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇതാ, ഇതും പാരാമെട്രിക് ഫംഗ്ഷൻസിൽ ആ ഫോമിൽ വരുന്നതാണ്. നേരത്തെ ക്വസ്റ്റ്യൻ എടാ, ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഏതാണ്? മാർച്ച് 2023 ലാസ്റ്റ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ലാസ്റ്റ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പം എക്സ് എ ടി സ്ക്വയർ വൈ 280 ആരാണ് എനിക്ക് പറഞ്ഞുതരാ ഇതിലെ പാരാമീറ്റർ ആരാന്നുള്ളത്? ഹൂ ഈസ് ദ പാരാമീറ്റർ? ഇതിലെ പാരാമീറ്റർ ആരാണ് ഇതിൽ? ഹൂന്നല്ല, വാട്ടെന്ന് പറയാം. എന്താണ് ഇതിലെ പാരാമീറ്റർ? ചുമ്മാ ചോദിച്ചത് കേട്ടോ. യെസ്, എടാ ആരാ ഇതിലെ പാരാമീറ്റർ എന്ന് പറയുന്ന ആള്? ആരാ പറഞ്ഞുതരാ? ശ്രീരാഗ് ഇല്ലേ? ശ്രീരാഗെ പറഞ്ഞേ, ആരാ പാരാമീറ്റർ? ഇതിലെ പാരാമീറ്റർ ആരാണ്? ഡി എക്സ് ബൈ ഞാൻ ആരെ വെച്ച് ചെയ്യണം? ഡി എക്സ് ബൈ യെസ്. ശ്രീരാഗ് ആൻസർ എടാ ഞാൻ ചോദിച്ചെന്താ പാരാമീറ്റർ? അവൻ ആൻസർ അങ്ങോട്ട് പറഞ്ഞു. യെസ്, എടാ ടി ആണല്ലേ. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എ ടി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു യെസ്, പാരാമീറ്റർ ടി ആണെന്ന് ശ്രീരാഗ് പറഞ്ഞു. കറക്റ്റ് ആടാ. ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് എ ടി സ്ക്വയർ എന്തായിട്ട് മാറും മക്കളെ? എ കോൺസ്റ്റന്റ് ആണ്, ഞാൻ എ അതുപോലെ എഴുതി. ഇനി ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2t ആണ് ഇൻറ്റു 2t വിച്ച് ഇസ് ഈക്വൽ ടു 2at എന്ന് വന്നു. ഇനി ഡി വൈ ബൈ ഡി ടിയോ? ഡി വൈ ബൈ ഡി ടി വൈ എന്താണ്? 2at ആണ്. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് 2at. 2a കോൺസ്റ്റന്റ് ആണ്. 2a കോൺസ്റ്റന്റ് ആണ്, അത് അതുപോലെ എഴുതി. ടീൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 ആണ്. അപ്പോൾ ഇൻറ്റു 1 വിച്ച് ഇസ് ഈക്വൽ ടു 2a. ഇനി നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ. ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ മക്കളെ, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എടാ ഡി വൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി 2a ബൈ 2at എന്ത് വന്നു? 2a ബൈ 2at. 2a ക്യാൻസലായി 1/t എന്ന് കിട്ടി. ഇതാണ് ആൻസർ വരിക. ഇതാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? ഇത് ഓക്കെ ആണെങ്കിൽ ഇതാ പാരാമീറ്ററിൽ അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ പാരാമെട്രിക് ഫോമിൽ വരുന്ന അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് എടുക്കാം. ഇതോടുകൂടി നമുക്ക് എന്താക്കാം? ഈ ക്വസ്റ്റ്യൻ കൊണ്ട് പാരാമീറ്റർ നമുക്ക് എന്താക്കാം? വൈൻഡപ്പ് ചെയ്യാം. പിന്നെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിലേക്ക് പോകാം. എടാ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ടി മൈനസ് സൈൻ ടി ആൻഡ് വൈ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് കോസ് ടി. അങ്ങനെയാണെങ്കിൽ മക്കളെ ഡി എക്സ് ബൈ ഡി ടി പാരാമീറ്റർ ടി ആണ്. എ ഇൻറ്റു 1 മൈനസ് കോസ് ടി ആയിട്ട് മാറും. എ ഇൻറ്റു 1 മൈനസ് കോസ് ടി എങ്ങനെ വന്നു? എ കോൺസ്റ്റന്റ് ആണ്, പുറത്ത് വന്നു. ടീൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സൈൻ ടീൻ്റെ എന്താണ്? കോസ് ടി ആണ്. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി ടി. ഇനി ഡി വൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എടാ എ ഇൻറ്റു 1 പ്ലസ് കോസ് ടി. എ ഇൻറ്റു 1 പ്ലസ് കോസ് ടി എന്ന് പറയുന്ന ആളാണ് മക്കളെ. ഇതേപോലെ തന്നെ എ ഇൻറ്റു 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 0 ആണ്. കോസ് ടീൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ ടി. എന്താ വരിക? ഇൻറ്റു മൈനസ് സൈൻ ടി.
കോസ്റ്റിൻ്റെത് മൈനസ് സൈൻ ടി ആണ്. ഈക്വൽ ടു എന്ത് വന്നു? മൈനസ് എ സൈൻ ടി. മൈനസ് എ സൈൻ ടി. ഓക്കെ ആണല്ലോ മക്കളെ, ഇത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ചെയ്യേണ്ടത് എന്താണ്? ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി എന്താടാ? മൈനസ് എ സൈൻ ടി ആണ്. മൈനസ് എ സൈൻ ടി ബൈ ഇനി ഡി എക്സ് ബൈ ഡി ടിയോ എ ഇൻറ്റു 1 മൈനസ് കോസ് ടി. എ ഇൻറ്റു 1 മൈനസ് കോസ് ടി. എയും ക്യാൻസലായി ഈക്വൽ ടു മൈനസ് സൈൻ ടി ബൈ 1 മൈനസ് കോസ് ടി. എടാ കോസ് ടി -1 അല്ലേ? 1 മൈനസ് കോസ് ടി ആണ്. എടാ 1 മൈനസ് കോസ് ടി ആട്ടോ ശ്രീരാഗെ. ഇനി ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഓക്കെ, ഇതിനെ ഇനിയും ചെറുതാക്കാൻ പറ്റും. ഇയാളെ ഇനിയും എന്താക്കാം? ചെറുതാക്കാൻ പറ്റും. എടാ സൈൻ ടീനെ നമുക്ക് നമ്മുടെ സൈൻ 2t നമുക്കറിയാം. 2 സൈൻ ടി ഇൻറ്റു കോസ് ടി ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. സൈൻ ടി ഇസ് ഈക്വൽ ടു 2 സൈൻ ടി ബൈ 2 ഇൻറ്റു കോസ് ടി ബൈ 2 എന്ന് എഴുതാം. അതുപോലെ 1 മൈനസ് കോസ് ടി എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മുടെ കോസ് 2ടിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. കോസ് 2t ഇസ് ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ ടി ആണ്. ആ ഇക്വേഷൻ വെച്ചിട്ട് 1 മൈനസ് കോസ് ടി എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ ടി ബൈ 2 ആണ്. അപ്പോൾ ഇത് നേരെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈക്വൽ ടു സൈൻ ടിക്ക് പകരം ഞാൻ ആരെ കൊടുക്കുന്നു? 2 സൈൻ ടി ബൈ 2 ഇൻറ്റു കോസ് ടി ബൈ 2. 2 സൈൻ ടി ബൈ 2 ഇൻറ്റു കോസ് ടി ബൈ 2 ബൈ ഇനി 1 മൈനസ് കോസ് ടിക്ക് പകരമോ 2 സൈൻ സ്ക്വയർ ടി എന്ന് കൊടുക്കുന്നു. 2 സൈൻ സ്ക്വയർ ടി ബൈ 2. 2 ക്യാൻസലായി. സ്ക്വയറിൽ ഒരു സൈൻ ടി ബൈ 2 ക്യാൻസലായി പോയി. ബാക്കി എന്താ ഉള്ളത്? കോസ് ടി ബൈ 2 ബൈ സൈൻ സ്ക്വയർ ടി ബൈ 2. എടാ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് മറന്നു വരുത്. ഒരു മൈനസ് ഉണ്ട്, മൈനസ് ഭയങ്കര പ്രശ്നക്കാരനാണ്. ആ മൈനസ് അവിടെ കൊടുത്തു. അപ്പം എന്താ ബാക്കിയുള്ളത്? മൈനസ് കോസ് ടി ബൈ 2 ബൈ സൈൻ ടി ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ ബൈ സൈൻ തീറ്റ കോട്ട് തീറ്റ. അങ്ങനെയാണെങ്കിൽ മൈനസ് കോട്ട് ടി ബൈ 2 താഴെ ഈക്വൽ ടു മൈനസ് കോട്ട് ടി ബൈ 2 എന്ന് കിട്ടും. എടാ ശ്രീരാഗ് ഇത് ക്ലിയർ ആണോ? ഈ ചെയ്തത് ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് ഒരു കമൻറ്റ് ചെയ്യട്ടോ. എടാ നിങ്ങൾക്ക് ഇത് കുറച്ച് പണിയുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതുവരെ എല്ലാവർക്കും ആൻസർ കിട്ടും, പക്ഷെ ഇങ്ങോട്ട് ചെയ്യാൻ പല ആൾക്കാർക്കും ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ചെയ്തു നോക്കുക. മൈനസ് കോട്ട് ടി ബൈ 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണ് ഞാൻ വിചാരിച്ചുകൊണ്ട് എന്താക്കുന്നു? നമ്മുടെ ലാസ്റ്റ് ഡിഫറൻഷ്യബിലിറ്റിയിലെ അവസാനത്തെ ആള് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിലേക്ക് ഞാൻ കടക്കുകയാണ്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് യെസ് ശ്രീരാഗ് കറക്റ്റ് ആടാ. മൈനസ് കോട്ട് ടി ബൈ 2 എന്ന് ശ്രീരാഗും പറഞ്ഞു. യെസ് ഓക്കേടാ, ക്ലിയർ ആണെന്ന് പറഞ്ഞു. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മക്കളെ ഒന്നുമില്ല. എന്താ അറിയും? നമ്മൾ ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു, അയാളെ പിന്നെ എന്താക്കുന്നു? ഡെറിവേറ്റീവ് ചെയ്യുന്നു. അയാളെ പിന്നെ എന്താക്കുന്നു? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുക. മക്കളെ ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു, അയാളെ പിന്നെ എന്താക്കുന്നു? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടും. അയാൾ നമ്മൾ d² y / dx² എന്ന് പറയും, അല്ലെങ്കിൽ y2 എന്ന് പറയും, അല്ലെങ്കിൽ f′′ എന്ന് പറയും. ഇതൊക്കെ എന്താ മക്കളെ? നമ്മുടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിന്റെ ഫോമാണ്. ഇതൊക്കെ നമ്മുടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിനെ നമ്മൾ വിളിക്കുന്ന പേരുകളാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് എന്താക്കാം? ഇയാളെ സൂചിപ്പിക്കാം, ഡിനോട്ട് ചെയ്യാൻ പറ്റും. y2 f′′ എന്നൊക്കെ നമുക്ക് എന്താക്കാം? ഡിനോട്ട് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം, സമയം കളഞ്ഞതിന്റെ വേഗം ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ മക്കളെ, ഇഫ് y is equal to x cos x find d² y / dx². ക്വസ്റ്റ്യന് പ്രത്യേകം നോക്കിക്കേ, മാർച്ച് 2020 ചോദിച്ച ക്വസ്റ്റ്യനാ. മാർച്ച് 2020. എടാ dy by dx ഫസ്റ്റ് നമുക്ക് എന്താക്കാം? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് വിച്ച് മീൻസ് dy by dx is equal to x d by dx of x into cos x. എടാ ആരെ യൂസ് ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. പ്രൊഡക്റ്റ് റൂൾ നമ്മൾ യൂസ് ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്താ? മൈനസ് സൈൻ എക്സ്, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഈക്വൽ ടു മൈനസ് എക്സ് സൈൻ എക്സ് അല്ലേ? ഇവിടെ ഇയാൾ എന്തായിട്ട് മാറും? എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് എന്തായിട്ട് മാറി? മൈനസ് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ഒന്നുകൂടി നമുക്ക് എന്താക്കാം? വൃത്തിയിൽ എഴുതാം. കോസ് എക്സ് മൈനസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് എഴുതാം. dy by dx കിട്ടി. ഇനി എന്താക്കണം? d² y / dx². ആരെ? d² y / dx². ഇയാളെ പിന്നെയും എന്താക്കുന്നു? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. മക്കളെ കോസ് എക്സിന് ഡയറക്റ്റ് ആയി ചെയ്യുകയാണെങ്കിൽ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ എക്സ്. ഇപ്പം എന്ത് വന്നു? മൈനസ് സൈൻ എക്സ്.
ഇനി ഒരു മൈനസ് അവിടെ ഉണ്ട്, ആ മൈനസ് ഞാൻ അതുപോലെ ഇനി ഇവിടെ നമ്മൾ ആ ബ്രാക്കറ്റ് ഇടാനുള്ള കാരണം എന്താ, എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് ഫംഗ്ഷൻ ആണ്. സോ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. അപ്പം നമ്മൾ എന്താക്കുന്ന ഒരു ബ്രാക്കറ്റ് കൊടുക്കുന്നു, കാരണം അഡീഷൻ വരുന്നുണ്ട്, അതുകൊണ്ട് ഒരു ബ്രാക്കറ്റ് നിർബന്ധമായിട്ടും ഇട്ട് കൊടുക്കണം മക്കളെ. എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യുന്നു ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, കോസ് എക്സ്, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ 1 ആണ്, ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് മൈനസ് എക്സ് ഇൻറ്റു കോസ് എക്സ്. ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്, മൈനസ് പ്ലസ്, അപ്പോൾ മൈനസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ആയിട്ട് മാറി, പിന്നെ ഒരു മൈനസ് പ്ലസ്സിലെ അയാൾ എന്തായിട്ട് മാറി, മൈനസ് ആയിട്ട് മാറി, നെഗറ്റീവ് സൈൻ എക്സ്. ഇനി മക്കൾ നോക്കിക്കേ, നെഗറ്റീവ് സൈൻ എക്സ് രണ്ട് നെഗറ്റീവ് സൈൻ എക്സ്, അപ്പോൾ അയാൾ എന്തായിട്ട് മാറും, ഈക്വൽ ടു -2 സൈൻ എക്സ് മൈനസ് എക്സ് ഇൻറ്റു കോസ് എക്സ്. യെസ്, ശ്രീരാഗ് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു, മൈനസ് എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് 2 സൈൻ എക്സ് എന്ന് പറഞ്ഞു. വേണമെങ്കിൽ നമുക്ക് എന്താക്കാം, ഇനി മൈനസിനെ പുറത്തെടുക്കാം, മൈനസിനെ പുറത്തെടുത്താൽ എന്തായിട്ട് മാറും, 2 സൈൻ എക്സ് പ്ലസ് എക്സ് ഇൻറ്റു കോസ് എക്സ്. ഒന്നുകൂടി വൃത്തിയായി, രണ്ടും ശരിയാട്ടോ, ഇങ്ങനെ എഴുതിയാലും ആൻസർ കറക്റ്റ് ആണ്, രണ്ടും ശരിയാണ്. ഓക്കെ ആണോടാ, ഓക്കെ ആണല്ലോ. ഇതാ അടുത്തൊരു ക്വസ്റ്റ്യൻ. എന്നാൽ എടാ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർത്ത് വെച്ചോ, ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. പല വർഷങ്ങളിലെ പേപ്പറിലും ഇതുപോലുള്ള ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഒരേ ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇവിടെ വരുന്ന മക്കളെ ഞാൻ അടയാളപ്പെടുന്ന ആളെ നോക്കണേ. എ ബി, എ എന്ന് പറയുന്ന ആള്, ബി എന്ന് പറയുന്ന ആള് ചിലപ്പോൾ 3ഓ 5ഓ 4ഓ 6ഓ അങ്ങനെ വാല്യൂസ് മാറ്റാം. അതേപോലെ ഈ പ്ലസിന് പകരം മൈനസ് ആക്കാം. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ട് പറയും, പ്രൂവ് ദാറ്റ് d²y/dx² + y = 0. എടാ സെയിം മെത്തേഡാണ്, ഒരു വ്യത്യാസമില്ല, സെയിം മെത്തേഡാണ്. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ 3ഉം 5ഉം ആയിട്ട് മാറും, സൈൻ എക്സും കോസ് എക്സും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, പ്ലസിന് പകരം മൈനസ് ആവും. എന്നിട്ട് പറയും, നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറയും d²y/dx² + y = 0. എടാ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താക്കാം, ആൻസറിൽ എത്താൻ പറ്റും. യെസ്, dy/dx = ആദ്യം നമ്മൾ എന്താക്കുന്നു, പ്രൂവ് ചെയ്യേണ്ട ആളെ മനസ്സിലാക്കി വെക്കുക, d²y/dx² + y = 0 എന്നാണ്. വിച്ച് മീൻസ് നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പം ഞാൻ dy/dx ആദ്യം ചെയ്യുന്നു. dy/dx = എടാ a sin x + b cos x ആണ്. d/dx ഓഫ് a sin x + b cos x which is equal to ഡെറിവേറ്റീവ് ഓഫ് a sin x, a കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുത്തു, sin x എന്താണ്, cos x ആണ്. ഇനി b cos x, b കോൺസ്റ്റന്റ് ആണ്, പ്ലസ് b ഇൻറ്റു cos x എന്താണ്, മൈനസ് sin x ആണ്, ഇൻറ്റു മൈനസ് sin x which is equal to a cos x മൈനസ് b sin x. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടി, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് d²y/dx² ഈക്വൽ ടു ഇതിനെ പിന്നെ എന്താക്കുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, ഈക്വൽ ടു a ഇൻറ്റു cos x എന്താ മക്കളെ, മൈനസ് sin x ആണ്, a ഇൻറ്റു മൈനസ് sin x മൈനസ് b sin x, b കോൺസ്റ്റന്റ് ആണ്, b പുറത്ത് എഴുതി, ഇൻറ്റു sin x എന്താണ്, cos x ആണ്. ഒന്നുകൂടി വൃത്തിയിൽ എഴുതി കഴിഞ്ഞാൽ മൈനസ് a sin x മൈനസ് a sin x മൈനസ് b cos x. അപ്പം നമുക്ക് എന്ത് കിട്ടി, ഈ രണ്ടാൾക്കാരും കിട്ടി. സോറി, d²y/dx² കിട്ടി. അതേപോലെ y എന്ന് പറയുന്ന ആൾതാ ഇവിടെയുണ്ട്. ഓക്കെ ആണോ മക്കളെ. ഇനി നമുക്ക് തന്ന ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കാം, d²y/dx² + y = d²y/dx² + y = എടാ എന്താ d²y/dx² എന്ന് പറഞ്ഞാൽ, മൈനസ് a sin x മൈനസ് b cos x, മൈനസ് a sin x മൈനസ് b cos x പ്ലസ് ഇനി y എന്ന് പറഞ്ഞാൽ എന്താ, a sin x പ്ലസ് b cos x, a sin x പ്ലസ് b cos x, b cos x. എടാ മൈനസ് a sin x പ്ലസ് a sin x എന്തായി, ക്യാൻസൽ ആയി. മൈനസ് ബി കോസ് എക്സ് പ്ലസ് ബി കോസ് എക്സ് എഗെയിൻ ക്യാൻസൽ ആയി, ഈക്വൽ ടു എന്ത് വന്നു, 0 എന്ന് കിട്ടി. ഇതല്ലേ നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്, നമ്മൾ സിമ്പിളായിട്ട് പ്രൂവ് ചെയ്തു, വെരി സിമ്പിളായിട്ട്. എടാ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഊന്നി റിപ്പീറ്റ് അടിച്ച് പറയുകയാണ്, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് എക്കും ബിക്കും പകരം വാല്യൂ മാറ്റി തരും, അതുപോലെ പ്ലസിന് പകരം മൈനസ് ആക്കും. സെയിം മെത്തേഡാണ്. ഇനി മക്കളെ അടുത്ത ആള്, ഇഫ് y = sin inverse x
ഷോ ദാറ്റ് 1 മൈനസ് എക്സ് സ്ക്വയർ y2 മൈനസ് എക്സ് y1 ഇസ് ഈക്വൽ ടു 0. ഇത് ഷോ ചെയ്യാനാണ് പറയുന്നത് മക്കളെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരെ ഞാൻ എന്താക്കാം, dy ബൈ dx കാണാണ്. dy ബൈ dx വേണ്ട, y2 എന്നാ തന്നത് ഇവിടെ തന്നത് y2 എന്നാ പറഞ്ഞത്, y2 y1 എന്ന് പറയുന്നത്, വിച്ച് മീൻസ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് നമുക്ക് എന്താ പറയാം, y1 എന്ന് പറയാം. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് y2 എന്ന് പറയാം. അപ്പോൾ y1 ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താ, 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, ഇപ്പോൾ y1 നമുക്ക് കിട്ടി. ഇനി മക്കളെ y2 കാണുന്നതിന് പകരം ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ വരുന്ന റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയറിന് നേരെ ഇങ്ങോട്ട് കൊടുത്തിരുന്നു. ഇപ്പോൾ എന്ത് വന്നു, റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y1 ഇസ് ഈക്വൽ ടു 1. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ത്രൂ ഔട്ട്, അല്ലെങ്കിൽ രണ്ട് സൈഡ് നമ്മൾ എന്താക്കുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷിയേറ്റ് ഓൺ ബോത്ത് സൈഡ്സ്. ഡിഫറൻഷിയേറ്റ് ഓൺ ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊരു ഫംഗ്ഷനാണ്, ഇത് വേറെ ഫംഗ്ഷനാണ്. ആരെ യൂസ് ചെയ്യണം, പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. പ്രൊഡക്റ്റ് റൂൾ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ എന്ത് വന്നു, റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ, റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. y1ന്റെ ഡെറിവേറ്റീവ് എന്താ, y1ന്റെ ഡെറിവേറ്റീവ് എന്താ, y2 ആണ്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്, ഇൻറ്റു y2 ഈക്വൽ ടു പ്ലസ് പ്രൊഡക്റ്റ് റൂൾ കംപ്ലീറ്റ് ആയിട്ടില്ല. സെക്കൻഡ് ഫംഗ്ഷൻ y1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ആരാ, റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. റൂട്ട് എക്സിന് ഡെറിവേറ്റീവ് എന്താ, 1/2 റൂട്ട് എക്സ് ആണ്. 1/2 റൂട്ട് എക്സ് ആണ്, വിച്ച് മീൻസ് 1/2 ഇൻറ്റു റൂട്ടിനുള്ളിൽ ആരെ കൊടുക്കണം, 1 മൈനസ് എക്സ് സ്ക്വയറിന് കൊടുക്കണം. 1 മൈനസ് എക്സ് സ്ക്വയർ. എടാ കഴിഞ്ഞിട്ടില്ല, കാരണം ഇവിടെ ചെയിൻ റൂൾ നമ്മൾ അപ്ലൈ ചെയ്യണം. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് കഴിഞ്ഞു, റൂട്ട് ഫംഗ്ഷൻ കഴിഞ്ഞു, അതിനുള്ളിലോട്ട് പോയപ്പോൾ എന്ത് വന്നു, 1 മൈനസ് എക്സ് സ്ക്വയർ കണ്ടു. 1 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 1ൻ്റെ 0 ആണ്. മൈനസ് എക്സ് സ്ക്വയറിൻ്റെ എന്താ വരിക, മൈനസ് 2x. എക്സ് സ്ക്വയറിൻ്റെ 2x ആണ്, മുമ്പിലൊരു മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് കൊടുക്കുന്നു. അപ്പോൾ എന്ത് വന്നു, ഇൻറ്റു മൈനസ് 2x. ഇനി എന്ത് വന്നു, ഈക്വൽ ടു, എടാ ഡെറിവേറ്റീവ് ഓഫ് 1 എന്താ, 0 ആണ് വരിക, 0. അപ്പോൾ ഇവിടെ 0 വന്നു. ഇനി ഇയാളെ ഞാൻ എന്താക്കണം, ഒന്ന് വൃത്തി എഴുതാൻ പോകണം, ഒന്ന് ഓർഡർ ആക്കാൻ പോകണം. ഈ 2 ക്യാൻസലായി, ആ രണ്ട് 2 ക്യാൻസലായി. ബാക്കി എന്ത് വന്നു, റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y2 പ്ലസ് വരില്ല, മൈനസ് വരും. കാരണം എന്താ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ അയാൾ എന്തായിട്ട് മാറി, പ്ലസ് ഇൻറ്റു മൈനസ് എന്തായിട്ട് മാറി, മൈനസ് ആയിട്ട് മാറി. അപ്പം മൈനസ് എക്സ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. എങ്ങനെ, എക്സ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ, റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y1 ഈക്വൽ ടു 0. ആൻസർ ആയി കഴിഞ്ഞു കേട്ടോ, ആൻസർ ആയി കഴിഞ്ഞു. ഞാൻ ഇനി അടുത്തതായി ചെയ്യാൻ പോകുന്നത്, ഈ മൊത്തം ആൾക്കാരെയും റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. മൾട്ടിപ്ലൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. ഈ ഇക്വേഷന് റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ പോലെ റൂട്ട് എ ഇൻറ്റു റൂട്ട് എ എന്താ, എ ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ എന്തായിട്ട് മാറും, 1 മൈനസ് എക്സ് സ്ക്വയർ ആയിട്ട് മാറും. വെറും 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y2 മൈനസ്, ഇനി റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. മക്കളെ ഇവിടെ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ വന്നാൽ, ഇവിടെ ഒരു ഇൻറ്റു റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ വന്നാൽ ഇയാളും ക്യാൻസൽ ആയി പോകും. ഇയാളും ക്യാൻസൽ ആയി പോകും. ബാക്കി എന്താ ഉണ്ടാവുക, എക്സ് ഇൻറ്റു y1. എന്താ ഉണ്ടാവുക, എക്സ് ഇൻറ്റു y1 വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 0. റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 0 എന്താ വരിക, എഗെയിൻ 0 വന്നു. ഇതല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്, 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y2 മൈനസ് എക്സ് ഇൻറ്റു y1 ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മളോട് എന്താക്കാൻ പറഞ്ഞത്, പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. 2019 സേക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഹെൻസ് പ്രൂവ്ഡ് അല്ലേ. നമ്മൾ ലാസ്റ്റ് എന്താക്കും, പ്രൂവ്ഡ് എഴുതിയേക്കും. ആൻസറായി. ക്ലിയർ ആണല്ലോ മക്കളെ, ഇത് ക്ലിയർ ആണല്ലോ, ചെയ്ത് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയണം മക്കളെ. നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഭാഗം, ഡിഫറൻഷ്യബിലിറ്റിയിലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി 2 ക്വസ്റ്റ്യൻ നമ്മുടെ കണ്ടിന്യൂറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന 2 ക്വസ്റ്റ്യൻ കണക്റ്റഡ് ആയിട്ട് നമുക്ക് എന്താക്കാം, സംസാരിക്കാം. ഓക്കെ, എടാ ഒന്നുമില്ല, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആരാ പറയുക, വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് ട്രൂ. ഇതിൽ ഏതാ ട്രൂ അല്ലാത്തത്, എ പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് ഓൾവേസ് കണ്ടിന്യൂസ് ആണല്ലോ, ശരിയാണല്ലോ, അത് ശരിയാ. ഇനി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഡിഫറൻഷ്യബിൾ ആണോ, എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ ആണോ, മോഡ് എക്സ് ഡിഫറൻഷ്യബിൾ ആണോ, അല്ല. അപ്പം ഇയാൾ എന്തല്ല, ശരിയല്ല, ഇയാൾ തെറ്റാ. ഇനി അടുത്തത് എന്താണ്,
എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് ഓൾവേസ് കണ്ടിന്യൂസ് ആണ്. ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ അയാൾ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ അയാൾ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അതും ശരിയാണ്. ഇനി log x ഈസ് കണ്ടിന്യൂസ് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ 0. log x എന്ന് പറയുന്ന ആള് കണ്ടിന്യൂസ് ആണ് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ 0. അതും ശരിയാണ്. അതും ശരിയാണ്. വിച്ച് മീൻസ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്താ മക്കളെ? ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ബി ആണ് ശരി. ബി തെറ്റാണ്. ബി എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ്. ആ തെറ്റായ ആൻസർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ആ തെറ്റായ ഓപ്ഷൻ എന്താ? ബി ഓപ്ഷൻ ആണ്. ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ടെൻസി സാർ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സാർ അടുത്ത സെഷൻ കയറുന്നോ? ചാപ്റ്റർ തുടങ്ങാൻ പോകുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ മക്കളെ നമുക്ക് എന്താക്കാം? അപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് എന്താക്കാം? സാറ് വിളിക്കാം അല്ലേ? ഓക്കേടാ. ഇനി അവസാനത്തെ നമ്മുടെ ഡിഫറൻഷ്യബിലിറ്റിയിലെ അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി. ഐഡന്റിഫൈ ദ ഫോളോയിങ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഏതാടാ മക്കളെ? ഈ ഫംഗ്ഷൻ ഏതാ? ഒന്നുമില്ല, മോഡ് സൈൻ എക്സാ. മോഡ് സൈൻ എക്സ്, അതായത് സൈൻ എക്സിന് മോഡ് കൊടുത്താലാണ് ഇങ്ങനെ കാണാം. ഇനി ഇയാൾ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇയാൾ ഡിഫറൻഷ്യബിൾ ആണോ? ആണെങ്കിൽ വൈ. ഇയാൾ ഡിഫറൻഷ്യബിൾ അല്ല, ഇത് ഡിഫറൻഷ്യബിൾ അല്ല. കാരണം എന്താ? ഒരു സ്മൂത്ത് കേർവ് അല്ല, ഒരു ഷാർപ്പായിട്ടുള്ള എഡ്ജുകൾ നമ്മൾ ഗ്രാഫിൽ കാണുന്നുണ്ട്. ഒന്നിലധികം ടാൻജൻസ് വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ഡിഫറൻഷ്യബിൾ അല്ല. നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാൻ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഞാൻ എന്താക്കിയിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ എന്താക്കുക? ഇതിന്റെ ആൻസർ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് ഏതാ ചാപ്റ്റർ? എടാ ഇത് ചാപ്റ്റർ എന്താ പറയപ്പോ? ഇനി ചാപ്റ്റർ ഏതാണുള്ളത്? അത് നോക്കിയെങ്കിലും വരണ്ടേ? ഒന്ന് പറയാനല്ലേ മോനെ? ഞാൻ തൃപ്തനാണ്. ഓക്കെ, യെസ്. എടാ നമ്മുടെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ഭാഗം എന്തായിട്ടുണ്ട്? കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനോട് തൊട്ടനുബന്ധിച്ച് വരുന്ന ഒരാളാണ് അടുത്ത ചാപ്റ്റർ. ആരാ? ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. എന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഈ ഭാഗം. എടാ ഇതൊന്നും 6 മാർക്കിനാണ് ചോദിക്കാറ്. 6 മാർക്കിനാണ് എക്സാമിന് ചോദിക്കാറ്. നമ്മുടെ ഡിഫറൻഷിയേഷനുമായിട്ട് ഒരുപാട് കണക്ഷൻ ഉള്ള, അല്ലെങ്കിൽ അതിന്റെ ബാക്കിയാണ് ഡിഫറൻഷിയേഷന്റെ ആപ്ലിക്കേഷൻ ആണെന്ത്? ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് പറയുന്നത്. സമയം കളയാതെ നമുക്ക് എന്താ ചാപ്റ്ററിൽ കിടക്കാം. ഒന്നാമത്തെ ടോപ്പിക്കാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. മക്കളെ നമ്മളെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഐഡിയ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഫിസിക്സിലൊക്കെ പഠിക്കുന്നതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. എടാ എന്താണ്? ഒരു ഇൻസ്റ്റന്റിൽ ഫംഗ്ഷൻ ഉണ്ടാവുന്ന ചേഞ്ച് ആണെന്ത്? നമ്മുടെ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ. വിച്ച് മീൻസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക അറ്റ് ആൻ ഇൻസ്റ്റന്റ്. ഏതോ ഒരു പോയിന്റിൽ നമ്മൾ എന്താക്കാൻ പോകണം? അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് ആ വാല്യൂ നമ്മൾ എന്താക്കാൻ പോകണം? കൊടുക്കാൻ പോകണം. അത്ര മാത്രമേ ചെയ്യാൻ പോകുള്ളൂ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസിൽ. ഓക്കെ സാറേ, ഹർഷൻ ഹ്യൂമാനിറ്റീസ് ആണ്. ഹ്യൂമാനിറ്റീസ് എന്തിനാണ് വന്നിരിക്കുന്നത്? വേറെ ഒന്നും പോയി പഠിച്ചോ. യെസ്, ഹ്യൂമാനിറ്റീസ് ഉള്ള ആൾക്കാരൊക്കെ ചിലപ്പം പറയാൻ പറ്റില്ലടാ. ശ്രീരാഗെ ചിലപ്പോൾ പറയാൻ പറ്റില്ല. അവന് താല്പര്യം കൊണ്ടായിരിക്കും, മാത്സ് പഠിക്കാനുള്ള താല്പര്യം കൊണ്ടായിരിക്കും വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഇരുന്നു കേട്ടോ ഹർഷനെ. അങ്ങനെയാണെങ്കിൽ വന്നിരുന്ന് പഠിച്ചു. കാരണം നമുക്ക് ഹ്യൂമാനിറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഉണ്ടാവും ചില മാത്സ് പഠിച്ച നന്നായിരുന്നു, അല്ലേ, മാത്സ് അത്രയും അടിപൊളിയാണ്, അങ്ങനെ തോന്നുന്ന ആൾക്കാരുണ്ടാവും. ആ ആൾക്കാർക്ക് എന്തൊക്കെ വന്നിരിക്കുക, ഇരുന്ന് പഠിക്കാൻ പറ്റും. ഓക്കേടാ. ഇനി യെസ്, ഓക്കേടാ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത നോക്കണേ. മാർച്ച് 2021 ഫറ. യെസ്, ഓക്കെ ഫറക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. യെസ്. എടാ മാർച്ച് 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പലപ്പോഴായി റിപ്പീറ്റ് അടിച്ച് വരുന്നത് കാണാൻ പറ്റാറുണ്ട്. സർക്കിളിൻ്റെ റേഡിയസുമായിട്ട് ബന്ധപ്പെട്ട്, സർക്കിളിൻ്റെ റേഡിയസും ആൻഡ് ഏരിയയുമായിട്ട് കണക്ട് ചെയ്തിട്ട്. അപ്പം മക്കളെ നമ്മൾ ചെയ്യാൻ പോകുന്നു. യെസ്. എടാ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഏരിയ ഓഫ് എ സർക്കിൾ പെർ സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് ആർ വെൻ ആർ ഇസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. നമ്മുടെ സർക്കിളിൻ്റെ ഏരിയൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കണം. വെൻ ആർ ഇസ് ഈക്വൽ ടു 5, റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആകുമ്പോൾ. അപ്പം നമ്മുടെ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താടാ? πr² ആണ്. ഏരിയ ഇസ് ഈക്വൽ ടു πr² ആണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ dA/dr വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ് ചോദിച്ചത്. വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ് ചോദിച്ചത്. അതുകൊണ്ട് നമ്മൾ എന്താക്കണം? ഏരിയ ഫംഗ്ഷനെ ആർ എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്തിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം, ഡിഫറൻഷിയേഷൻ ചെയ്യണം. ഓക്കെ അല്ലേ മക്കളെ? ഈക്വൽ ടു d/dr ഓഫ് πr² വിച്ച് ഇസ് ഈക്വൽ ടു 2πr. 2πr എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ മക്കളെ? 2πr എന്ന് കിട്ടി. പക്ഷേ നമ്മളോട് പറഞ്ഞത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വെൻ ആർ ഇസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ വരുന്ന ഈ ആറിന് നമ്മൾ എന്താക്കണം? 5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന 5 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കണം. വിത്ത് റെസ്പെക്ട് ടു ടൈം ആയതുകൊണ്ട് നമ്മൾ
സെന്റിമീറ്റർ പെർ സെക്കൻഡ്, സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആയിട്ട് മാറും. യെസ്, സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ് ചോദിക്കുന്നത് കേട്ടോ മക്കളെ. അപ്പോൾ എന്തായിട്ട് മാറി? ഡി പൈ ആർ സ്ക്വയർ അല്ലെങ്കിൽ ഡി എ ബൈ കൊടുക്കാം, ഏരിയ അല്ലേ. ഇപ്പം ഡി എ ബൈ ഡി ആർ ഏതാ ഇൻസ്റ്റന്റ്, ഏതാ ആർ ഇസ് ഈക്വൽ ടു 5 എന്ന് പറയുന്ന ഇൻസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ആർ ഇസ് ഈക്വൽ ടു 5 എന്ന് കൊടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു 2 പൈ ഇൻറ്റു ആറിന് പകരം എന്ത് കൊടുക്കണം? ആറിന് പകരം 5 കൊടുക്കണം, വിച്ച് ഇസ് ഈക്വൽ ടു 10 പൈ. 10 പൈ ആൻസർ ആയോ? ഇല്ല, സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് യൂണിറ്റും കൂടിയും കൊടുക്കണം. നമ്മൾ എന്താക്കുന്നു? 10 പൈ സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിലാണ് നമ്മൾ എന്താക്കുന്നത്? നമ്മുടെ ഏരിയ ഫംഗ്ഷൻ എന്താവുന്നത്? ചേഞ്ച് ആവുന്നത് വെൻ ആർ ഇസ് ഈക്വൽ ടു 5 ആകുമ്പോൾ, റേഡിയസ് 5 ആകുമ്പോൾ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു, ഇത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, യെസ്. ശ്രീരാഗ് ഇവിടെ ശ്രദ്ധിക്കുന്നില്ലേ? ശ്രീരാഗ് മൈൻഡ് ഒന്നും വേറെ എവിടേക്കും പോയില്ലല്ലോ? യെസ്, ഓക്കെ, യെസ്. ഫറ മനസ്സിലായി, ഫറ. ഓക്കേടാ. ഇനി മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? The volume of a cube is increasing at a rate of 9 cubic centimeter per second. ഒരു ക്യൂബിൻ്റെ വോളിയം എന്താകുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഏത് റേറ്റിലാണ്? 9 cubic centimeter per സെക്കൻഡിലാണ്. ഹൗ ഫാസ്റ്റ് ഈസ് ദ സർഫസ് ഏരിയ ഇൻക്രീസിങ് വെൻ ദ ലെങ്ത് ഓഫ് എനർജി ഈസ് 10 centimeters? ഞാൻ ഓർക്കുന്നു. എടാ ഇതാരടാ? അസ്ലം സാർന്ന്. ഷോ, അതേതാ അസ്ലം സാർ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടൊന്നും? അത് ഞാനല്ലല്ലോ, ഞാൻ ഓർക്കുന്നു. ആ ആളെ ഞാൻ ഓർക്കുന്നില്ല. ഫറനെ മനസ്സിലായി. ഓക്കെ, യെസ്. എടാ നോക്കിക്കേ, ഹൗ ഫാസ്റ്റ് ഈസ് ദ സർഫസ് ഏരിയ ഇൻക്രീസിങ് വെൻ ദ ലെങ്ത് ഓഫ് എനർജി ഈസ് 10 centimeters. അപ്പോൾ നമ്മൾ സർഫസ് ഏരിയ എത്ര സ്പീഡിലാണ് ഇൻക്രീസ് ചെയ്യുന്നതാണ് ചോദിച്ചത്. എപ്പം? എഡ്ജിൻ്റെ ലെങ്ത് എത്ര ആകുമ്പോൾ? 10 centimeter ആകുമ്പോൾ, 10 centimeter ആയിരിക്കുമ്പോൾ. അപ്പോൾ തന്ന കാര്യം നമുക്ക് നോക്കാം. വോളിയം ഇൻക്രീസിങ് അറ്റ് എ റേറ്റ് ഓഫ്, അത് നമുക്ക് എഴുതാം. എടാ ഇൻക്രീസിങ് അറ്റ് എ റേറ്റ് ഓഫ് എന്താ നമ്മുടെ ഇവിടെ വേരിയബിൾ എന്താ? പെർ സെക്കൻഡ്. ഡി ടി ആണ്, ഡി വി ബൈ ഡി ടി ആണ് തന്നത്. ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എന്താ തന്നത് മക്കളെ? 9 cubic centimeter per second. എടാ 9 centimeter cube per second, 9 centimeter cube per second ആണ്. ഓക്കെ ആണല്ലോ? ഇനി വി എന്ന് പറഞ്ഞാൽ എന്താ? എടാ ഒരു ക്യൂബിൻ്റെ വോളിയം എന്താണ് വരിക? എൻ്റെ മക്കളൊന്ന് ആലോചിച്ച് പറഞ്ഞേ. വോളിയം ഓഫ് എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. നമ്മൾ ചെറുപ്പത്തിലേ പഠിക്കുന്നതാണ്. എന്താണ് ക്യൂബിൻ്റെ വോളിയം? എ ക്യൂബാണ്. എന്താണ്? എ ക്യൂബാണ് വോളിയത്തിന് നമ്മുടെ ക്യൂബിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ എന്താക്കുന്നു? ഇവിടെ വിക്ക് പകരം എന്ത് കൊടുക്കുന്നു? എ ക്യൂബ് എന്ന് കൊടുക്കുന്നു. ഓക്കെ ആണെങ്കിൽ മക്കളെ ഡി ബൈ ഡി ടി ഓഫ് എ ക്യൂബ്, a cube. ഓക്കെ, which is equal to 9 ആണ്. ഇനി മക്കളെ ഡെറിവേറ്റീവ് ഓഫ് എ ക്യൂബ് ഒരു വേരിയബിൾ ആണ്. അപ്പം എ ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? എക്സ് ക്യൂബ് ആണെങ്കിൽ 3x² ആണ്. എ ക്യൂബ് ആണെങ്കിൽ എന്തായിട്ട് മാറും മക്കളെ? എ ക്യൂബ് ആണെങ്കിൽ എന്തായിട്ട് മാറും? ഇവിടെ പേജോടെ പോയി. യെസ്, എ ക്യൂബ് ആണെങ്കിൽ എന്തായിട്ട് മാറി മക്കളെ? 3.6 centimeter square പെർ സെക്കൻഡ് ഉണ്ട് കേട്ടോ. ശ്രീരാഗ് കറക്റ്റാടാ, ശ്രീരാഗ് ചെയ്ത കറക്റ്റാണ്. ഓക്കെ, യെസ്. എടാ എന്ത് ചെയ്യണം? ഡി ബൈ ഡി ടി ഓഫ് എ ക്യൂബ് എന്ന് പറഞ്ഞാൽ 3a². എന്താ വരിക? 3a². കഴിഞ്ഞോ? ഡി ബൈ ഡി ടി ഓഫ് എ ക്യൂബ് 3a² വന്നു. പക്ഷേ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കണം? ഡി എ ബൈ ഡി ടി എന്ന് കൊടുക്കണം. വിച്ച് ഇസ് ഈക്വൽ ടു 9. ഓക്കെ ആണല്ലോ മക്കളെ? ഇനി നമുക്ക് ഇതിൽ നിന്നും ഡി എ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഡി എ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 9/3a². 9ഉം 3യും ക്യാൻസലായി 3/a² ആയിട്ട് മാറി. 3/a². ഡി എ ബൈ ഡി ടി എന്ത് കിട്ടി? 3/a² കിട്ടി. ശ്രീരാഗേ ഫറ എന്താ ശ്രീരാഗേ? ക്ലാസ് ശ്രദ്ധിക്കടാ. ഡി എ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 3/a² എന്ന് കിട്ടി. ഇനി മക്കളെ നമുക്ക് സർഫസ് ഏരിയൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് നോക്കാം. സർഫസ് ഏരിയ ഒരു ക്യൂബിന്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താടാ? എസ് ഇസ് ഈക്വൽ ടു എസ് എന്ന് കൊടുക്കാം. എസ്
ഈക്വൽ ടു 6a² ആണ്. 6a² ആണ് നമ്മുടെ ഒരു ക്യൂബിന്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ds by dt is equal to d by dt of 6a² which is equal to 6 കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുത്തു. a² ഡെറിവേറ്റീവ് എന്താ? into 2a. ബട്ട് ഇവിടെ a ആണ് വേരിയബിൾ, വിത്ത് റെസ്പെക്ട് ടു t ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് കൊടുക്കണം? into da by dt. എടാ ഇതെല്ലാവരും മറന്നു പോകുന്ന ഒരാളാണ്. ഈ da by dt നിങ്ങൾ കൊടുക്കൂല. അപ്പൊ ആൻസർ എന്താവും? തെറ്റും. da by dt വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണല്ലോ മക്കളെ? ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എടാ അടുത്ത പേജിലേക്ക് പോവാണേ. ds by dt is equal to ds by dt is equal to 6 into 2a എന്താടാ? 12a into da by dt നമ്മൾ കണ്ടുപിടിച്ചു. ഈ കാണുന്ന ആൾ da by dt എത്രയാ? 3/a². അത് ഞാൻ അവിടെ കൊടുക്കുന്നു. into 3/a² which is equal to a² ക്യാൻസൽ ആയി. 12 into 3 എത്ര? 36. അപ്പൊ ds by dt എന്ത് കിട്ടി? 36/10 എന്ന് കിട്ടി. 36/a എന്ന് കിട്ടി. 10 അല്ലല്ലോ, 10 എവിടുന്ന് വന്നടാ? ആ 10 എവിടുന്ന് വന്നു? 36/a എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം മക്കളെ? ആൻസർ ആയി കഴിഞ്ഞിട്ടോ, ആയി. നമ്മുടെ സർഫസ് ഏരിയ ഏത് ഇൻസ്റ്റന്റിൽ എഡ്ജ് എത്ര ആകുമ്പോൾ, നമ്മുടെ എഡ്ജ് എ എന്ന് പറയുന്ന ആൾ എത്രയാവുമ്പോഴാണ് ചേഞ്ച് ചോദിച്ചത്, അല്ലെങ്കിൽ അതിന് ഇൻക്രീസ് ചോദിച്ചത്? 10 സെന്റിമീറ്റർ ആകുമ്പോൾ. എത്രയാണ്? 10 സെന്റിമീറ്റർ ആകുമ്പോൾ. വിച്ച് മീൻസ് ds by dt അറ്റ് ഏത് ഇൻസ്റ്റന്റ് ആണ്? a is equal to 10 എന്ന് പറയുന്ന ഇൻസ്റ്റന്റ്, which is equal to 36/10 equal to 3.6 സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആയിട്ട് മാറും. 3.6 സെന്റിമീറ്റർ പെർ സെക്കൻഡിൽ എന്താവുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫംഗ്ഷൻ സർഫസ് ഏരിയ. ഈ ക്യൂബിന്റെ സർഫസ് ഏരിയ എന്താവുന്നുണ്ട്? 3.6 സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിൽ എന്താവുന്നുണ്ട്? ഇൻക്രീസ് ആവുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആൻസർ വരിക. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏത് റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത് വെച്ചാൽ എന്ത് പറയും നമ്മൾ? 3.6 സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിൽ ഇൻക്രീസ് ആവുന്നുണ്ട്. ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു മക്കളെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. The length x of a rectangle is increasing at the rate of 4 cm per second and the width y as decreasing. As ആണ് y is ആണ്, ഇത് is decreasing. Y is decreasing at the rate of 5 cm per second. Find the rates of change of its area, rectangle area, when x is equal to 10 cm and y is equal to 5 cm. ഒരു rectangle ഉണ്ട്. റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ x ആണ്. അതേപോലെ വിഡ്ത്ത് എന്ന് പറഞ്ഞാലോ? വിഡ്ത്ത് y ആണ്. എക്സും വൈയും വരുന്നത്. അപ്പൊ ലെങ്ത് ഇൻക്രീസ് ആവുന്നുണ്ട്. dx by വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പൊ dx by dt is equal to ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് വന്നു? 4 സെന്റിമീറ്റർ പെർ സെക്കൻഡിൽ. ഇനി വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ y ആണ്. y ഡിക്രീസ് ആവുന്നുണ്ട്. ഏതാ റേറ്റ്? 5 സെന്റിമീറ്റർ പെർ സെക്കൻഡിൽ. അപ്പം dy by dt is equal to ഡിക്രീസിങ് ആയതുകൊണ്ട് നമ്മൾ എന്താക്കണം? നെഗറ്റീവ് സൈൻ കൊടുക്കണം. എന്ത് കൊടുക്കണം? നെഗറ്റീവ് സൈൻ. -5 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. -5 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് നമുക്ക് തന്ന കാര്യങ്ങൾ. ഇനി ചോദിച്ചത് എന്താണ്? ഇതിന്റെ ഏരിയ x 10 ആവുമ്പം y 5 ആവുമ്പം വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ചോദിച്ചത്. അപ്പൊ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്താണ്? ഏരിയ x into y ആണ്. അങ്ങനെയാണെങ്കിൽ da by dt എന്തായിരിക്കും? da by dt വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. da by dt is equal to d by dt of x into y. എക്സും വൈയും എന്താണ്? വേരിയബിൾ ആണ്, ഫങ്ഷൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. വിച്ച് ഇസ് ഈക്വൽ ടു x into എന്താ പ്രൊഡക്റ്റ് റൂൾ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ dy by dt പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ dx by dt ഈക്വൽ ടു മക്കളെ dy by dt എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട്. dy by dt is equal to -5 ആണ്. നേരെ ആ വാല്യൂ കൊടുക്കുന്നു. x into -5 പ്ലസ് dx by dt എന്ന് പറഞ്ഞാലോ 4 ആണ്. അത് നേരെ അവിടെ വാല്യൂ കൊടുക്കുന്നു. y into 4 which is equal to -5x plus 4y.
-5x + 4y എന്ന് നമുക്ക് എന്ത് കിട്ടി? dA/dt എന്ന് കിട്ടി. dA/dt എന്ന് കിട്ടി. -30 cm²/s എന്ന് ശ്രീരാഗ് പറയുന്നു. ഡിക്രീസിങ് ആണോ ഇൻക്രീസിങ് ആണോ? ഡിക്രീസിങ് ആണോ ഇൻക്രീസിങ് ആണോ ശ്രീരാഗ്? ഇനി എന്താക്കണം? ഏതാ ഇൻസ്റ്റന്റ്? x = 10 സെന്റിമീറ്ററും y = 5 സെന്റിമീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ dA/dt ഏത് ഇൻസ്റ്റന്റിലാണ് കാണേണ്ടത്? dA/dt ഏത് ഇൻസ്റ്റന്റ് ആണ്? x = 10 സെന്റിമീറ്റർ, y = 5 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ. നേരെ എക്സിനും വൈക്കും ഈ വാല്യൂ കൊടുക്കുന്നു. എക്സിനും വൈക്കും ഈ വാല്യൂ കൊടുക്കുന്നു. ഈക്വൽ ടു -5 ഇൻറ്റു y എന്താ വന്നത്? -5 ഇൻറ്റു എക്സ് എന്താ വന്നത്? -5 ഇൻറ്റു 10 പ്ലസ് നെക്സ്റ്റ് എന്താ വന്നത്? 4 ഇൻറ്റു y എന്താ? 5 ആണ്. ഈക്വൽ ടു -5 ഇൻറ്റു 10 -50 -50 പ്ലസ് 20 വിച്ച് ഇസ് ഈക്വൽ ടു -30 cm²/s. cm²/s. ഡിക്രീസിങ്. കറക്റ്റ് ആണ് ശ്രീരാഗ്, കറക്റ്റ് ആണ് പറഞ്ഞത്. നെഗറ്റീവ് വന്നാൽ മക്കളെ മനസ്സിലാക്കിക്കോ, ഡിക്രീസിങ് ആണ്. നമ്മുടെ ഏരിയ ഡിക്രീസിങ് ആണ്. ഏത് റേറ്റിൽ? 30 cm²/s എന്ന് പറയുന്ന റേറ്റിൽ നമ്മുടെ ഏരിയ ഡിക്രീസിങ് ആണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ? യെസ്, ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് നമുക്ക് എന്താക്കാം? ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ആളിലേക്ക് പോവാം. അടുത്ത ആളാരാ? ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ. എടാ ഒരു ഫംഗ്ഷൻ, ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും ആവാം ഡിക്രീസിങ്ങും ആവാം, ഇങ്ങനെയൊക്കെ പോലെ. അപ്പം ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നമ്മൾ എന്താക്കണം? ചെക്ക് ചെയ്യണം, മനസ്സിലാക്കണം. അതിന് വേണ്ടിയുള്ള മെത്തേഡാണ്. ഡീറ്റെയിൽ ആയിട്ട് തിയറി ഒക്കെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്താക്കുക? അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് മാത്രം മനസ്സിലാക്കി വെക്കുക. എടാ ഇൻക്രീസിങ് ആണ് ഒരു ഫംഗ്ഷൻ, ഇൻക്രീസിങ് ആണെങ്കിൽ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആണെങ്കിൽ ഇതിലൊരു കാര്യം കൂടി ചോദിക്കും, ഇന്റർവെൽ കണ്ടുപിടിക്കാനും പറയും. ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, ഒരു ക്ലോസ്ഡ് ഇന്റർവെൽ a,bയിൽ, അങ്ങനെയാണെങ്കിൽ f' എന്തായിരിക്കും? >0 ആയിരിക്കും. എന്തായിരിക്കും? f' >0 ആയിരിക്കും ഫോർ ഈച്ച് x ബിലോങ്സ് ടു a,b. ഫോർ ഈച്ച് x ബിലോങ്സ് ടു a,b. അപ്പം ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? >0 ആയിരിക്കും. ഇനി മക്കളെ ഒരു ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. സാറേ ഹാപ്പി അല്ലേ? എടാ ശ്രീരാഗ് ഹാപ്പി ആടാ, ഒരുപാട് സന്തോഷം. നീ ഇങ്ങനെ ആൻസർ പറയുന്നതിൽ, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ അല്ലെങ്കിൽ ഓരോ ഉത്തരങ്ങൾ പറയുന്നതിൽ ഭയങ്കര സന്തോഷം മോനെ. ഓക്കെ എടാ, f ഈസ് ഡിക്രീസിങ് ഇൻ ക്ലോസ്ഡ് ഇന്റർവെൽ a,b ഇഫ് f' <0. അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0നേക്കാൾ ചെറുതാണെങ്കിൽ ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസിങ് ആണ്. ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസിങ് ആണ്. ഫോർ ഈച്ച് x ബിലോങ്സ് ടു a,b. ഈ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും. എപ്പം? f' 0ന് ഈക്വൽ ആണെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഫംഗ്ഷൻ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത്രയും കാര്യം പറഞ്ഞാൽ മതി. നമുക്ക് എന്താക്കാം? വേഗം ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ f given by f(x) = x³ - 3x² + 4x x belongs to R is increasing on R. ഇത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. നമ്മൾ എന്താക്കണം? ഷോ ചെയ്യണം, കാണിച്ചു കൊടുക്കണം. ഇൻക്രീസിങ് ആണ്, ഇങ്ങനെ കയറിപ്പോവും അല്ലേ? മൊത്തം താഴോട്ട് പോയില്ലേ? ഫംഗ്ഷൻ ഗ്രാഫ് എന്താവില്ല, താഴോട്ട് പോയേ ഇല്ല, ഇങ്ങനെ കയറിപ്പോവും അല്ലേ? കയറിപ്പോകുന്ന ഫംഗ്ഷനാണ്. ഡിക്രീസിങ് ആണെങ്കിൽ ഇൻക്രീസിങ് ഡിക്രീസിങ്ങും, എക്സ് കൂടുമ്പം ഫംഗ്ഷൻ എന്താവണം? വാല്യൂ ഇങ്ങനെ കൂടി പോകണം. ഡിക്രീസിങ് ആണെങ്കിലോ എക്സ് കൂടുമ്പം ഫംഗ്ഷൻ ഇങ്ങനെ കുറഞ്ഞു വരും. ഇതാണ് ഇൻക്രീസിങ് ഡിക്രീസിങ്ങും. ഐഡിയ മനസ്സിലുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്കിത് ഇൻക്രീസിങ് ആണെന്ന് കാണിക്കണം. എടാ ഇൻക്രീസിങ് ആണ് കാണിക്കാൻ മക്കളെ തന്ന കാര്യം f(x) തന്നു. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? f'(x) കണ്ടുപിടിക്കാൻ f'(x) x³ ഡെറിവേറ്റീവ് എന്താടാ? 3x² മൈനസ് 3x² ഡെറിവേറ്റീവ് എന്താ? 6x പ്ലസ് 4x ഡെറിവേറ്റീവ് എന്താ? 4. f' എന്ത് കിട്ടി? 3x² മൈനസ് 6x പ്ലസ് 4 എന്ന് കിട്ടി. ഇനി ഇത് >0 എന്ന് കാണിച്ചാൽ നമുക്ക് എന്ത് പറയാം? f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഓക്കെ. ഇനി ഞാൻ ഇയാൾ ഒന്ന് ചെറിയൊരു രീതി അറേഞ്ച് ചെയ്യാൻ പോകണം മക്കളെ. ഈക്വൽ ടു, ഞാൻ ഈ 4ന് +4 എന്ന് പറയുന്ന ആളെ 3+1 എഴുതാൻ പോവാണ്. ഇപ്പം 3x², കാരണം ഇതിലൊരു x², എക്സിന് പവറായിട്ട് ഒരു a-b² പവറിൽ വരുന്ന ഒരാളുണ്ട് എന്ന് കാണിച്ചാൽ, അതായത് സ്ക്വയേഴ്സ് ഒക്കെ എന്താണ്? പോസിറ്റീവാണ് നമുക്കറിയാം. അതുകൊണ്ട് ഇയാൾ ഇൻക്രീസിങ് ആക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിലൊരു സ്ക്വയർ ഉണ്ട്, ഇതിലൊരു ഏതോ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിടക്കുന്നുണ്ട്. ആ പെർഫെക്റ്റ് സ്ക്വയർ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. 3x² മൈനസ് 6x പ്ലസ് 3+1 ഈക്വൽ ടു, ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. 3 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഇപ്പം 3 കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പോൾ എന്ത് വന്നു? x² മൈനസ് 2x പ്ലസ് 1 പ്ലസ് 1
ഓക്കെ ആണോ മക്കളെ? ഇനി ഇയാളെ നോക്കിക്കോ മക്കളെ, എക്സ് സ്ക്വയർ മൈനസ് 2x+1 എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ അല്ലേ? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയറിന്റെ ഫോം ആണെന്ത്? എക്സ് സ്ക്വയർ മൈനസ് 2x+1 എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇയാൾ എനിക്ക് മാറ്റി എഴുതാൻ പറ്റും 3 ഇൻറ്റു എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1. എടാ ഏത് നമ്പർ സ്ക്വയർ വന്നാലും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതിനോട് ഒന്ന് കൂട്ടിയാലോ അതും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എനിക്ക് എന്ത് പറയാം? ഗ്രേറ്റർ ദാൻ 0 എഫ് ഡാഷ് ഓഫ് എക്സ്. സാറേ സൂപ്പർ, ജിതിൻ കൃഷ്ണ സീക്ക പറയുന്നു സാറേ സൂപ്പർ ട്രിക്ക്. യെസ്, താങ്ക് യു ജിതിൻ. നീയും അതേപോലെ ട്രിക്ക് യൂസ് ചെയ്യട്ടോ. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ഗ്രേറ്റർ ദാൻ എന്ത് വന്നു? ഗ്രേറ്റർ ദാൻ എന്ത് വന്നു? 0 വന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിംഗ് ആണ്. സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇൻക്രീസിംഗ് പറയാം, ചോദിച്ചതാണ് ഇൻക്രീസിംഗ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അവസാനം എഴുതാം എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിംഗ്. കൺക്ലൂഷൻ ആയിട്ടോ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുമ്പോൾ കൺക്ലൂഷൻ നിങ്ങൾ എഴുതാൻ മറക്കരുത്. ഇൻക്രീസിംഗ് ഓൺ ആർ. ഇതും കൂടി എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസറായി. ഇതാണ് മക്കളെ ഇൻക്രീസിംഗ് ആണെന്ന് കാണിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. ഡിക്രീസിംഗ് ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. ലെസ് ദാൻ 0 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x ആണ്. എടാ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 6 ആണ്. ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ്, സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണ്. അതിൻ്റെ ഇൻ്റർവെൽസാണ് കണ്ടുപിടിക്കാറ്. എന്താ പറഞ്ഞത്? ഇൻ്റർവെൽസ് കണ്ടുപിടിക്കണം. അപ്പോൾ മക്കളെ ആദ്യം ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡിന് ഒരു മാറ്റമില്ല. എഫ് ഡാഷ് ഓഫ് എക്സ് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. ഫസ്റ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും? എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എന്താ? 2x മൈനസ് 4x ഡെറിവേറ്റീവ് എന്താ? മൈനസ് 4 പ്ലസ് 6 ഡെറിവേറ്റീവ് എന്താ? 0 ആണ്. അയാൾ എഴുതണ്ട. 2x മൈനസ് 4 എന്ന് കിട്ടി. ഇനി ചെയ്യേണ്ടത് നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ്സ് അല്ലെങ്കിൽ എക്സ് 0 ആവുന്ന എക്സിന് വാല്യൂസ് കണ്ടുപിടിക്കണം. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് ചില നമ്പേഴ്സ് കിട്ടും, ചില വാല്യൂസ് കിട്ടും. അത് വെച്ച് നമുക്ക് എന്താക്കാം? ഇന്റർവെൽസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുന്നു. വിച്ച് ഇംപ്ലൈസ് 2x മൈനസ് 4 is equal to 0. കാരണം എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 2x മൈനസ് 4 ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ 2x മൈനസ് 4 ആയിരിക്കും 0 ഈക്വൽ ആയിരിക്കും. അപ്പോൾ 2x മൈനസ് 4 is equal to 0 ആണെങ്കിൽ 2x is equal to 4. x is equal to 4/2 equal to 2. എക്സിന് ഒരു നമ്പർ കിട്ടി. എക്സിന് 2 എന്ന് പറയുന്ന നമ്പർ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു നമ്പർ ലൈൻ വരയ്ക്കുക. ഒരു നമ്പർ ലൈൻ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് 2 എന്ന് പറയുന്ന പോയിന്റ് അടയാളപ്പെടുത്തുന്നു. ഇങ്ങോട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി, ഇങ്ങോട്ട് നെഗറ്റീവ് ഇൻഫിനിറ്റി. രണ്ട് സൈഡിലേക്ക്, ഒരു സൈഡിലേക്ക് പോസിറ്റീവ് ഇൻഫിനിറ്റി ഉണ്ട്, മറ്റേ സൈഡിലേക്ക് നെഗറ്റീവ് ഇൻഫിനിറ്റി ഉണ്ട്. 2 എന്ന് പറയുന്ന നമ്പർ അടയാളപ്പെടുത്തി. ഇനി മക്കളെ രണ്ട് ഇന്റർവെൽസ് നമുക്ക് കിട്ടി. ഒന്നാമത്തെ ഇന്റർവെൽ എന്താ? 2 മുതൽ ഇൻഫിനിറ്റി വരെ പോകുന്നത്. പിന്നത്തെ ഇന്റർവെല്ലോ 2 മുതൽ നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഇന്റർവെല് മൈനസ് ഇൻഫിനിറ്റി ടു 2. അതേപോലെ രണ്ടാമത്തെ ഇന്റർവെൽ എന്താ? 2 ടു ഇൻഫിനിറ്റി. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു കോളൊക്കെ വരച്ചിട്ട്, ഇങ്ങനെ ഒരു കോളം വരച്ചിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് കാണാം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ മൈനസ് ഇൻഫിനിറ്റിക്കും 2നും ഇടയിൽ വരുന്ന ഏതെങ്കിലും ഒരു നമ്പർ നമ്മൾ എന്താക്കുന്നു? എഫ് ഡാഷ് ഓഫ് എക്സിന് കൊടുക്കുന്നു. അതായത് ഇയാൾക്ക് കൊടുക്കുന്നു. അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആയിരിക്കും. അത് ലെസ് ദാൻ 0 ആണെങ്കിൽ ആ ഇന്റർവെൽ ഫംഗ്ഷൻ എന്തായിരിക്കും? ഡിക്രീസിംഗ് ആയിരിക്കും. അപ്പം ഞാൻ എന്താക്കുന്നു? മൈനസ് ഇൻഫിനിറ്റിക്കും 2നും ഇടയിൽ വരുന്ന ഒരു നമ്പർ ആണെന്ത്? 1 എന്ന് പറയുന്ന നമ്പർ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 2x അല്ലേ? 2x മൈനസ് 4 ആണ്. 2x മൈനസ് 4 ആണ്. അത് ഞാൻ എന്താക്കുന്നു? എഫ് ഓഫ് 1 കാണുന്നു. എഫ് ഓഫ് 1 മൈനസ് ഇൻഫിനിറ്റിക്കും 2നും ഇടയിൽ വരുന്ന ഒരു നമ്പറാണ്. അയാൾ എന്തായിട്ട് മാറും? 2 into 1 minus 4 which is equal to minus 2 less than 0, which means minus infinity to 2 എന്ന് പറയുന്ന ഇന്റർവെൽ ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ എന്താണ് മക്കളെ? ഫംഗ്ഷൻ എന്താ? ഡിക്രീസിംഗ് ആണ്. ഫംഗ്ഷൻ ഡിക്രീസിംഗ്. ഫംഗ്ഷൻ കുറച്ച് മുകളിലേക്ക് ഇടാം. ഇയാളൊന്ന് ഞാൻ മാറ്റി കളട്ടോ. ഇതിങ്ങനെ എടുത്ത് ഇയാൾ പോട്ടെ ഇയാളൊന്ന് മുകളിലിട്ടാം. യെസ്, ഇയാളെ മുകളിലോട്ട് ഇട്ടോ. ഇനി മക്കളെ ഇയാളെ ഞാൻ എന്താക്കാണെന്ന് മാറ്റാണ്? എഫ് ഡാഷ് ഓഫ് എക്സ്. ഇനി ഫംഗ്ഷന്റെ രൂപം, ഫംഗ്ഷൻ എന്ന് പറയുന്ന ആള് എടാ
എഫ് ഡാഷ് ഓഫ് എക്സ് ദാ എഫ് ഡാഷ് ഓഫ് 1 എഫ് ഡാഷ് ഓഫ് 1 -2 കിട്ടി, ലെസ് ദാൻ 0 ആണ്, വിച്ച് മീൻസ് ഫംഗ്ഷൻ എന്താണ്, ഡിക്രീസിങ് ആണ്. എഫ് ഡാഷ് ഓഫ് -1 ലെസ് ദാൻ 0 ആയതുകൊണ്ട് ഡിക്രീസിങ്, ഫംഗ്ഷൻ ഡിക്രീസിങ്. ഇനി 2 to ഇൻഫിനിറ്റി, രണ്ടിൻ്റെയും ഇൻഫിനിറ്റിൻ്റെയും ഇടയിൽ വരുന്ന ഒരു നമ്പർ 3 എടുത്തൂടെ. അപ്പം ഞാൻ എന്താക്കാണ്, എഫ് ഡാഷ് ഓഫ് 3 കാണാണ്, എഫ് ഡാഷ് ഓഫ് 3 വിച്ച് ഇസ് ഈക്വൽ ടു 2 × 3 - 4 which is equal to 6 - 4 which is equal to 2 greater than 0. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താണ്, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. നിങ്ങൾ ആൻസർ പേപ്പറിൽ കൃത്യമായിട്ട് ഇൻക്രീസിങ് ഡിക്രീസിങ് എഴുതുക. ഇതുപോലെ ആരോ മാർക്ക് ഇട്ട് കളിക്കരുത്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇന്റർവെല്ല് ഏത് ഇന്റർവെല്ലാണ് ഇൻക്രീസിങ് മക്കളെ, 2 to ഇൻഫിനിറ്റി. ഏത് ഇന്റർവെല്ലാണ് ഡിക്രീസിങ്, -∞ to. ഇങ്ങനെയാണ് ഇന്റർവെൽസ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മക്കളെ. ഇത് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ക്ലിയർ ആണെന്ന് കമന്റ് ചെയ്തേ. ഇത്തിരി വെള്ളം കുടിച്ചാലും മക്കളെ. ഓക്കേടാ, ക്ലിയർ ആണ്, സെറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാ പിടിച്ചോ. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x³ + 3x + 5 ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ ആർ. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പറ്റൂല. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് പറയും. എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വന്നാൽ ഇൻക്രീസിംഗ് എന്ന് പറയും, വെറും ഇൻക്രീസിംഗ് എന്ന് പറയും. അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കാണിക്കണം, എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് കാണിക്കണം. അപ്പോൾ ഞാൻ എഫ് ഡാഷ് ഓഫ് എക്സ് കാണുന്നു. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു x³ ഡെറിവേറ്റീവ് എന്താ മക്കളെ, 3x² ആണ്. 3xന്റെ ഡെറിവേറ്റീവ് എന്താ, 3 ആണ്, +3. 5ന്റെ ഡെറിവേറ്റീവ് എന്താ, 0 ആണ്, അയാൾ പോയി. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് 3x² + 3. മക്കളെ ഒന്ന് ആലോചിച്ചേ, സ്ക്വയർ വന്നു, ഓൾവേസ് പോസിറ്റീവ്, സ്ക്വയേഴ്സ് ഓൾവേസ് പോസിറ്റീവ്, +3 ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ ഇയാൾ എന്തായിരിക്കും, 0നേക്കാൾ വലുതായിരിക്കും, 0 പോലും ആവില്ല, 0നേക്കാൾ വലുതായിരിക്കും. കാരണം എന്താ, x² 0 കൊടുത്താൽ 0 ആയിട്ട് മാറും. പക്ഷെ ഒരു +3 ഉള്ളതുകൊണ്ട് ഇത് 0നേക്കാൾ എപ്പോഴും കൂടുതലായിരിക്കും, വലുതായിരിക്കും. അപ്പോൾ എന്തായിട്ട് മാറി മക്കളെ, എഫ് ഡാഷ് ഓഫ് എക്സ് ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. F dash of x greater than 0, therefore f of x is strictly increasing on R. ഇത്ര എഴുതി കഴിഞ്ഞാൽ ആൻസർ ആയി. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ ആണെങ്കിൽ ഇതാ അടുത്തൊരു ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഇൻക്രീസിങ് ഓൺ ആർ? സേ 2021 ചോദിച്ച ക്വസ്റ്റ്യനാ. എടാ സൈൻ എക്സ് ഇൻക്രീസിംഗ് അല്ല, സൈൻ എക്സ് എങ്ങനെ വരാ, ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇൻക്രീസിംഗ് അല്ല. കോസ് എക്സ് 2 cos x ആയാലും ഇങ്ങനെയാണ് വരിക, അതും എന്തല്ല ഇൻക്രീസിംഗ് അല്ല, ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് വരുന്നുണ്ട്. x³ എങ്ങനെ ഗ്രാഫ് വരിക, ഇങ്ങനെ വരുന്നതാണ്. അപ്പൊ x³ ഇൻക്രീസിംഗ് ആണ്. x² ഇൻക്രീസിംഗ് ആയിരിക്കുമോ? x² എങ്ങനെ ഗ്രാഫ് വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് എന്തല്ല, ഇൻക്രീസിംഗ് ഉണ്ട്, ഡിക്രീസിംഗ് ഉണ്ട്, കുറയുന്നുണ്ട്, കൂടുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് പറയാം, കറക്റ്റ് ആൻസർ x³ ആണ്. നമുക്ക് എന്താക്കാം, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടിട്ട് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടാലും ഇതേപോലെ ചെയ്യാൻ പറ്റും. എനിക്ക് വേണ്ട ഗ്രാഫിൻ്റെ ഐഡിയ ആൾക്കാർക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താക്കാം, x³ എന്ന് ആൻസർ കൊടുക്കാം. x³ ആണ് ഓൾവേസ് ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഫംഗ്ഷൻ, x³ എന്ന് പറയുന്ന ആൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഇൻക്രീസിംഗ് ഡിക്രീസിംഗിൽ ഇന്റർവെൽ കണ്ടുപിടിക്കാനുള്ള അവസാനത്തെ ക്വസ്റ്റ്യൻ. അതോടുകൂടി നമുക്ക് എന്താക്കാം, മാക്സിമ മിനിമ എന്ന് പറയുന്ന ടോപ്പിക്കിൽ കിടക്കാം. യെസ്, ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x² - 3x ഈസ് ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ആയിട്ട് ഇന്റർവെൽ കണ്ടുപിടിക്കണം. നമ്മൾ ചെയ്തതാണ് അതേപോലെ സെയിം മെത്തേഡിൽ മാർച്ച് 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. യെസ്, എഫ് ഓഫ് എക്സ് നമ്മൾ എന്താക്കണം, എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 2x² എന്താ വരിക, 2x² ഡെറിവേറ്റീവ് എന്താ മക്കളെ, 4x മൈനസ് 3x ഡെറിവേറ്റീവ് എന്താ, 3 ആണ്. 3 ആണ്. 4x - 3 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താക്കണം, ഇന്റർവെൽ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് 4x - 3 is equal to 0. അങ്ങനെയാണെങ്കിൽ 4x is equal to 3, x is equal to 3/4. എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി,
3/4 എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി നമ്പർ ലൈൻ വരയ്ക്കുന്നു. 3/4 എന്ന് പറയുന്ന പോയിന്റ് അടയാളപ്പെടുത്തുന്നു. ഇത് പോസിറ്റീവ് ഇൻഫിനിറ്റി, 3/4 മൈനസ് ഇൻഫിനിറ്റി. ഓക്കെ മക്കളെ, നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിൽ ഏത് ഇന്റർവെല്ലായിരിക്കും എന്ത് ചെയ്താൽ മതി? ഇവിടെ വരുന്ന ഒരു വാല്യൂ എടുക്കുക, നമ്പേഴ്സ് കൊടുക്കുക. ഏത് ഇന്റർവെല്ലായിരിക്കും ഇൻക്രീസിങ്, ഏത് ഇന്റർവെല്ലായിരിക്കും ഡിക്രീസിങ്? നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ഒന്ന് ചെയ്താൽ മതി. ഒരു കാര്യം, ഇവിടെ ഈ ഇന്റർവെല്ലിൽ, അതായത് ഇന്റർവെൽസ് ഏതൊക്കെയാണ്? -∞ to 3/4, -∞ to ഇന്റർവെൽസ്, -∞ to 3/4 ഒരു ഇന്റർവെൽ. രണ്ടാമത്തെ ഇന്റർവെല്ലോ 3/4 to ഇൻഫിനിറ്റി. ഇതിൽ ഓരോ ഇന്റർവെല്ലും ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നോക്കാൻ ഒന്നാമത്തെ ഇന്റർവെല്ലിൽ ഇയാളുടെ ഇടയിൽ വരുന്ന ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കുക. f'(x)ന് എന്താക്കുക? ആ വാല്യൂ കൊടുക്കുന്നു. അവിടെ f'(x) ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ നോക്കാം. എടാ 3/4ന്റെയും -∞ ഇടയിൽ വരുന്ന ഒരു നമ്പർ 0 കൊടുത്താൽ മതി. 0 കൊടുത്താൽ മനസ്സിലാവും. അതേപോലെ 3/4 ആൻഡ് ഇൻഫിനിറ്റി ഈ ഇന്റർവെൽ ആണെങ്കിലോ 1 കൊടുത്താൽ മതി. 3/4 എന്ന് പറഞ്ഞാൽ 0.75 ആണ്. അപ്പം ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു നമ്പർ ആരായിരിക്കും? 1 ആയിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കുക ഏത് ഇന്റർവെൽ ആയിരിക്കും ഇൻക്രീസിങ്, ഏത് ഇന്റർവെൽ ആയിരിക്കും ഡിക്രീസിങ്. നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. ഓക്കേടാ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കുക. ഇൻക്രീസിങ് ഡിക്രീസിങ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക് മാക്സിമ ആൻഡ് മിനിമ. മക്കളെ, ഈ മാക്സിമ മിനിമ കൃത്യമായിട്ട് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത സാധനം നമ്മുടെ ആപ്പിൽ കൃത്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മാക്സിമ മിനിമ വാല്യൂല് ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമ, അബ്സല്യൂട്ട് മാക്സിമ, അബ്സല്യൂട്ട് മിനിമ നമ്മളോട് ചോദിക്കാറുണ്ട്. എക്സാമിന് അധികം ചോദിക്കാറ് ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമയാണ്. പക്ഷേ അബ്സല്യൂട്ട് മാക്സിമ, അബ്സല്യൂട്ട് മിനിമ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അയാളെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആപ്പിൽ ആ വീഡിയോയിൽ കണ്ടാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇവിടെയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. മക്കളെ, ഈ ഒരു ഗ്രാഫിൽ നമ്മുടെ എ എന്ന് പറയുന്ന പോയിന്റ്, ഈ ഫംഗ്ഷൻ ഏറ്റവും മാക്സിമം വാല്യൂ വരുന്നത് എ എന്ന് പറയുന്ന പോയിന്റിലാണ്. അതേപോലെ മിനിമം വാല്യൂ വരുന്നത് ബി എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പം മനസ്സിലാക്കേണ്ടത് ഈ എ എന്ന് പറയുന്ന പോയിന്റ് ഈ ഫംഗ്ഷന്റെ ലോക്കൽ മാക്സിമയാണ്, അബ്സല്യൂട്ട് മാക്സിമയല്ല. കാരണം ഫംഗ്ഷൻ ചിലപ്പം ഇങ്ങനെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഒരു ലോക്കൽ മാക്സിമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നെയ്ബർഹുഡിൽ, ഒരു ചെറിയ ഭാഗത്തിൽ ഉള്ള മാക്സിമം വാല്യൂ ആണെന്ത് ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ എ എന്ന് പറഞ്ഞാൽ ലോക്കൽ മാക്സിമയാണ്. അതേപോലെ ബി എന്ന് പറഞ്ഞാലോ ലോക്കൽ മിനിമ. അതായത് ബിന്റെ നെയ്ബർഹുഡിൽ ഇയാൾ എന്തായിരിക്കും? ലോക്കൽ ആയിരിക്കും, അല്ലെങ്കിൽ മിനിമം ആയിരിക്കും, ലോക്കൽ മിനിമ. അതുകൊണ്ടാണ് ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമ എന്ന് പറയുന്നത്. ഇനി ഇത് കണ്ടുപിടിക്കാൻ, ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമവും കണ്ടുപിടിക്കാൻ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്നും രണ്ടാമത്തത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്നും പറയും. അതിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്ന ആളുണ്ട്, അയാളെ കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ നമ്മളോട് അധികം ചോദിക്കാറില്ല. അത് ഞാൻ പറഞ്ഞു തരും. പക്ഷേ നമ്മൾ അധികം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്താക്കുക ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. ഇതിൽ വേർഡ് പ്രോബ്ലംസ് വരുന്നുണ്ട്. ആ വേർഡ് പ്രോബ്ലംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മക്കളെ, മാക്സിമ ആൻഡ് മിനിമ സമയം കളയാതെ ഞാൻ പറയാൻ പോവാണ്. ഒരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ f'(x) ഞാൻ ഈ പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ എന്താക്കുന്നു, ഇയാളെ ഈ ഗ്രാഫിനെ f'(x) ഞാനിതാ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്താൽ ഇങ്ങനെ മെല്ലെ കൊണ്ടുപോവുകയാണെങ്കിൽ സൈൻ എന്താവും? f'(x)ന്റെ സൈന് എന്തായിട്ട് മാറും? പോസിറ്റീവിൽ നിന്നും എക്സിന് ആ എ എന്ന് പറയുന്ന പോയിന്റിന്റെ നെയ്ബർഹുഡിൽ വരുന്ന വാല്യൂസ് കൊടുത്താൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് പോകുമ്പോൾ പോസിറ്റീവ് സൈൻ എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ നെഗറ്റീവ് സൈൻ എന്തായിട്ട് മാറും? പോസിറ്റീവ് ആയിട്ട് മാറും. ബി എന്ന് പറയുന്ന പോയിന്റ് നെയ്ബർഹുഡിൽ ചില വാല്യൂസ് കൊടുത്താൽ, ചില വാല്യൂസ് ലെഫ്റ്റ് നിന്നുള്ള വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് എന്തായിട്ട് മാറും? പോസിറ്റീവ് ആയിട്ട് മാറും. ഇങ്ങനെയാണ് നമ്മൾ എന്താക്കുക ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമം മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ആ പോയിന്റ് ഞാൻ എന്താക്കുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് ഞാൻ എന്താക്കി നെയ്ബർഹുഡിലെ പോയിന്റ്സ് എടുത്ത് ഞാൻ ഇങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോയി. ഒരു മാറ്റവുമില്ല, f'(x)ന് ഒരു മാറ്റവുമില്ല, പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ട് മാറുന്നില്ല, പോസിറ്റീവ് തന്നെ അല്ലെങ്കിൽ നെഗറ്റീവ് തന്നെ. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തില്ല? ലോക്കൽ മാക്സിമ മിനിമ ഇല്ല. ആ പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് ആ പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ്. ഇതാണ് നമ്മൾ ജനറൽ ഐഡിയ എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ് ഞാൻ ഇപ്പം പറഞ്ഞ കാര്യം.
നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളല്ല, നമ്മളോട് അങ്ങനെ ചോദിക്കാറില്ല. എക്സാമിന് നമ്മൾ സൂപ്പറായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് ആര്? സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമം പോയിന്റ്സും അതിൻ്റെ വാല്യൂസും കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ്. ഇതിൽ മക്കളെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫംഗ്ഷൻ മനസ്സിലാക്കുക. പിന്നെ അതിൻ്റെ എഫ് ഡാഷ് ഓഫ് ആ ഫംഗ്ഷൻ കാണുക, എഫ് ഡാഷ് ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക. എന്നിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്ന ആളെ കണ്ടുപിടിക്കാനുണ്ട്. ആ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? എഫ് ഡാഷ് ഓഫ് എക്സിനെ, ഫസ്റ്റ് ഡെറിവേറ്റീവിനെ 0നെ കൊണ്ട് ഇക്വേറ്റ് ചെയ്യും. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് വരും. അത് 0 ആവാനുള്ള കാരണം മക്കളെ ഈ ഗ്രാഫിലുണ്ട്. ഈ പോയിന്റിൽ ഫംഗ്ഷന് ഞാൻ എഫ് ഓഫ് എ കണ്ടാൽ, എഫ് ഓഫ് എ എന്ന് പറയുന്ന വാല്യൂ കണ്ടാൽ 0 ആയിരിക്കും. അതേപോലെ എഫ് ഓഫ് ബി എന്ന് പറയുന്ന വാല്യൂ കണ്ടാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. സോറി, എഫ് ഡാഷ് ഓഫ് ബിയും എഫ് ഡാഷ് ഓഫ് എയും അതേപോലെ എഫ് ഡാഷ് ഓഫ് ബിയും കണ്ടാൽ എന്തായിരിക്കും വരിക? 0 ആയിരിക്കും വരിക. കാരണം ഇത് നമുക്കറിയാം, ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആണ്. ഇവിടെ സ്ലോപ്പ് എന്തായിരിക്കും? 0 ആണ് വരിക. സ്ലോപ്പ് എന്താണ്? 0 ആണ് വരിക. അതാണ് സംഭവിക്കുന്നത്. അതാണ് നമ്മൾ എന്താക്കുന്നത്? എഫ് ഡാഷ് ഓഫ് എക്സിനെ 0നെ കൊണ്ട് എന്താക്കുന്നു? ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പൊ എക്സിന് കുറച്ച് വാല്യൂസ് കിട്ടും. ആ വാല്യൂസ് വെച്ച് നമ്മൾ എന്താക്കുന്നു? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാണുന്നു. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിൽ എക്സിന്റെ ഈ വാല്യൂസ് കൊടുക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ പോയിന്റ് ലോക്കൽ മിനിമം പോയിന്റ് ആണ്. ലെസ് ദാൻ 0 ആണെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിന് നമ്മൾ കണ്ടുപിടിച്ച പോയിന്റ്സ് കൊടുക്കുകയാണ്. അതിൽ ഓരോ പോയിന്റ് കൊടുക്കുമ്പോൾ ഒരു പോയിന്റ് കൊടുത്തു, ഗ്രേറ്റർ ദാൻ 0 വന്നു, അങ്ങനെയാണെങ്കിൽ അയാൾ എന്താ? ലോക്കൽ മിനിമം ആണ്. ആ പോയിന്റ് ലോക്കൽ മിനിമം പോയിന്റ് ആണ്. ഇനി ലെസ് ദാൻ 0, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിന് നമ്മൾ കണ്ടുപിടിച്ച ഒരു വാല്യൂ കൊടുത്തു, അയാൾ ലെസ് ദാൻ 0 വരികയാണെങ്കിൽ അയാൾ എന്തായിരിക്കും? ലോക്കൽ മാക്സിമം ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ എന്താക്കുക? കണ്ടുപിടിക്കുക. ഓക്കെ, ടെസ്റ്റ് ഫെയിൽ ആവും എപ്പം? എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ആവുമ്പോൾ. ക്ലിയർ ആണ്? ഏകദേശം ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും. നമുക്ക് എന്താ? ക്വസ്റ്റ്യൻ ചെയ്താൽ ക്ലിയർ ആയിക്കോളും. നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ സ്റ്റെപ്പായിട്ട് എഴുതി വെക്കാം. സ്റ്റെപ്സ്. ഒന്നാമത് നമ്മൾ എന്താക്കുന്നു? എഫ് ഡാഷ് ഓഫ് സി കണ്ടുപിടിക്കുന്നു. ഇതാണ് സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എഫ് ഡാഷ് ഓഫ് സി. ഫസ്റ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക, ഫസ്റ്റ് ഡെറിവേറ്റീവ്. പിന്നെ എന്ത് ചെയ്യണം? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് ചെയ്യുന്നു. ഇപ്പോൾ എക്സിന് ചില വാല്യൂസ്, എക്സ് ഈക്വൽ ടു എ, എക്സ് ഈക്വൽ ടു ബി, അങ്ങനെ പറഞ്ഞ് എക്സിന് ചില വാല്യൂസ് കിട്ടും. പിന്നെ എന്ത് ചെയ്യണം? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. പിന്നെ എന്ത് ചെയ്യണം? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എ കൊടുക്കുന്നു. എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എ എന്ന് പറയും. എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എ ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം. അതേപോലെ എഫ് ഡബിൾ ഡാഷ് ഓഫ് ബി ചെയ്തു, അത് ലെസ് ദാൻ 0 ആണെങ്കിൽ ബി ഈസ് എ പോയിന്റ് ഓഫ് മാക്സിമം, ലോക്കൽ മാക്സ്. ഇങ്ങനെയാണ് മക്കളെ നമുക്ക് ചെയ്യേണ്ട കാര്യം. ഈ എക്സ് ഈക്വൽ ടു എ, എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷന്റെ എഫ് ഡാഷ് ഓഫ് എക്സിൽ എക്സിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയാം. ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ്. ഈ ക്രിട്ടിക്കൽ പോയിന്റ്സിൽ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവുന്നുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ എന്താക്കുന്നത്? ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു മക്കളെ. ഓക്കെ ആണെങ്കിൽ ഇതാ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ഫൈൻഡ് ദ ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം വാല്യൂസ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x⁴ പ്ലസ് 4x³ മൈനസ് 12x² പ്ലസ് 12. ഇതിന്റെ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 3x⁴. ഡെറിവേറ്റീവ് ഓഫ് 3x⁴ എന്ത് വന്നു? 3 × 4 12x³ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 4x³ എന്ത് വന്നു മക്കളെ? 12x². 4x³ എന്നതാണ് 12x² ആണ്. 3 × 4 x² ആയിട്ട് മാറും, വിച്ച് മീൻസ് 12x² മൈനസ് ഡെറിവേറ്റീവ് ഓഫ് 12x² എന്താണ് മക്കളെ? 24x പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 12 0. അയാൾ എഴുതണ്ട. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യണം? എഫ് ഡാഷ് ഓഫ് എക്സ് സെക്കൻഡ് സ്റ്റെപ്പ്. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണം. വിച്ച് ഇംപ്ലൈസ് 12x³ പ്ലസ് 12x² മൈനസ് 24x ഈക്വൽ ടു 0. മക്കളെ നോക്കിക്കേ, ഈ മൂന്ന് ടേംസിലും 12 കോമൺ ആണ്, 12 കോമൺ ആണ്, അതേപോലെ 12x കോമൺ ആണ്.
12x കോമൺ ആണ്. അപ്പം ഞാൻ എന്താക്കി 12xനെ പുറത്തെടുത്തു. 12xനെ പുറത്തെടുത്തു. അപ്പം എന്ത് വന്നു? 12x ഇൻറ്റു 12x³ എന്നും എക്സ് പോയാൽ 12x പോയാൽ ബാക്കി ആരാണ്ടാവുക? എക്സ് സ്ക്വയർ. ഇവിടുന്ന് 12x പോയാൽ ബാക്കി ആരാണ്ടാവുക? പ്ലസ് എക്സ്. മൈനസ് ഇവിടുന്ന് 12x പോയാലോ? -2 വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യുന്നു? 12x ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് -2 ഈക്വൽ ടു 0. ഇതിനെ ഫാക്ടറൈസ് ചെയ്യുന്നു. ഫാക്ടറൈസ് ചെയ്യാൻ ആഡ് ചെയ്താൽ +1 മൾട്ടിപ്ലൈ ചെയ്താൽ -2 കിട്ടുന്ന രണ്ട് നമ്പേഴ്സ്. ആ നമ്പേഴ്സ് ഞാൻ ഡയറക്റ്റ് ചെയ്താണ്, നിങ്ങൾ ചെയ്ത് നോക്കുക. 12x ഇൻറ്റു എക്സ് -1 ഇൻറ്റു എക്സ് +2 അല്ലേ? ഈക്വൽ ടു 0. മക്കളെ നോക്കിക്കേ, -1 ഇൻറ്റു 2 എന്താ? -2. -1 + 2 എന്താ? +1. ആ രണ്ട് നമ്പേഴ്സ് നമ്മൾ സിമ്പിളായിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ മക്കളെ? 12x ഇൻറ്റു എക്സ് -1 ഇൻറ്റു എക്സ് +2 എന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി മക്കളെ ഇത് കണ്ടാൽ മനസ്സിലാക്കിക്കോ, ഒന്നെങ്കിൽ ഇയാൾ 0 ആയിരിക്കണം, അല്ലെങ്കിൽ ഇയാൾ 0 ആയിരിക്കണം. വിച്ച് മീൻസ് 12x is equal to 0 or x -1 is equal to 0 or x +2 is equal to 0. 12x 0 എന്ന് പറഞ്ഞാൽ x is equal എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. x -1 is equal to 0 എന്ന് പറഞ്ഞാലോ x is equal to 1 ആയിരിക്കും. x +2 is equal to 0 എന്നല്ലോ x is equal to -2 ആയിരിക്കും. എക്സിന്റെ 3 ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിച്ചു. ഏതൊക്കെയാണ്? x equal to 0, x equal to 1, x equal to -2. ഇനി നമ്മൾ ചെയ്യണം f′′ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. f′′ is equal to, എടാ ഇതിനെ ഇനിയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. എന്താണ് വരുന്നത് നോക്കിക്കേ. 12x³ ഇയാളെ പിന്നെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. നഷാന ചോദിക്കുന്നു, സാറിന് സുഖമല്ലേ? നഷാന സുഖമാണ്, നഷാനക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കേടാ, 12x³ ഡെറിവേറ്റീവ് എന്താ മക്കളെ? 36x². അതേപോലെ 12x² ഡെറിവേറ്റീവ് എന്താ? 24x. എന്താ വരിക? 24x പ്ലസ് 24x മൈനസ് ഇനി ആരാ ഉള്ളത്? 24x ഡെറിവേറ്റീവ് എന്താ? 24 വെറും 24 f′′ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി x is equal to 0 അല്ലേ? x is equal to 0. അതേപോലെ x is equal to 1, x is equal to 2 എന്ന് പറയുന്ന പോയിന്റിൽ f′′ സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ സൈൻ എന്താ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. എടാ അപ്പൊ ഞാൻ എന്താക്കാൻ പോവാണ്? നേരെ വാല്യൂ കൊടുക്കാൻ പോവാണ്. f′′ which is equal to 36 into 0 square 0, 24 into 0 0, -24. ബാക്കി ആരുള്ളത്? -24 which is less than 0 അല്ലേ? ലെസ് ദാൻ 0. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഇയാൾ എന്താ? x is equal to 0 എന്ന് പറയുന്ന പോയിന്റ് is a point of ലോക്കൽ മിനിമം ആണോ ലോക്കൽ മാക്സിമം ആണോ മക്കളെ? ലോക്കൽ മാക്സിമം. ഓക്കെ കിട്ടി. ഇനി അടുത്തത് x is equal to 1 എന്ന് വരുമ്പോൾ f′′ of 1 is equal to ഇതേപോലെ നമ്മൾ എന്താക്കുന്നു? കൊടുക്കുന്നു. നേരെ ഇയാൾക്ക് 1 കൊടുക്കുന്നു. 36 1² എന്തായിട്ട് മാറി? 36 ആയിട്ട് മാറി. പ്ലസ് 24 into 1 എന്തായിട്ട് മാറി? 24 ആയിട്ട് മാറി. -24 ഇതും ക്യാൻസൽ ആയി. വിച്ച് ഇസ് ഈക്വൽ ടു 36. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ x is equal to 1 is a point of local minimum. ഇനി അതേപോലെ x equal to 2 ആകുമ്പോൾ f′′ of 2 is equal to 36 into 2² plus 24 into 2 -24 which is equal to 36 into 2² എന്തായിട്ട് മാറും? 36 into 4 എന്ന് പറഞ്ഞാൽ 144 വരും. 144 പ്ലസ് 24 2 എന്ന് പറഞ്ഞാൽ 48 ആണ്. -24 which is equal to 144. 24 പോയി 24ഉം 120 എന്ന് വരും. 120 വരിക. യെസ്, -24 വന്നു. യെസ്, 120. ഇതും എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇയാളും എന്താ? ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് എനിക്ക് എന്ത് പറയാം? x is equal to 2 is a point of ലോക്കൽ മിനിമം. 2 ലോക്കൽ മിനിമം പോയിന്റ്സ് ഉണ്ട് മക്കളെ. 2 ലോക്കൽ മിനിമം പോയിന്റ്സ് ഉണ്ട്. കാരണം ലോക്കൽ മിനിമം ആണ്
ഒരു നെയ്ബർഹുഡിൽ ഒരു ഏരിയയിൽ വരുന്ന മിനിമം ആണ്. അതുകൊണ്ട് രണ്ടോ അതിൽ കൂടുതലൊക്കെ മിനിമം ലോക്കൽ മിനിമം ഉണ്ടാവാം. ഓക്കെ ആണല്ലോ മക്കളെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ വാല്യൂസ്, ലോക്കൽ മാക്സിമം വാല്യൂയും അതേപോലെ ലോക്കൽ മിനിമം വാല്യൂയും നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഫംഗ്ഷൻ ഇതാ, എഫ് ഓഫ് എക്സ്. ഫംഗ്ഷൻ എന്തായിരുന്നു മക്കളെ? ഫംഗ്ഷൻ എന്തായിരുന്നു? 3x raised to 4 equal to 3x raised to 4 പ്ലസ് പിന്നെന്താ വരുന്നത്? 3x raised to 4 4x cube minus 12x square plus 12x square plus 12. എക്സിന് നമ്മൾ എന്താക്കുന്നു? ഈ വാല്യൂസ് ഒക്കെ 0 എന്ന് പറയുന്ന വാല്യൂ കൊടുത്താൽ ലോക്കൽ മാക്സിമം പോയിന്റ് കിട്ടും. 1ഉം 2ഉം കൊടുത്താലോ ലോക്കൽ മിനിമം പോയിന്റ്സ് കിട്ടും. ഞാൻ എന്താക്കുന്നു? 0 കൊടുക്കുന്നു. എഫ് ഓഫ് 0 is equal to x is equal to 0. അപ്പോൾ എഫ് ഓഫ് 0 is equal to എന്ത് വന്നു? ഇത് 3 into 0 square 0 raised to 4 0 വന്നു. 4 into 0 cube 0 ആയി. ഇയാളും 0 ആയി. ബാക്കി ആരുള്ളത്? 12 ആണ്. 12. ഇപ്പൊ ലോക്കൽ മാക്സിമം പോയിന്റ്, ലോക്കൽ മാക്സിമം വാല്യൂ, ഇതാണ് ലോക്കൽ മാക്സിമം വാല്യൂ. ഇനി ലോക്കൽ മിനിമം വാല്യൂ ഉണ്ടിക്കാനോ എക്സിന് എന്താക്കുക? 1 കൊടുക്കുന്നു. എക്സ് ഈക്വൽ ടു 1 കൊടുക്കുന്നു. എക്സ് 2 ആണോ? ഒന്ന് എടാ എക്സ് ഇവിടെ -2 അല്ലേ? യെസ്. എടാ നമ്മൾ ചെയ്തതിൽ ഇവിടെ എക്സിന് നമ്മൾ -2 എന്ന വാല്യൂ വന്നത് -2 കൊടുക്കണേ. ഇത് എക്സ് ഞാൻ 2 ആ കൊടുത്തത്. ആരും എന്താണ് പറയാത്തത്? എക്സ് -2 ആണ്. അപ്പോൾ ഇവിടെ -2 ആണ്. ഒരു ചെറിയ മാറ്റം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഇയാളുടെ വാല്യൂല്. മാക്സിമം ലോക്കൽ മിനിമം തന്നെ ആയിരിക്കും കേട്ടോ. അത് ലോക്കൽ മിനിമം തന്നെ ആയിരിക്കും. ഇയാളുടെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ച വാല്യൂസിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാവും. എന്ത് വന്നു? 36 into -2 whole square plus 24 into -2 minus 24 which is equal to 144. -2 സ്ക്വയർ എന്താ? 4 എന്നാ. 144 minus 48 minus 24. -48 minus 24 വരും. അയാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ -48. ഇതെന്തായാലും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താണ്? -2. x is equal to -2 is a local minimum point. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ലോക്കൽ മിനിമം പോയിന്റ് ആണ്. നമ്മൾ നേരത്തെ +2 ആണ് ചെയ്തത്, -2 ആണ് വരിക കേട്ടോ. യെസ്. x ഈക്വൽ ടു 1 കൊടുത്താൽ എന്തായിട്ട് മാറും മക്കളെ? നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് 1 is equal to 3 into 1 raised to 4 plus 4 into 1 cube minus 12 into 1 square plus 12 which is equal to 3 plus 4 minus 12 plus 12 which is equal to 7. അതായത് ലോക്കൽ മിനിമം, ഒരു ലോക്കൽ മിനിമം പോയിന്റ് ആണ് എന്ത്? 7. ഇതെന്താണ്? ലോക്കൽ മിനിമം വാല്യൂ. പോയിന്റ് അല്ല, ലോക്കൽ മിനിമം വാല്യൂ. ഇനി അടുത്തൊരു ലോക്കൽ മിനിമം വാല്യൂ ഉണ്ട്. അതെപ്പോഴാണ് മക്കളെ? അതെപ്പോഴാണ്? എക്സ് ഈക്വൽ ടു ആകുമ്പോൾ എഫ് ഓഫ് 2 നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഇത് കിട്ടും. രണ്ടാമത്തെ ലോക്കൽ മിനിമം വാല്യൂ കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ മക്കളെ. യെസ്, ഇത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു മക്കളെ. ഇനി ഒരു ക്വസ്റ്റ്യൻ. Find the local maxima or local minima of the function f of x equal to sin x plus cos x. എടാ ക്വസ്റ്റ്യൻ നോക്കിക്കേ. മാർച്ച് 2020, മാർച്ച് 2023 എപ്പോഴും ചോദിക്കുന്ന സ്ഥിരമായിട്ട്. ഇത് മാത്രമല്ല, വേറെ ഏതൊക്കെയോ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. sin x plus cos x. നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ്. മെത്തേഡിൽ ഒരു മാറ്റമില്ല. എഫ് ഡാഷ് ഓഫ് എക്സ് കാണുന്നു. sin x ന്റെ ഡെറിവേറ്റീവ് എന്താ? cos x ആണ്. cos x ന്റെ ഡെറിവേറ്റീവ് എന്താ? -sin x ആണ്. ഇനി എന്ത് ചെയ്യണം? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് എന്ത് വന്നു? cos x മൈനസ് sin x ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ cos x ഈക്വൽ ടു sin x എഴുതി കൂടെ? -sin x നേരെ ഇങ്ങോട്ട് കൊണ്ടു. അപ്പോൾ cos x ഈക്വൽ ടു sin x, കോസും സൈനും ഈക്വൽ ആവുന്ന ഇന്റർവൽ ഏതാ മക്കളെ പറഞ്ഞത്? 0 ലെസ് ദാൻ x ലെസ് ദാൻ π/2. ഇതിനിടയിൽ വരുന്ന ഒരു വാല്യൂ ഏതാ? π/4 ആണ്. അത് കത്താത്ത ആൾക്കാർ ഇതാ ഇതുപോലെ ഇരിക്കോ. cos x പിടിച്ച് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്ത് വന്നു? cos x കൊണ്ട് എല്ലാ ആൾക്കാരെയും ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ cos x by cos x, sin x by cos x രണ്ടാളെ എന്താക്കി? ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്ത് വന്നു? 1 is equal to tan x എന്ന് വന്നു. tan x ഈക്വൽ ടു 1 ആവുന്ന 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ π/2 എന്ന് പറയുന്ന പോയിന്റ് ഏതാ മക്കളെ? ഏത് പോയിന്റാ? എക്സ് ഈക്വൽ ടു ഏത് പോയിന്റിലായിരിക്കും? π/4 എന്ന് പറയുന്ന പോയിന്റ് ആണ്. എക്സ് π/4 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്യണം. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്താ? sin x
പ്ലസ് കോസ് എക്സ് ആണ്, സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു സോറി എഫ് ഡാഷ് എക്സ് എന്നായിരുന്നു, കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്. ഇയാളെയാണ് നമ്മൾ എന്താക്കുന്നത് പിന്നെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. കോസ് എക്സ് എന്താ വരിക, മൈനസ് സൈൻ എക്സ്. അതേപോലെ മൈനസ് സൈൻ എക്സിന് എന്താ കോസ് എക്സ് ആണ്, പ്ലസ് കോസ് എക്സ് ആണ്, അപ്പോൾ മൈനസ് കോസ് എക്സ് ആയിട്ട് മാറും. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് മൈനസ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, മൈനസ് ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ഇനി എക്സിന് ഞാൻ എന്താക്കുന്നു, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഈ π/4 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നു, എക്സ് ഈക്വൽ ടു π/4. അങ്ങനെയാണെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് π/4 ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ ഓഫ് π/4 പ്ലസ് കോസ് π/4 ഈക്വൽ ടു മൈനസ് സൈൻ π/4 എന്താ മക്കളെ 1/√2 പ്ലസ് കോസ് π/4 എന്താ 1/√2 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 2/√2. മൈനസ് 2/√2 മൈനസ് 2/√2 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞാൽ √2 ഇൻറ്റു √2 ആണ്, √2. ഇത് ക്യാൻസൽ ആയി, ഈക്വൽ ടു മൈനസ് √2. ഇതെന്താ ലെസ് ദാൻ 0 ആണ്. മൈനസ് √2 എന്താണ്, ലെസ് ദാൻ 0 ആണ്. വിച്ച് മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു π/4 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു π/4 ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം. ലെസ് ദാൻ 0 ആയാൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിന് ആ വാല്യൂ ഏത് വാല്യൂ ആണ് കൊടുക്കുന്നത്, ആ പോയിന്റ് ലെസ് ദാൻ 0 ആവുകയാണെങ്കിൽ, ആ വാല്യൂ കൊടുത്താൽ ഫംഗ്ഷൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് ആ ഫംഗ്ഷൻ ലെസ് ദാൻ 0 ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം. അപ്പൊ ലോക്കൽ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താക്കുന്നു, എഫ് ഓഫ് എക്സിന് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫംഗ്ഷൻ എന്തായിരുന്നു, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ്. എക്സ് ഇസ് ഈക്വൽ ടു π/4 ആണ് ലോക്കൽ മാക്സിമം വരുന്നത്. അപ്പോൾ ഞാൻ എന്താക്കുന്നു, എഫ് ഓഫ് π/4 കാണുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ π/4 പ്ലസ് കോസ് π/4 ഈക്വൽ ടു സൈൻ π/4 എന്താ മക്കളെ 1/√2 പ്ലസ് 1/√2 കോസ് π/4 1/√2 ആണ്, 2/√2 which is equal to √2. അപ്പം നമ്മുടെ ലോക്കൽ മാക്സിമം വാല്യൂ എന്താണ്, ലോക്കൽ മാക്സിമം വാല്യൂ ഈസ് √2 ആണ് ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്ന ആള്. ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു മക്കളെ. ഇനി നമുക്ക് വേർഡ് പ്രോബ്ലംസ് എപ്പോഴും ചോദിക്കാറുണ്ട് എക്സാമിന്. ചില സന്ദർഭം കൂടുതലും നമുക്ക് ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമ, അല്ലെങ്കിൽ ഇൻക്രീസിങ് ഡിക്രീസിങ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. വേർഡ് പ്രോബ്ലംസ് വളരെ റെയർ ആയിട്ടാണ് ചോദിക്കാറ് കേട്ടോ, വളരെ റെയർ ആയിട്ട് ചോദിക്കാറ്. ഇതിന്റെ ഒരു അടിപൊളി വേർഡ് പ്രോബ്ലം ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആപ്പിൽ ഞാൻ വേർഡ് പ്രോബ്ലം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്താക്കുക, ആപ്പിൽ കയറി നോക്കിയാൽ സൂപ്പറായിട്ട് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്താക്കാം, ഈ ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നമുക്ക് എന്താക്കാം, ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇതോടുകൂടി നമ്മൾ എന്താക്കുന്നു, നമ്മുടെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ തീർക്കുകയാണ്. ഓക്കെ ആണല്ലോ? യെസ്. എടാ നോക്കിക്കേ, find two positive numbers whose sum is 15 and the sum of whose square is minimum. അതായത് രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിന് സം എന്താണ് 15 ആണ്. അതുപോലെ തെൻസീർ സാർ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എന്താക്കാണ്, ഓക്കെ യെസ് ഓക്കെടാ, ഞാൻ തീർക്കാണ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ എടാ, ഇതോടുകൂടി നിങ്ങൾ ഫിസിക്സിനും ഇതേപോലെ സെറ്റായിരിക്കാൻ തെൻസീർ പറയുന്നുണ്ട്. വേണ്ട ഓക്കെ യെസ്. ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് വേണം, സം എന്തായിരിക്കണം, രണ്ട് നമ്പേഴ്സ് എക്സും വൈയും, എക്സ് പ്ലസ് വൈ 15 കിട്ടണം. അതുപോലെ ഇവരുടെ സ്ക്വയേഴ്സ് എന്തായിരിക്കണം, മിനിമം ആയിരിക്കണം. മിനിമം ആണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഏതോ ഒരു പോയിന്റിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. മക്കളെ, ഞാൻ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 15 ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 15 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കുന്ന മുമ്പ് നമുക്ക് വൈ ഇസ് ഈക്വൽ ടു 15 മൈനസ് എക്സ് കൊടുക്കാം. വൈൻ്റെ വാല്യൂ 15 മൈനസ് എക്സ്. അങ്ങനെയാണെങ്കിൽ സ്ക്വയേഴ്സിന് സം ഓഫ് സ്ക്വയേഴ്സ് എന്തായിരിക്കും മക്കളെ, എന്തായിരിക്കും വരിക? ഒന്നാമത്തെ നമ്പർ എക്സ് ആയിട്ട് എടുക്കുക, ഫസ്റ്റ് നമ്പർ എക്സ്, അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. രണ്ടാമത്തെ എന്താണ്, വൈ സ്ക്വയർ. വൈക്ക് പകരം നമുക്ക് എന്താക്കാം, 15 മൈനസ് എക്സ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ വൈക്ക് പകരം ഞാൻ എന്താക്കുന്നു, 15 മൈനസ് എക്സ് കൊടുക്കുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 15 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. കാരണം നമുക്ക് വേരിയബിൾ ഒന്നാക്കി മാറ്റണം, അതുകൊണ്ടാണ് എന്താക്കിയത്, ഞാൻ എക്സിന് ടേംസിലേക്ക് മാറ്റിയത്. ഞാൻ ഇതിനെ എസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്കി മാറ്റുന്നു. എസ് ഇസ് ഈക്വൽ ടു, കാരണം സം ഓഫ് സ്ക്വയേഴ്സ് ആണ്, എസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയി വിളിക്കുന്നു. എസ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 15 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. വേണമെങ്കിൽ നമുക്ക് എന്താക്കാം, അതിന് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോം ആണ്, എക്സ്പാൻഡ് ചെയ്യാം. എസ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ മൈനസ് 30 എക്സ് അല്ലേ,
15 into 2 into 15 into x minus 30x plus എന്ത് വരും x square which is equal to 2x square minus 30x plus 15 square എന്താ 225 ഫംഗ്ഷൻ കിട്ടി എസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കിട്ടി. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് എസ് ഡാഷ് കാണുന്നു, എസ് ഡാഷ് ഓഫ് എക്സ്, എസ് ഡാഷ് ഓഫ് എക്സ് ഫംഗ്ഷൻ ഞാൻ എസ് എന്ന് വിളിച്ചുകൊണ്ട് ഇതിനെ എസ് ഡാഷ് ഓഫ് എക്സ് എന്ന് വിളിക്കുന്നു. എസ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 2x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ മക്കളെ? 2x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 4x ആണ്. 4x മൈനസ് 30x എന്താണ്? 30 ആണ്. 225 കോൺസ്റ്റന്റ് ആണ്, 0 ആണ്. എസ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 4x മൈനസ് 30. അങ്ങനെയാണെങ്കിൽ എസ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0. ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ എസ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് 4x മൈനസ് 30 ഈക്വൽ ടു 0. ഇനി 4x മൈനസ് 30 0 ആണെങ്കിൽ 4x മൈനസ് 30 0 ആണെങ്കിൽ 4x is equal to 30, x is equal to 30/4 which is equal to 15/2 which is equal to 15/2. x 15/2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ മക്കളെ y എന്തായിരിക്കും? x 15/2. x is equal to 15/2. y എന്തായിരിക്കും? y is equal to 15 minus x ആണ് which is equal to 15 minus 15/2 which is equal to 15/2. y യും എന്താണ്? 15/2. എക്സിന്റെയും വൈന്റെയും വാല്യൂ സെയിം ആണ്. ഇനി മക്കളെ ഈ എക്സ് എന്ന് പറയുന്ന 15/2 എന്ന് പറയുന്ന ഈ പോയിന്റിൽ സെക്കൻഡ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ നോക്കാം. അപ്പൊ ഞാൻ എന്താക്കുന്നു? എഫ് ഡബിൾ ഡാഷ്, എഫ് അല്ല ഫംഗ്ഷനോടെ എസ് ആണ്, അതുകൊണ്ട് എസ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എസ് ഡാഷ് ഓഫ് എക്സ് എന്തായിരുന്നു മക്കളെ? 4x മൈനസ് 13 ആണ്. അപ്പൊ ഇതിനെ ഇനിയും ഡെറിവേറ്റീവ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4xന്റെ ഡെറിവേറ്റീവ് എന്താ? 4 ആണ്. ഇനി മൈനസ് 30 ഡെറിവേറ്റീവ് എന്താ? 0 ആണ്, അയാൾ പോയി. അപ്പം എസ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് 4 എന്ന് കിട്ടി വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ കാണുന്ന എക്സ് ഈക്വൽ ടു 15/2 എന്ന് പറയുന്ന പോയിന്റിൽ, അതുപോലെ y ഈക്വൽ ടു 15/2 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ സ്ക്വയേഴ്സിന്റെ സം എന്താണ്? മിനിമം ആണ്. അപ്പോൾ നമുക്ക് വാല്യൂസ് ഏതൊക്കെയാണ്? എക്സ് ഈക്വൽ ടു മിനിമം ആണ്. കാരണം നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആ വാല്യൂ കൊടുത്തപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടപ്പോൾ പോസിറ്റീവ് ആണെന്ന് വന്നു, അതുകൊണ്ട് മിനിമം ആണ്. എപ്പോൾ x is equal to 15/2 ആൻഡ് y is equal to 15/2. ഇവിടെ ഗ്രേറ്റർ ദാൻ 0ക്ക് പകരം ലെസ് ദാൻ 0 ആയി കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ഇയാൾ മാക്സിമം ആണെന്ന് മനസ്സിലാവും. ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് മിനിമം ആണ്, ലെസ് ദാൻ 0 ആണെങ്കിൽ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഈ ഒരു ഐഡിയ മനസ്സിലുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താക്കുന്നു? ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നമ്മുടെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സും കൂടി. അപ്പോൾ മക്കളെ നമ്മുടെ തെൻസീർ സാർ വരുന്നില്ലേ? യെസ്, വരുന്നുണ്ട്. നമ്മൾ സെറ്റായിട്ട് ഈ ചാപ്റ്റർ പഠിച്ചു. ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള മാക്സിമം മിനിമം പറയുന്ന ഒരു വീഡിയോ നമ്മുടെ ആപ്പിലുണ്ട്. ആപ്പിൽ കയറി നോക്കിയാൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് മാക്സിമം മിനിമം പറയുന്നുണ്ട്. അതുപോലെ അബ്സല്യൂട്ട് മാക്സിമ, അബ്സല്യൂട്ട് മിനിമയും ഞാൻ എന്താക്കുന്നുണ്ട്? ആ ആപ്പിലെ വീഡിയോയിൽ പറയുന്നുണ്ട്. എക്സാമിന് ചോദിക്കാൻ ചാൻസ് കുറവാണ്, എന്നാലും നിങ്ങൾ എന്താക്കുക? നോക്കിയിരിക്കുക. അതിൽ ഒരു പ്രോബ്ലം ഞാൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്താക്കാം? ഇനിയും ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്താക്കാം? ഇതുപോലെ സെറ്റായിട്ട് പഠിക്കുക. ഞാൻ തെൻസീർ സാറിനെ ക്ഷണിക്കുകയാണ്. ഓക്കെ, യെസ്, ഓക്കെ സാർ പ്ലീസ്. യെസ്, എടാ ഓക്കെ അല്ല മക്കളെ? ഇതുവരെ എടുത്ത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ക്ലിയർ ആണെന്ന് വേഗട്ടെ ഒരു കമന്റ് ചെയ്തേ. ഓക്കെ അല്ലേ? ഓക്കെ സാർ ഓക്കെ, യെസ് സംസാർ, ബൈ, താങ്ക് യു. ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടോ? താത്യം നന്നായിരിക്കും, എനിക്ക് എഴുതാൻ കഴിയില്ല. ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ പുതിയ ചാപ്റ്റർ മാത്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് ചെറിയൊരു ടെക്നിക്കൽ ഡിലേ ഉണ്ടാവും. ഒറ്റ മിനിറ്റ് സ്ലൈഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ലൈഡ് ഒന്ന് സെറ്റ് ആക്കുന്നവരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സ്ലൈഡ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വേഗം തന്നെ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് വരാം. എടാ ഒരുപാട് സമയമൊന്നും എടുക്കൂല, നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സോ ഡോണ്ട് വറി, ഒരു പേടിയും പേടിക്കണ്ട.
ഇവിടെ നമ്മൾ തുടങ്ങുകയാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എടാ വളരെ ചെറിയ ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്റർ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, AC എന്ന് പറയുന്ന ചാപ്റ്റർ ഒക്കെ നല്ല വൃത്തിക്ക് മനസ്സിലാവുള്ളൂ. സോ ചാപ്റ്റർ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ, കോൺസെപ്റ്റോട് കൂടി കിട്ടണം എന്നുണ്ടെങ്കിൽ കൂടെ കൂടിക്കോ, നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ മക്കളെ, ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു 5 മാർക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. 5 മാർക്ക് മുതൽ 6 മാർക്ക് ആ ഒരു ഇൻ ബിറ്റ്വീൻ റേഞ്ചിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് എന്ന് പറയാതെ വയ്യ. സോ ഈ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക് ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. മക്കളെ, നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ സിമ്പിൾ ആണ്. ഇവിടെ നോക്ക്, ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ ഗിവൺ ക്ലോസ്ഡ് സർഫസ് ഈസ് ഡിഫൈൻഡ് ആസ് മാഗ്നറ്റിക് ഫ്ലക്സ്. എന്താ സാറേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. എടാ പറഞ്ഞു തരാം. എന്താ സംഭവം എന്നറിയോ? ഇതൊരു യൂണിറ്റ് ഏരിയ. ഈ യൂണിറ്റ് ഏരിയയിലൂടെ പാസ് ചെയ്തു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വിളിക്കുന്നത്. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ്? യൂണിറ്റ് ഏരിയയിലൂടെ പാസ് ചെയ്തു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകളുടെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. എടാ, ഈ മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ ഒരു ഇക്വേഷൻ വൈസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കി നോക്കാം. ഫൈ എന്നാണ് ഈ മാഗ്നറ്റിക് ഫ്ലക്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. കുറച്ചുകൂടെ വൃത്തിക്ക് പറഞ്ഞാൽ 5B എന്നാണ് നമ്മൾ എഴുതുന്നത്. സോ 5B is equal to, എന്താണ് 5B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5B is equal to B dot A അഥവാ BA cos theta. എന്താണ് A എന്ന് പറയുന്നത്? A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ വെക്ടർ ആണ്. എന്താണ് A എന്ന് പറയുന്നത്? ഏരിയ വെക്ടർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. സോ മക്കളെ, മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. എന്ത് ക്വാണ്ടിറ്റി ആണ് നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ്? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അയാളുടെ യൂണിറ്റ് ആണ് വെബർ എന്ന് പറയുന്നത്. എന്താണ് ഇയാളുടെ യൂണിറ്റ്? വെബർ എന്ന് പറയുന്നതാണ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ടെസ്ല മീറ്റർ സ്ക്വയർ ആണ്. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്? ടെസ്ല മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് പറയാം വെബർ എന്ന് പറയുന്നതാണ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഫാരഡെ നടത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റിനെ കുറിച്ചിട്ടാണ്. മക്കൾക്ക് എല്ലാവർക്കും അറിയുന്ന എക്സ്പെരിമെന്റ് ആണ്. പെട്ടെന്ന് തന്നെ സാർ അത് പറഞ്ഞു മുമ്പോട്ടേക്ക് പോവാം. സോ നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫാരഡെ, അല്ലെ, നമ്മുടെ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന മൈക്കൽ ഫാരഡെയുടെ ഒരു എക്സ്പെരിമെന്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണ് ഫാരഡെയുടെ എക്സ്പെരിമെന്റ്? എടാ, ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു കോയിൽ ഉണ്ട്. ഈ കോയിലിനെ നമ്മൾ C1 എന്നാ വിളിച്ചേക്കുന്നത്. C1 എന്ന് പറയുന്ന കോയിലിനെ നമ്മളൊരു ഗാൽവാനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഗാൽവാനോമീറ്ററുമായി കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കോയിലിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കോയിലിൽ ഗാൽവനോമീറ്റർ എന്തിനാ, കറണ്ട് ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗാൽവനോമീറ്ററിനെ വെക്കുന്നത്. സോ ഗാൽവനോമീറ്ററിന്റെ അടുത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു ബാർ മാഗ്നറ്റിനെ നമ്മൾ കൊണ്ടുപോവാണ്. ബാർ മാഗ്നറ്റിന് ചുറ്റും എന്തുണ്ടായിരിക്കും മക്കളെ? ബാർ മാഗ്നറ്റിന്റെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. സോ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത്, അടുത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഫാരഡെ ഈ മാഗ്നറ്റിനെ അടുത്തേക്ക് കൊണ്ടുപോയ സമയത്ത് ഈ കോയിലിന്റെ മുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോയി കട്ട് ചെയ്തുകൊണ്ടേയിരുന്നു, അല്ലെ? ഈ ഒരു കോയിലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ നിർത്തിയിട്ട് മാഗ്നറ്റ് മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ മാഗ്നറ്റിന്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് തട്ടിയിട്ട് ഈ കോയിലിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോയിലിന്റെ മുകളിൽ ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്. അതിന്റെ പേരാണ് EMF. എന്താണ് ഉണ്ടാവുന്നത്? EMF. സോ നമ്മൾ ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ്, മാഗ്നറ്റിനെ മൂവ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ്, മുമ്പോട്ട് മൂവ് ചെയ്യുന്ന സമയത്തും പുറകോട്ട് മൂവ് ചെയ്യുന്ന സമയത്തും മാത്രമാണ് എന്തുണ്ടായിട്ടുള്ളത്, അവിടെ EMF ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ പറയും റിലേറ്റീവ് മോഷൻ കാരണം മാത്രമാണ് അവിടെ എന്തുണ്ടാവുന്നത്, EMF ഉണ്ടാവുന്നത്. സോ ഫാരഡെ എന്താ ചെയ്തത്, ഈ കോയിലിനെ ഇവിടെ വെച്ചു, മാഗ്നറ്റിനെ മൂവ് ചെയ്തു. മാഗ്നറ്റിനെ മൂവ് ചെയ്ത സമയത്ത് അവിടെ എന്തുണ്ടായിട്ടുണ്ട്, കോയിലിന്റെ മുകളിൽ EMF ഉണ്ടായിട്ടുണ്ട്. ആ ഒരു EMFനെ ആര് നോട്ട് ചെയ്തു? നമ്മുടെ ഫാരഡെ നോട്ട് ചെയ്തു. മക്കളെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ എക്സ്പെരിമെന്റിൽ എന്തൊക്കെയാ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ വേർഡ്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. നോർത്ത് പോൾ മൂവ് ചെയ്ത സമയത്ത് കറണ്ട് ഉണ്ടായി, വെറുതെ വെച്ച സമയത്ത് ഒരു കറണ്ട് ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്, നമ്മുടെ കൺക്ലൂഷൻ ആണ്, ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ മാഗ്നറ്റ് ആൻഡ് കോയിൽ ഇൻഡ്യൂസസ് കറണ്ട് ഇൻ ദ കോയിൽ. അതായത് നമ്മൾ ഈ കോയിലും മാഗ്നറ്റും തമ്മിൽ മൂവ് ചെയ്ത സമയത്താണ് അവിടെ എന്തുണ്ടായിട്ടുള്ളത്, കറണ്ട് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ റിലേറ്റീവ് സ്പീഡ്. അതായത് ഇവിടെ ഉണ്ടായിട്ടുള്ള കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, നമ്മൾ വളരെ വേഗതയിൽ മാഗ്നറ്റിനെ മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താവുന്നുണ്ട്, കറണ്ടിന്റെ വാല്യൂ അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കറണ്ട് ഇൻ ദ കോയിൽ
കോയിൽ ലാസ്റ്റ് ആസ് ലോങ് ആസ് ഫ്ലക്സ് ചേഞ്ച് ലാസ്റ്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫ്ലക്സ് മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടാവുന്ന ചേഞ്ച് കാരണമാണ് അവിടെ എന്തുണ്ടാവുന്നത്, അവിടെ കറണ്ട് ഉണ്ടാവുന്നത്. ആ മാഗ്നറ്റിക് ഫ്ലക്സിലെ ചേഞ്ച് കൂടുന്നതിനനുസരിച്ച് അവിടെ കറണ്ടിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ മക്കൾ എന്താക്കണം, ഈ എക്സ്പെരിമെന്റിന്റെ അകത്ത് നിന്ന് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നേരെ നമ്മൾ പോകുന്നത് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഡെഫിനിഷൻ. മക്കളെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഡെഫിനിഷനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പറയുന്ന കാര്യം whenever the magnetic flux linked with a coil changes, അതായത് ഒരു കോയിലിന്റെ ചുറ്റും അസോസിയേറ്റ് ചെയ്യുന്ന ഒരു കോയിലിന്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടായാൽ ആ കോയിലിന്റെ മുകളിൽ എന്തുണ്ടാവും, EMF ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത്, ഫാരഡേയുടെ ഫസ്റ്റ് ലോ ആയിട്ടുള്ള എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കേണ്ടത്. സോ whenever the magnetic flux linked with a coil changes an EMF is induced in the coil, this process is called electromagnetic induction. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ലടാ, ഒരു മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കലാണ്, നമ്മൾ ഇവിടെ മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാണ്. മാഗ്നറ്റ് ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ നമുക്കൊരു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മീനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. റെഡി? അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫാരഡേയുടെ നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ. എന്താണ് ഫാരഡേയുടെ നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റ്? സിമ്പിൾ ആണ് മക്കളെ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. നമ്മളിങ്ങനെ മാഗ്നറ്റിനെ മൂവ് ചെയ്ത സമയത്ത് അവിടെ EMF ഉണ്ടായി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന EMFന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഇത്ര മാത്രം മനസ്സിലാക്കുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് EMF ഈസ് ഈക്വൽ ടു d∅/dt. ഇനി അവിടെ നമ്മുടെ കോയിലിന്റെ മുകളിൽ n ചുറ്റുകളുണ്ട്. 1 2 3 4 അങ്ങനെ n ചുറ്റുകൾ ഉണ്ടെങ്കിൽ ഇക്വേഷൻ മാറും. E is equal to n d∅/dt. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ചുറ്റുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന EMFന്റെ അളവും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ചുറ്റുകളുടെ എണ്ണം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവുന്നുണ്ട്, EMFന്റെ അളവ് വർദ്ധിക്കുന്നുണ്ട്, കൂടുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. സോ ദ ഇക്വേഷൻ ഷോസ് ദാറ്റ് ദ ഇൻഡ്യൂസ്ഡ് EMF ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ. അവിടെ ചുറ്റുകളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMFന്റെ അളവ് എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, കൂടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫാരഡേയുടെ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത്. റെഡി ആണല്ലോ മക്കളെ? സോ ഈ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. റെഡി ആണല്ലോ? ദെൻ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മുടെ മുമ്പിൽ. മാർച്ച് 2020 സേ എക്സാം 2021 എല്ലാം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, നമ്മുടെ ഫാരഡേയുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നിയമം പറയാനാണ്. സോ സിമ്പിൾ ആണ് മക്കളെ. എന്താണ് ഫാരഡേയുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF is equal to റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. അവിടെ ഉണ്ടാവുന്ന EMFന്റെ അളവ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്, d∅/dt ആണ്. എക്സ്പെരിമെന്റ് നമ്മൾ കേട്ടതാണ്. ആ എക്സ്പെരിമെന്റിൽ ഉണ്ടാവുന്ന EMFന്റെ അളവാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കി തരുന്നത്. സോ ഇത് ചോദ്യം റിപ്പീറ്റഡ് ആണ്, മനസ്സിലാക്കി വെക്കുക. ഇനി എന്താണ് ലെൻസസ് ലോ എന്ന് പറയുന്നത്? ഇത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ടേം ആണല്ലേ ലെൻസസ് ലോ എന്ന് പറയുന്നത്. എടാ സിമ്പിൾ ടേം ആണ് ലെൻസസ് ലോ എന്ന് പറഞ്ഞാൽ. ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMFനെ കുറിച്ച് ആര് പറഞ്ഞിട്ടുള്ളൂ? ഫാരഡേ പറഞ്ഞിട്ടുള്ളൂ. ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത് ആരാണ്? അതാണ് ലെൻസസ്. സോ ലെൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു റൂളാണ് നമ്മൾ ലെൻസസ് ലോ എന്ന് പറഞ്ഞു പഠിക്കുന്നത്. ഇതെന്താ ലെൻസ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമ്മുടെ EMF എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ആര് വരുന്നത്? ഇൻഡ്യൂസ്ഡ് EMF വരുന്നത്. സോ നമ്മൾ എന്ത് കൊടുക്കും? E is equal to മൈനസ് d∅/dt എന്ന് നമ്മൾ കൊടുക്കും. ഇതാണ് ലെൻസസ് ലോയുടെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ എന്താക്കേണ്ടത്, മനസ്സിലാക്കി വെക്കേണ്ടത്. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ പൊളാരിറ്റി ഓഫ് എ കറണ്ട് ക്യാരിയിങ് ലൂപ്പ്, ഇത് നോക്കടാ. ഇവിടെ നമുക്കൊരു സോളിനോയിഡ് നമ്മുടെ കയ്യിലുണ്ട്. ഈ സോളിനോയിഡിന്റെ അടുത്തേക്ക് നമ്മൾ എന്ത് കൊണ്ടുപോവാണ്? ഒരു നോർത്ത് പോൾ കൊണ്ടുപോവാണ്. നോർത്ത് പോൾ കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഒരു സോളിനോയിഡ് എന്താക്കി മാറ്റും? സോളിനോയിഡ് ഈ നോർത്ത് പോളിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി നോർത്ത് പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്ത് വെക്കും. സോ നമുക്ക് കാണാൻ പറ്റും ഇവിടെ എന്തായിട്ട് മാറുന്നത്, നോർത്ത് പൊളാരിറ്റി ക്രിയേറ്റ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ നോർത്ത് പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്തുണ്ടാവുന്നുണ്ട്? കറണ്ട് ഉണ്ടാവുന്നുണ്ട്. ഇനി ഞാൻ ഈ മാഗ്നറ്റിനെ, നോർത്ത് പോളിനെ ഈ കോയിലിന്റെ അടുത്ത് നിന്ന് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ കോയിൽ സമ്മതിക്കൂല. എന്താണ്?
കോയിൽ അത് പോവാതിരിക്കാൻ വേണ്ടി സൗത്ത് പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്ത് വെക്കും. സോ എന്തായിട്ട് മാറും? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അവിടെ ഒരു കറണ്ട് രൂപപ്പെടുന്നുണ്ട്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൊളാരിറ്റി ഓഫ് കറണ്ട് ക്യാരിയിങ് ലൂപ്പ് എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത്. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് ലെൻസസ് ലോ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ലെൻസസ് ലോ ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? എടാ സിമ്പിൾ ആണ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ഈ മാഗ്നറ്റിനെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഈ കോയിൽ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർത്ത് പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു പറഞ്ഞില്ലേ? സോ നോർത്ത് പൊളാരിറ്റിയും ഒപ്പോസ് ചെയ്യാൻ ഞാനൊരു മെക്കാനിക്കൽ എനർജി ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഞാനൊരു മെക്കാനിക്കൽ വർക്ക് ഡൺ ചെയ്തിട്ടാണ് ഈ ഒരു മാഗ്നറ്റിനെ കോയിലിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. ആ മെക്കാനിക്കൽ എനർജിയാണ് അവിടെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ആവുന്നത്. അതേപോലെ തന്നെ സോളിനോയിഡിന്റെ അടുത്ത് നിന്ന് ഞാൻ മാഗ്നറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ഞാൻ ചെയ്യുന്ന വർക്ക് ഡൺ ആണ് എന്തായിട്ട് മാറുന്നത്? അവിടെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. സോ ഇത് മനസ്സിലാക്കി വെക്കണം, എന്താണ് ഇവിടെ കൺവേർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. റെഡി ആണല്ലോ? ഇതാണ് ലെൻസസ് ലോയും കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്ന ഭാഗം. റെഡി? അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു ദിസ് മെക്കാനിക്കൽ എനർജി ട്രാൻസ്ഫോംഡ് ഇൻടു ഇലക്ട്രിക്കൽ എനർജി. അവിടെ നമ്മൾ കൊടുക്കുന്ന മെക്കാനിക്കൽ എനർജിയാണ് എന്തായിട്ട് മാറുന്നത്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്. ചോദ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട്, എന്താണ്? ലെൻസസ് ലോ ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എക്സ്പ്ലെയിൻ. ലെൻസസ് ലോ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് എനർജിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടേം ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. സോ ഈ എക്സ്പെരിമെന്റ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇംപ്രൂവ്മെന്റ് എക്സാം 2015 ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ലെൻസസ് ലോ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഡാഷ്. എന്താണ്? എനർജിയാണ്. എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയെ ബേസ് ചെയ്തിട്ടാണ് ആരുള്ളത്? നമ്മുടെ ലെൻസസ് ലോ ഉള്ളത്. റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, when a magnetic flux linked with a coil changes an EMF is induced in the circuit, state Faraday's law of electromagnetic induction. മാർച്ച് 2015 ചോദിച്ച ചോദ്യമാണ്. എന്താണ് ഫാരഡേയുടെ ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ? the magnitude of induced EMF is equal to rate of change of magnetic flux. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. mention the physical significance of lenses law with example. lenses lawയുടെ physical significance എന്താ? lenses law നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മുടെ ഈ ഒരു ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ്. സോ അതിന് എക്സാമ്പിൾ കാണാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാഗ്നറ്റിനെ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായ നോർത്ത് പോള് സൗത്ത് പോള് ആ ഒരൊറ്റ എക്സാമ്പിൾ എന്താക്കിയാൽ മതി? കോയിലിന്റെ മുകളിൽ ഉണ്ടായ ആ നോർത്ത് സൗത്ത് പോളിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. വേറെ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് കൊടുക്കണ്ട. റെഡി? അപ്പൊ നമ്മുടെ അടുത്ത ടേം ആണ് മോഷണൽ ഇഎംഎഫ് എന്ന് പറയുന്നത്. എന്താണ് മോഷണൽ ഇഎംഎഫ് എന്ന് പറയുന്നത്? ഇയാൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു റെക്ടാങ്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് ഉണ്ട്. റെക്ടാങ്കുലർ ലൂപ്പ് നമ്മുടെ കയ്യിലുണ്ട്. ഈ റെക്ടാങ്കുലർ റെയിലിന്റെ മുകളിലൂടെ നമ്മൾ ഇവിടെ PQ എന്ന് പറയുന്ന ഒരു റോഡ് ഇതാ. നമുക്ക് ഈ PQ എന്ന് പറയുന്ന റോഡിന് ഒരു പ്രത്യേകത ഉണ്ട്. അയാളെ നമുക്ക് എന്ത് ചെയ്യാം? അയാളെ നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാം. ഇപ്പം ഇവിടെ V വെലോസിറ്റിയിൽ ഈ PQ എന്ന് പറയുന്ന റോഡ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഇതിന്റെ മുകളിലൂടെ മൂവ് ചെയ്യുന്നുണ്ട്. ഈ റോഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്താൽ അതിന്റെ മുകളിൽ എന്തുണ്ടാവും? EMF ഉണ്ടാവും. എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. സോ ഞാൻ ഈ PQ എന്ന് പറയുന്ന റോഡിനെ ഈ മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്താൽ അതിന്റെ മുകളിൽ എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. സോ ആ ഇൻഡ്യൂസ്ഡ് EMF എത്രയാണെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്? കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. സോ മക്കളെ, the straight conductor PQ is moved towards the left with a constant velocity V perpendicular to the uniform magnetic field B. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി പോവാണ്. The magnetic flux linked with the rectangular loop PQRS ന്റെ മുകളിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താ? phi is equal to B into A അഥവാ BLX. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ ലെങ്ത് ആണ് ഈ കാണുന്നത്. X ആണ് ഇവിടെ നമുക്ക് എന്താക്കാൻ പറ്റുന്നത്? ഇത് ലെങ്ത് ആണ് L. അതുപോലെ തന്നെ ഇതെന്താണ്? ഇതാണ് X എന്ന് പറയുന്നത്. സോ നമ്മൾ ഇത് മൂവ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഈ റോഡ് മൂവ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? റോഡ് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എക്സിന്റെ വാല്യൂ കുറഞ്ഞു വരും അല്ലേ? എക്സിന്റെ വാല്യൂ റോഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് എക്സിന്റെ വാല്യൂ കുറഞ്ഞു വരും. റെഡി? അപ്പൊ അതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇവിടെ വേർഡ്സിൽ നമുക്ക് തന്നിട്ടുള്ളത്. സോ ആസ് PQ moves, the X changes, thereby changing the magnetic flux. Whenever the magnetic flux changes, an EMF is induced. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് മാറിക്കഴിഞ്ഞാൽ അവിടെ EMF ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന EMFന്റെ ഇക്വേഷൻ ആണ് E is equal to d phi by dt. എന്താണ് d phi by dt യിലെ phi എന്ന് പറയുന്നത്? അത് BLX ആണ്. സോ നമ്മൾ എഴുതാണ് B യും L ഉം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് dx by dt എന്ന് നമ്മൾ കൊടുക്കും. So what is dx by dt? That is velocity. So BLV. EMFന്റെ ഇക്വേഷൻ ആണ് E is equal to BLV എന്ന് പറയുന്നത്. ഇതാണ് മോഷണൽ EMFന്റെ ഇക്വേഷൻ. ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് എന്താക്കി വെക്കുക, മനസ്സിലാക്കി വെക്കുക. റെഡി ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ EMF induced across the ends of the conductor moving right angle to the uniform magnetic field. അതായത് മോഷണൽ EMFന്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞത്. E is equal to
BLV. ഈ ഒരു ഇക്വേഷൻ എന്താക്കി വെക്കണം, എഴുതി കൊടുക്കണം. റെഡി. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് ഇൻഡക്ഷൻ ആണ്. ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് സെൽഫ് ഇൻഡക്ഷൻ? എടാ, ഇവിടെ ഒരു കോയിൽ ഉണ്ട്, L എന്ന് പറയുന്ന ഒരു കോയിൽ. ഈ കോയിൽ എന്ത് ചെയ്യുന്നു? ഈ കോയിലിലൂടെ നമ്മൾ ഇവിടെ കറണ്ടിനെ കടത്തി വിടാണ്. ഒരു പൊട്ടൻഷ്യൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ കീ നമ്മൾ ഓഫ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിലൂടെ എന്ത് കടന്നു പോകുന്നുണ്ട്? ഒരു കറണ്ട് കടന്നു പോകും. സോ ആ കറണ്ട് കടന്നു പോകുന്നത് കാരണം, ഇതിലൂടെ കറണ്ട് കടന്നു പോകുന്നത് കാരണം എന്ത് സംഭവിക്കും? ഈ കോയിലിന്റെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കോയിലിന്റെ ചുറ്റും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് കോയിലിന്റെ മുകളിൽ തന്നെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കും. കോയിലിന്റെ മുകളിൽ തന്നെ എന്തുണ്ടാക്കും? മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കും. സോ ആ EMFനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. When the circuit switch it on, current through the coil increases. അതായത് കറണ്ട് എന്താണ്? സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള കറണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങും? ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും കറണ്ടിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. The phenomenon of production of induced EMF in an isolated coil by varying current through the same coil is called self induction. അപ്പോൾ എന്താണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്? ഒരു കോയിലിലൂടെ കറണ്ടിനെ കടത്തിവിട്ട് ആ കോയിലിൽ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഒരു ഓപ്പോസിറ്റ് ആയിട്ട് EMFനെ ജനറേറ്റ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ദിസ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് കോൾഡ് ബാക്ക് EMF. അങ്ങനെ പുറകിലേക്ക് വരുന്ന EMFനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബാക്ക് EMF എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. സോ എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്? സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ L എന്ന് പറഞ്ഞാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ നമ്മൾ മനസ്സിലാക്കുക എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസ്. ദ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ത്രൂ ദ കോയിൽ. അതായത് ഫൈ എന്ന് പറയുന്ന ആള് കറണ്ടിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. സോ നമുക്ക് പറയാൻ പറ്റും ഫൈ എന്ന് പറയുന്നത് പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു കൊടുക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് കൊടുക്കണ്ടേ? ആ കോൺസ്റ്റന്റ് ആണ് L എന്ന് പറയുന്ന സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. സോ Lന്റെ യൂണിറ്റ് ആണ് ഹെൻറി എന്ന് പറയാ. എന്താണ്? ഹെൻറി എന്ന് പറയുന്നതാണ് സെൽഫ് ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഈ സെൽഫ് ഇൻഡക്റ്റൻസും അതുപോലെ EMFും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഫൈ ഈസ് ഈക്വൽ ടു എന്താണ്? LI ആണ്. ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. അതുപോലെ നമുക്കറിയാം E ഈസ് ഈക്വൽ ടു d∅/dt അല്ലെങ്കിൽ -d∅/dt. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫ്ലക്സിന്റെ വാല്യൂ നമുക്ക് ഇങ്ങനെ എഴുതാം. E ഈസ് ഈക്വൽ ടു -d/dt ഓഫ് LI. L ഒരു കോൺസ്റ്റന്റ് അല്ലേ? സോ നമ്മൾ -L/di/dt. ഇതാണ് EMFും സെൽഫ് ഇൻഡക്റ്റൻസും തമ്മിലുള്ള റിലേഷൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽഫ് ഇൻഡക്റ്റൻസിന്റെ EMFും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഒരു സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസും EMFും തമ്മിൽ ഉണ്ടാവുന്ന എന്താണ് റിലേഷൻ ആണ് നമ്മൾ ചോദിക്കുന്നത്, നമ്മളോട് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസും അതുപോലെ തന്നെ എന്തും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. എക്സ്പ്രഷൻ ഫോർ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. ഓക്കെ, സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? മനസ്സിലാക്കാൻ പോകുന്നത്. സോ സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡർ എ സോളിനോയിഡ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് n. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞാൽ ചുറ്റുകളുടെ ടോട്ടൽ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാ? n ആണ്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ n ഉം ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് L ഉം ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എഴുതാം? ദ ടോട്ടൽ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സോളിനോയിഡ്. ഫ്ലക്സ് സോളിനോയിഡുമായിട്ട് സിങ്ക് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും ഫൈ ഈസ് ഈക്വൽ ടു NBA. നമ്പർ ഓഫ് ടേൺസ് ആണ് n എന്ന് പറയുന്നത്. നമുക്കറിയാം ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താ? BA എന്ന് പറയുന്നതാണ് ഫ്ലക്സിന്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ ഓഫ് ടേൺസ്, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസിനെ നമുക്ക് എങ്ങനെ എഴുതാം? സ്മോൾ ലെറ്റർ n ഇൻറ്റു L. അതായത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ലെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആയ n കിട്ടും. ഇനി B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആംപിയർ സർക്യൂട്ടൽ തിയറം പ്രകാരം മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് സോളിനോയിഡ് എന്ന് പറയുന്നത് എന്താണ്? μ0 Ni ഇൻറ്റു A ആണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ നമുക്ക് എങ്ങനെ എഴുതാം? μ0 n² AIL. ഇതാണ് ഫൈ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന മറ്റൊരു ഇക്വേഷൻ എന്താ? ഫൈ ഈസ് ഈക്വൽ ടു LI എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഫൈ ഈസ് ഈക്വൽ ടു LI എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിക്കുക. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ദിസിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ LI ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? μ0 n² AIL. അപ്പോൾ നമുക്ക് I ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ L ഈസ് ഈക്വൽ ടു μ0 n²
AL എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് എന്ന് പറയുന്നത്. സോ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ആ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. റെഡി ആണല്ലോ? സോ നമുക്ക് നോക്കാം എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരുപാട് എക്സാംസിന് റിപ്പീറ്റ് പല ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കി വെക്കണം. ഇനി വരുന്ന എക്സാമിനും സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് നമ്മളോട് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ഇക്വേഷൻ ആണ് ഈസ് ഈക്വൽ ടു LdI/dt. ഇത് വെച്ചൊരു പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോക്ക്, ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ ഈസ് 2 മില്ലി ഹെൻറി. ഇഫ് എ കറന്റ് ഓഫ് 1 ആംപിയർ ഈസ് സ്വിച്ച്ഡ് ഓഫ് ഇൻ എ ടൈം ഓഫ് 1 മില്ലി സെക്കൻഡ്, വാട്ട് ഈസ് ദ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ഇറ്റ്? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എന്താ, എല്ലിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 2 മില്ലി ഹെൻറി, അതായത് 2 × 10⁻³ ഹെൻറി. അതേപോലെ DI നമുക്ക് തന്നിട്ടുണ്ട്, എന്താണ്, കറണ്ട് 1 ആംപിയർ സ്വിച്ച് ഓഫ് ആക്കി എന്നാ പറഞ്ഞത്. സോ 1 - 0 that is equal to 1 ആംപിയർ. അടുത്ത് നമുക്കറിയാം 1 മില്ലി സെക്കൻഡ് ആണ് DT. സോ 1 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 × 10⁻³ സെക്കൻഡ്. സോ നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണ് ഈസ് ഈക്വൽ ടു LdI/dt, അതായത് ഈസ് ഈക്വൽ ടു 2 × 10⁻³ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 × 10⁻³ സോ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 2 വോൾട്ട് എന്ന് ആൻസർ കിട്ടും. സോ ഈ ടൈപ്പ് പ്രോബ്ലംസ് എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് എക്സാമിന് ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം തന്നെയാണ്. യെസ്, the current in a circuit falls from 5 ampere to 1 ampere in 0.1 seconds. അതായത് ഒരു സർക്യൂട്ടിൻ്റെ അകത്തുള്ള കറണ്ട് എന്ന് പറയുന്നത് DI എന്ന് പറയുന്നത് എന്താണ്, 5 ആംപിയർ 1 ആംപിയർ ആയി. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, 5 - 1 that is equal to 4 ആംപിയർ നമുക്ക് കിട്ടി. If an average EMF of 200 volt is induced, അപ്പോൾ E എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്, 200 വോൾട്ട് ആണ്. ഫൈൻഡ് ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദി കോയിൽ. നമുക്ക് എന്താ തന്നിട്ടുള്ളത്, അവിടെ ടൈം തന്നിട്ടുണ്ട്. DT എന്ന് പറയുന്നത് എത്രയാ, 0.1 സെക്കൻഡ് ആണ്. അങ്ങനെയാണ് നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താ, L ആണ് കാണാൻ വേണ്ടി പറഞ്ഞത്. നമുക്കറിയാം E is equal to LdI/dt. അങ്ങനെയാണെങ്കിൽ L is equal to എങ്ങനെ എഴുതാം, E × DT/DI എന്ന് പറയാം. സോ നമുക്ക് E ആയിട്ട് കിട്ടിയിട്ടുള്ളത് ആരെയാണ്, 200 × DT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ, 0.1. DI എന്ന് പറഞ്ഞാൽ എത്രയാ, 4. സോ നമുക്ക് 2 × 0.1 എന്ന് പറഞ്ഞാൽ 20 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5. സോ 5 ഹെൻറി ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. റെഡി ആണല്ലോ? അടുത്തത് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. മാർച്ച് 2018 ഇംപ്രൂവ്മെന്റ് എക്സാം 2021 ഇവിടെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമാണ് എന്ത്, എക്സ്പ്രഷൻ ഫോർ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് സോളിനോയിഡ്. സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. തൊട്ട് മുമ്പ് നമ്മൾ എന്താക്കിയതാണ്, ഡിറൈവ് ചെയ്തതാണ്, ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചു. ഇനി മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ടേം നമുക്കറിയാം. ഒരു കോയിലിൽ നമ്മൾ AC സോഴ്സ് കൊടുക്കുകയാണ്. ഒരു കോയിൽ C1 എന്നാണ് കോയിലിന്റെ പേര്. ഈ കോയിലിൽ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് അതിന് ചുറ്റും എന്തുണ്ടാവുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് C2 എന്ന് പറയുന്ന കോയിലിനെ പോയി കട്ട് ചെയ്യും. സോ C2ന്റെ മുകളിൽ എന്തുണ്ടാവും, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. സോ മനസ്സിലാക്കി വെക്കുക, C1ലൂടെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് പോയിട്ട് ആരെ കട്ട് ചെയ്യും, C2 എന്ന് പറയുന്ന കോയിലിനെ പോയിട്ട് കട്ട് ചെയ്യും. സോ അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും, EMF ഡെവലപ്പ് ചെയ്യും, ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യും. സോ ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും C1ൽ കറണ്ട് കടന്നു പോയാൽ C2ൽ എന്തുണ്ടാവുന്നുണ്ട്, ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റും. ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. സോ ഇറ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ് ദാറ്റ് വെൻ കറണ്ട് ത്രൂ C1 ചേഞ്ചസ് പ്രൊഡ്യൂസ് an EMF ആൻഡ് കറണ്ട് ഇൻ ദ കോയിൽ C2. ഓക്കെ, അപ്പോൾ നമുക്ക് C2ന്റെ അകത്ത് എന്ത് കിട്ടുന്നുണ്ട്, കറണ്ട് കിട്ടുന്നുണ്ട്. ഇനി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M എന്ന് പറയുന്ന ആളാണ്. സോ നമ്മൾ പറയാം, ഇൻ മ്യൂച്വൽ ഇൻഡക്ഷൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് പാസിംഗ് ത്രൂ. അതായത് phi പ്രൊപ്പോർഷണൽ ടു I ആണ്, അഥവാ phi ഈക്വൽ ടു MI ആണ്. M അറിയപ്പെടുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. എന്താണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്? സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസും അതുപോലെ തന്നെ ഇയും തമ്മിലുള്ള റിലേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഈസ് ഈക്വൽ ടു -dφ/dt നമുക്കറിയാം. അതേപോലെ ഫൈ എന്ന് പറഞ്ഞാൽ എന്താ, MI ആണെന്ന് തൊട്ട് മുമ്പ് നമ്മൾ എഴുതി. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. നമ്മൾ എന്ത് ചെയ്യുന്നു, ഫൈയുടെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു -d/dt ഓഫ് MI അഥവാ -MdI/dt. ഇതാണ് ഇൻഡ്യൂസ്ഡ് EMFും അതുപോലെ മ്യൂച്വൽ ഇൻഡക്റ്റൻസും തമ്മിലുണ്ടാവുന്ന റിലേഷൻ. ഓക്കെ,
Then അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദ കോഎഫിഷ്യന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ടു കോയിൽ ഈസ് 1 ഹെൻറി. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എമ്മിന്റെ വാല്യൂ 1 ഹെൻറി ആണ്. കറണ്ട് ഇൻ വൺ ഓഫ് ദി കോയിൽ ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 4 to 5 ആംപിയർ. 4 to 5 ആംപിയർ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഡി ഐ എന്ന് പറഞ്ഞാൽ 5 - 4, അതായത് 1 ആംപിയർ ആണ്. ഇൻ 1 മില്ലി സെക്കൻഡ്. അപ്പോൾ ഡി ടി നമുക്ക് തന്നിട്ടുള്ളത് 1 മില്ലി സെക്കൻഡ്. 1 മില്ലി സെക്കൻഡ്, അതായത് 1 × 10⁻³ സെക്കൻഡ്സ്. വാട്ട് ആവറേജ് ഇ എം എഫ് വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ദ അതർ കോയിൽ. അപ്പോൾ നമുക്ക് ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈസ് ഈക്വൽ ടു എം ഡി ഐ ബൈ ഡി ടി, അതായത് 1 × 1 ഡിവൈഡഡ് ബൈ 1 × 10⁻³ സോ 10⁻³ മുകളിലേക്ക് വരുന്ന സമയത്ത് 1000 എന്ന് നമുക്ക് വാല്യൂ കിട്ടും. 1000 വോൾട്ട് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. നോക്കൂ മക്കളെ, ഇതൊരു സോളിനോയിഡ് ആണ്. ഈ സോളിനോയിഡിനെ നമ്മൾ ഒരു എ സി സോഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്ത് വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ സോളിനോയിഡ് എ സി സോഴ്സുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൂടെ എന്ത് കടന്നു പോകും? ഇതിനകത്തൂടെ നമുക്ക് കറണ്ട് കടന്നു പോകും. സോ ഓപ്പോസിറ്റ് ആയിട്ട് ആര് ഡെവലപ്പ് ചെയ്യും? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഡെവലപ്പ് ചെയ്യും. സോ ഇതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് കറണ്ട് കടന്നു പോകണമെങ്കിൽ ഒരു വർക്ക് ചെയ്യണ്ടേ? ആ വർക്ക് എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്? എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എനർജിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എഴുതാണ്. നമുക്കറിയാം പവർ എന്ന് പറഞ്ഞാൽ എന്താ? dw ബൈ ഡി ടി ആണ്. അപ്പോൾ നമ്മൾ പവറിൻ്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം പവർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. ഇവിടെ നമ്മൾ വി ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ആരെയാ? എൽ ഡി ഐ ബൈ ഡി ടി ഇൻറ്റു ഐ. സോ ഡി ഡബ്ല്യു ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ? എൽ ഡി ഐ ബൈ ഡി ടി ഇൻറ്റു ഐ. ഡി ടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ഡി ഡബ്ല്യു ബൈ ഡി ടി. ഡി ഡബ്ല്യു ബൈ ഡി ടി എന്താ കിട്ടിയിട്ടുള്ളത്? ഡി ഡബ്ല്യു ബൈ ഡി ടി എന്ന് പറയുന്നത് ഡി ഡബ്ല്യു ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എൽ ഐ ഡി ഐ ആണ്. എൽ ഐ ഡി ഐ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ടോട്ടൽ വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മുടെ കയ്യിൽ ഡി ഡബ്ല്യു ഉള്ളത്. സോ നമ്മൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0 മുതൽ I0, മാക്സിമം കറണ്ടിനാണ് നമ്മൾ എന്ത് വിളിക്കുക? I0 എൽ ഐ ഡി ഐ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? എൽ ഐ ഡി ഐ എന്ന് പറയുന്നതിലെ കോൺസ്റ്റന്റിനെ പുറത്തേക്ക് എഴുതാണ്. എൽ കോൺസ്റ്റന്റ് ആണ്. 0 മുതൽ I0 വരെ ഐ ഡി ഐ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻറ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് റേസ് ടു എൻ ഡി എക്സ്. ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1 ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇൻറ്റഗ്രൽ 0 to I0 ഐ ഡി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത് എൽ I²/2. ലിമിറ്റ് എത്രയാണ്? 0 മുതൽ I0 മാക്സിമം വരെ. സോ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ½ LI0². ഇതാണ് വർക്ക്. സോ ഇത് നമ്മൾ എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്? ഇത് നമ്മൾ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആ എനർജിയാണ് U is equal to ½ LI0² എന്ന് പറയുന്നത്. സോ ഇത് മനസ്സിലാക്കി വെക്കണം. ഇതാണ് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടറിന്റെ ഇക്വേഷൻ. ഇത് വെച്ച് നമ്മളൊരു പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ കാൽക്കുലേറ്റ് ദി എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ ഓഫ് ഇൻഡക്ടൻസ് 50 മില്ലി ഹെൻറി വെൻ എ കറന്റ് ഓഫ് 2 ആംപിയർ is passed through it. സോ നമ്മൾ ഇക്വേഷൻ ആണ് U is equal to ½ LI0² എന്ന് പറയുന്നത്. സോ നമ്മൾ എഴുതാം ½ ഇൻറ്റു എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര തന്നിട്ടുള്ളത്? 50 മില്ലി ഹെൻറി ആണ്. സോ 50 × 10⁻³ ഇൻറ്റു 2². സോ നമുക്ക് എന്ത് കിട്ടും? 0.1 ജൂൾ എന്ന് നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് എ സി ജനറേറ്റർ. ഓക്കെ, എ സി ജനറേറ്റർ എന്നാണ് നമ്മുടെ ടോപ്പിക്കിന്റെ പേര്. എന്താണ് എ സി ജനറേറ്റർ എന്ന് പറയുന്നത്? നമുക്കറിയാം മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഉപകരണത്തിന്റെ പേരാണ് എന്ത്? എ സി ജനറേറ്റർ. സോ ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി എന്താക്കി മാറ്റുന്ന ഉപകരണമാണ്? ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഉപകരണമാണ്. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. സോ നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ പാർട്സ്. ഒരു എ സി ജനറേറ്റർ നോക്കിയാൽ നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചതാണ്. ഇതിന് എന്തുണ്ടായിരിക്കും? ഒരു ആർമേച്ചർ കോയിൽ ഉണ്ടായിരിക്കും, 2 ഫീൽഡ് മാഗ്നറ്റുകൾ ഉണ്ടായിരിക്കും, സ്ലിപ്പ് റിങ്ങുകൾ ഉണ്ടായിരിക്കും, അതുപോലെ ഗ്രാഫൈറ്റ് ബ്രഷ് ഉണ്ടായിരിക്കും. ഇതിന്റെ മുകളിൽ എന്തുണ്ടായിരിക്കും? ഗ്രാഫൈറ്റ് ബ്രഷ്. അപ്പോൾ ഇതിന്റെ പാർട്സ് അടയാളപ്പെടുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ അടയാളപ്പെടുത്തണം. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ഈ നമ്മുടെ എ സി ജനറേറ്ററിന്റെ കോയിലിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കാൻ പോവാണ്. സോ എ സി ജനറേറ്ററിന്റെ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവുന്നുണ്ട്. സോ അതിന്റെ വർക്കിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിനെ ആര് കട്ട് ചെയ്യും? ഈ ഒരു ആർമേച്ചർ കറങ്ങുന്ന സമയത്ത് കട്ട് ചെയ്യും. അതുകൊണ്ട് ആർമേച്ചറിന്റെ മുകളിൽ എന്തുണ്ടാവുന്നുണ്ട്? ഇ എം എഫ് ഉണ്ടാവുന്നുണ്ട്. അതാണ് നമ്മൾ വർക്കിംഗ് ആയിട്ട് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഞാൻ ഈ വർക്കിംഗ് ആയിട്ട് എന്താക്കിയത്? കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്തത്. നമുക്ക് എക്സാമിന് പഠിക്കാനുള്ളത് എന്താ? എക്സ്പ്രഷൻ ഫോർ ദി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്
ആൻഡ് കറണ്ട്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനും കറണ്ടിനും എന്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്? എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ നോക്കാം എന്താണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ എക്സ്പ്രഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. സിമ്പിൾ ആണെടാ. Phi is equal to നമ്മൾ പഠിച്ചതാണ്. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ടേൺസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണോ ഞാൻ എഴുതുന്നത്. NBA cos omega t. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ NBA cos omega t. ഒമേഗ ടി എന്ന് പറഞ്ഞ ആംഗിൾ ആണ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി ഈ ഇക്വേഷനെ ഞാൻ ഇക്വേഷൻ 1 എന്ന് വിളിച്ചു. അതുപോലെ തന്നെ നമുക്കറിയാം E is equal to minus d∅/dt ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകണം മക്കളെ? ഈ ഒരു ഫൈ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഫൈയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. സോ നമുക്ക് എഴുതാം E is equal to minus d/dt of NBA cos omega t. സോ ഇതിൽ കോൺസ്റ്റന്റ് ഒക്കെ പുറത്തേക്ക് എഴുതി കഴിഞ്ഞാൽ മൈനസ് NBA d/dt of cos omega t minus NBA d/dt of cos omega t is equal to minus NBA. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ? മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ. അപ്പം നമുക്ക് എഴുതാം NBA ഒമേഗ സൈൻ ഒമേഗ ടി. ഈ സൈൻ ഒമേഗ ടിക്ക് എന്തുണ്ട്? മൈനസ് ഉണ്ട്. സോ മൈനസും മൈനസും ക്യാൻസൽ ചെയ്ത് പോയാൽ നമുക്ക് എന്ത് കിട്ടും? NBA ഒമേഗ സൈൻ ഒമേഗ ടി. ഓക്കെ, അപ്പം നമുക്ക് എഴുതാം ഈ NBA ഒമേഗ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അതിനെ നമ്മൾ വിളിക്കും E0. ഈസ് ഈക്വൽ ടു E0 മാക്സിമം EMF എന്നാണ് അതിൻ്റെ പേര്. E0 സൈൻ ഒമേഗ ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്താക്കണം? നമ്മൾ പഠിച്ചു വെക്കണം. ഇത് ചോദിക്കാറുണ്ട് എക്സാമിന്. റെഡി? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നേരെ നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളതെന്ന്. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് AC ജനറേറ്റർ. AC ജനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് വർക്കിംഗ്. അതിൻ്റെ വർക്കിംഗ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്ന വർക്കിംഗ് നമ്മൾ പറഞ്ഞു കൊടുക്കാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലാബൽഡ് ഡയഗ്രാം വർക്കിംഗ് പറഞ്ഞു കൊടുക്കാം. ഒബ്റ്റെയിൻ ദി എക്സ്പ്രഷൻ ഫോർ ദി EMF ഇൻഡ്യൂസ്ഡ്. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു ഡെറിവേഷൻ ഉണ്ടല്ലോ, ഈ ഡെറിവേഷൻ എന്താക്കി കൊടുക്കുക? അവിടെ പറഞ്ഞു കൊടുക്കാം. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇനി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനും പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന വളരെ ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ഒരു ചാപ്റ്റർ പെട്ടെന്ന് തന്നെ ഒരു 10-20 മിനിറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു ചാപ്റ്ററും കൂടെ നമ്മൾ കവർ ചെയ്യും. അധികം സമയമൊന്നും എടുക്കില്ല. ഓൾറെഡി നമ്മൾ മാത്സ് ഒക്കെ പഠിച്ച് നല്ല രീതിയിൽ എന്താക്കുകയാണ്? സെറ്റ് ആയിട്ടിരിക്കുകയാണ്. സോ മാത്സ് കഴിഞ്ഞു. ഫിസിക്സിന് ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട്, വളരെ സിമ്പിൾ ചാപ്റ്റർ ആയതുകൊണ്ടാണ് ക്വിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്തത്? ആ ഒരു ചാപ്റ്റർ പറഞ്ഞു തീർത്തത്. സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ചാപ്റ്റർ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഏറ്റവും ചെറിയ ചാപ്റ്റർ ആണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. എന്താണ് മക്കളെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ? ടൈം വേരിയിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് പ്രൊപ്പഗേറ്റ് ത്രൂ സ്പേസ്. അതായത് എക്സ് ആക്സിസിലൂടെ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡും വൈ ആക്സിസിലൂടെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡും സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ സെഡ് ആക്സിസിലൂടെ പോകുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. കോൺസെപ്റ്റ് കത്താൻ നമ്മളൊന്ന് ഇമേജ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ജസ്റ്റ് ഈ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആർ വൺ ഓഫ് ദി പ്രെഡിക്ഷൻസ് ഓഫ് മാക്സ്വെൽസ് ഇക്വേഷൻ. മാക്സ്വെൽ ഇക്വേഷൻ പ്രകാരമുള്ള ഒരു പ്രൊഡിക്ഷൻ ആണ്. അതായത് ഇന്റഗ്രൽ E.dl is equal to d∅b/dt. നോക്ക്, ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ മാക്സ്വെൽ പറഞ്ഞിട്ടുള്ളത്. ഫാരഡെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ? ഈസ് ഈക്വൽ ടു d∅e/dt. ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് കാരണം എന്തുണ്ടാവുന്നുണ്ട്? അവിടെ ഒരു ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് എന്താക്കിയത്? നമ്മുടെ മാക്സ്വെൽ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ഇക്വേഷൻ നമ്മൾ എന്താക്കുക? ഇതിന്റെ കൂടെ ഓർത്ത് വെക്കുക. നമുക്ക് എക്സാമിന് മനസ്സിലാക്കാനുള്ള ഒരു ടേം ആണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത്. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഞാനൊരു കപ്പാസിറ്റർ പ്ലേറ്റ് എടുക്കുകയാണ്. ഈ കപ്പാസിറ്റർ പ്ലേറ്റ് എടുത്തിട്ട് ഒരു കണ്ടക്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു പൊട്ടൻഷ്യൽ ഞാൻ കൊടുത്തു. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇതിലൂടെ കറണ്ട് കടന്നു പോകും. നമുക്കറിയാം എന്താവും? ഇത് പോസിറ്റീവ് ടെർമിനൽ ആണെങ്കിൽ ഇത് മുഴുവൻ എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. ഇത് മുഴുവനും നെഗറ്റീവായിട്ട് മാറും. നമുക്കറിയുന്ന കാര്യമാണ്. ഞാനിവിടെ ഒരു മെറ്റീരിയൽ കൊണ്ടുവച്ചാൽ, ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ കൊണ്ടുവച്ചാൽ ഇതിലൂടെ കറണ്ട് കടന്നു പോകുന്നത് കാരണം ഇതിന് ചുറ്റുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇയാൾ ട്വിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇയാൾ ട്വിസ്റ്റ് ചെയ്യും. ഇവിടെ ഞാൻ മാഗ്നറ്റിക് മെറ്റീരിയൽ കൊണ്ടുവച്ച് കഴിഞ്ഞാലും ഇയാളും ഇതിനകത്തുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാരണം ട്വിസ്റ്റ് ചെയ്യും. ഇവിടെയാണ് ഞാൻ ആ ഒരു മെറ്റീരിയലിനെ കൊണ്ടുവെക്കുന്നതെങ്കിൽ
ആ മെറ്റീരിയൽ എന്ത് ചെയ്യൂല, ട്വിസ്റ്റ് ചെയ്യൂല. കാരണം എന്താ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് മാത്രമല്ലേ ഉണ്ടാവുന്നുള്ളൂ, പോസിറ്റീവ് നെഗറ്റീവിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് മാത്രമല്ലേ ഉണ്ടാവുന്നുള്ളൂ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നില്ലല്ലോ. സോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല എന്ന് പറയുന്ന ആ ഒരു പ്രഡിക്ഷനെ ഇവിടെ തെറ്റിക്കുകയാണ്. ഇവിടെ ഉണ്ടാവുന്ന ആ ഒരു മെറ്റീരിയൽ എന്ത് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡിന് കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്തിട്ട് ഇയാളും ട്വിസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവിടെ ഇലക്ട്രിക് ഫീൽഡ് മാത്രമല്ല അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിട്ടുണ്ട്. അതായത് വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് കാരണം അവിടെ എന്തുണ്ടായിട്ടുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിട്ടുണ്ട്. സോ ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് കാരണം അവിടെ ഒരു കറണ്ട് ഉണ്ടായിട്ടുണ്ടെന്ന് പറയും. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് കാരണം അവിടെ എന്തുണ്ടായിട്ടുണ്ട്, ഒരു കറണ്ട് ഉണ്ടായിട്ടുണ്ട്. ആ കറണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയാം. നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ എക്സ്പ്രഷൻ ആണ്. നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ എക്സ്പ്രഷൻ ആണ് പഠിക്കേണ്ടത്. നമ്മൾ പറയാൻ പോവാണ് ഈ പോസിറ്റീവ് പ്ലേറ്റ് കാരണം ഉണ്ടായ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ, ഈ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഇനി ഈ നെഗറ്റീവ് പ്ലേറ്റ് കാരണം ഉണ്ടായ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0. സോ ഈ നെറ്റ് എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ 2 എപ്സിലോൺ 0 പ്ലസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0, അതായത് സിഗ്മ ബൈ എപ്സിലോൺ 0. ഇനി നമ്മൾ പറയാണ് ഈ ഇസ് ഈക്വൽ ടു എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0 ആണല്ലോ നമുക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ, ക്യൂ ബൈ എ ആണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ എ, ഓൾറെഡി എപ്സിലോൺ 0 ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ ഈ എ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. എന്താണ് ഇ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ, ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. സോ ദാറ്റ് ഈസ് ക്യൂ ബൈ എപ്സിലോൺ 0. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇനി നമ്മൾ രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. ഡി ഫൈ ഇ ബൈ ഡി ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ്, ഈ എപ്സിലോൺ 0നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. സോ എപ്സിലോൺ 0 ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി ഡി ഫൈ ഡി ക്യൂ ബൈ ഡി ടി എന്ന് എഴുതി. നമുക്കറിയാം ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ട് ആണ്. സോ എപ്സിലോൺ 0 ഡി ഫൈ ഇ ബൈ ഡി ടി ആണ് ഇവിടെ ഉണ്ടായ കറണ്ടിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് കാരണം അവിടെ എന്തുണ്ടാവുന്നുണ്ട്, ഒരു കറണ്ട്. ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് കാരണം അവിടെ എന്തുണ്ടാവുന്നുണ്ട്, ഒരു കറണ്ട് ഉണ്ടാവുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് എന്താക്കിയത് ഇവിടെ തന്നിട്ടുള്ളത്. ജസ്റ്റ് നമ്മളൊന്ന് വായിച്ചു നോക്കാം. ഇവിടെ ഈ കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന ഈ കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് IC അഥവാ കണ്ടക്ഷൻ കറണ്ട്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ്, ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് കാരണം അവിടെ ഉണ്ടാകുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. സോ ഈ കറണ്ട് കാരണമാണ് ഇവിടെ ഉണ്ടാവുന്ന ആ ഒരു മെറ്റീരിയൽ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ മാക്സ്വെൽ ആംബിയർ മാക്സ്വെൽ ലോ. എന്താണ് ഇവിടെ ആംബിയർ മാക്സ്വെൽ ലോ എന്ന് പറയുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ആംബിയർ സർക്യൂട്ടൽ തിയറം പ്രകാരം ഇന്റഗ്രൽ B.dl is equal to mu 0 I. അപ്പോൾ ഇവിടെ mu 0 I എന്ന് പറയുമ്പോൾ അത് ഏത് കറണ്ട് ആണെന്ന് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ടക്ഷൻ കറണ്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു കറണ്ടും കൂടെ ഇവിടെ ഉണ്ടാവുന്നില്ലേ, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ആ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഇക്വേഷനും കൂടെ ഇതിന്റെ കൂടെ എന്താക്കുക, ആഡ് ചെയ്ത് കൊടുക്കുക. അതിനെയാണ് നമ്മൾ ആംബിയർ മാക്സ്വെൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പഠിച്ചിട്ടുണ്ടായിരുന്ന ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ലിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്, ഇത് നമ്മൾ പഠിച്ചതാണ്. സോ എല്ലാ ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഈ ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് ഒക്കെ എന്താക്കിയതാണ്, മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് നോട്ട് ചെയ്താണ്. നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ എന്താക്കേണ്ട, കൂടുതലായിട്ട് നമ്മൾ അതിലേക്ക് സ്ട്രെസ് ചെയ്യേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് ഈ രണ്ട് ഇക്വേഷൻസ് ആണ് ഇതിൻ്റെ അകത്ത്. ഈ രണ്ട് ഇക്വേഷൻസ് എന്താക്കി വെക്കണം, നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. റെഡി? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ആണ്, the current due to time varying electric field is called. time varying ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കാരണം ഉണ്ടാവുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരെന്താ, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്നാണ് വിളിക്കുക. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ദ SI യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആംപിയർ ആണ്. അടുത്തത് ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആൻഡ് ഓൾസോ റൈറ്റ് ദി ആംപിയർ മാക്സ്വെൽ ഇക്വേഷൻ. അവിടെ എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ആംപിയർ മാക്സ്വെൽ ഇക്വേഷൻ എഴുതാനാണ്. നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡെറിവേഷൻ ഇതേപോലെ നമ്മൾ എന്താക്കി കൊടുക്കണം, ഇവിടെ എഴുതി കൊടുക്കണം. മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത് സോഴ്സ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സ് എന്ന് പറയുന്നത്? എടാ സിമ്പിൾ ആണ്, ആക്സിലറേറ്റിംഗ് ചാർജ് ആണ്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്നതാണ് എന്ത്, നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. ജസ്റ്റ് എന്താക്കി വെക്കാം, ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ പ്രോപ്പർട്ടി? നമ്മൾ ഒന്നാമതായിട്ട് പഠിക്കാം
they propagate in a direction perpendicular to both electric and magnetic field vector. Electric field vector ഇന്റെയും magnetic field vectorനെയും perpendicular ആയിട്ടാണ് ആര് പോകുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പോകുന്നത്. രണ്ടാമതായിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്താണ്? ട്രാൻസ്വേഴ്സ് നേച്ചറിലാണുള്ളത്. മൂന്നാമതായിട്ട് നോ മെറ്റീരിയൽ മീഡിയം ഈസ് റിക്വയർഡ് ഫോർ പ്രൊപ്പഗേഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്താവശ്യമില്ല? മീഡിയം ആവശ്യമില്ല. നോട്ട് ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിലോ മാഗ്നറ്റിക് ഫീൽഡിലോ ഇയാൾ എന്ത് ചെയ്യൂല? ഡിഫ്ലക്റ്റ് ചെയ്യൂല. ഇതൊക്കെ പ്രോപ്പർട്ടി ആണ്. അടുത്തത് വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ വാക്വം ഈസ് ഗിവൺ ബൈ C is equal to 1/√μ0 അടുത്തത് വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഡിക്രീസസ് ആസ് ദേ മൂവ് ത്രൂ മെറ്റീരിയൽ മീഡിയം. ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ മീഡിയത്തിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ദ റേഷ്യോ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ് ഇൻ ഫ്രീ സ്പേസ് ഈസ് gives velocity of light. അതായത് C is equal to E0 by B0. ഇലക്ട്രിക് ഫീൽഡിനും അതേപോലെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? C ആണ്. അതാണ് വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കി വെക്കണം. E0 by B0 ഒരു കോൺസ്റ്റന്റ് ആണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ് റൈറ്റ് ഫോർ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ 4 പ്രോപ്പർട്ടീസ്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രോപ്പർട്ടീസിലെ ഏതെങ്കിലും 4 എന്താക്കി കൊടുക്കാം? നിങ്ങൾ എഴുതി കൊടുക്കാം. അടുത്തത് സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്, ശരിയാണോ തെറ്റാണോ എന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ശരിയാണല്ലോ. സോ നമ്മൾ എന്ത് കൊടുക്കും? ട്രൂ എന്ന് കൊടുക്കും. അവർ പരസ്പരം എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആർ ഈക്വൽ. ആണോ? നമ്മൾ പഠിച്ചത് എന്താ? E0 by B0 is equal to C ആണ്. അങ്ങനെയാണെങ്കിൽ E0ന്റെ വാല്യൂ B0ക്ക് ഈക്വൽ ആണോ? ഒരിക്കലും അല്ലല്ലോ. E0 is equal to C into B0 അല്ലേ? അപ്പോൾ ഒരിക്കലും എന്താവില്ല? അവര് ഈക്വൽ ആവില്ല. സോ ദിസ് ഈസ് ഫോൾസ്. ഇതെന്താണ്? ദിസ് ഈസ് റോങ്. അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. എ ടിപ്പിക്കൽ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് ദി Z ഡയറക്ഷൻ ഈസ് ഗിവൺ ബിലോ. റൈറ്റ് ദി ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും എന്ത് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? നമ്മളിവിടെ മനസ്സിലാക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്ന ഇക്വേഷൻ ആണെന്ത്? ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആയിട്ട് EX is equal to E0 sin KX minus omega t. അതേപോലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് B0 sin KZ minus omega t. ഈ ഒരു ഇക്വേഷൻ പഠിക്കണം. എന്താണ്? എക്സ് ആക്സിസിലൂടെ മൂവ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് E0 sin KZ minus omega t. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പോകുന്ന Z ഡയറക്ഷനിലായതുകൊണ്ടാണ് അവിടെ എന്ത് നമ്മൾ കൊടുത്തത്? Z നമ്മൾ കൊടുത്തത്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് BY is equal to B0 sin KZ minus omega t. സോ ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ എന്താക്കി വെക്കാം? മനസ്സിലാക്കി വെക്കാം. റെഡി? അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ ചോദ്യമായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദ റേഷ്യോ ഓഫ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ടു ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഹാസ് ദി ഡയമെൻഷൻസ് ഓഫ്. അതായത് B0 by E0 എന്താണെന്നാ ചോദിച്ചത്. നമുക്കറിയാം 1/C ആണ്. കാരണം എന്താ? E0 by B0 എന്ന് പറഞ്ഞാൽ C ആണെങ്കിൽ B0 by E0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/C ആയിരിക്കും. സോ റെസിപ്രോക്കൽ ഓഫ് വെലോസിറ്റി ആണ് ഇവിടെ എന്താവുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്തതാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ വരികയാണ്. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ ഓർഡർ പ്രകാരം അറേഞ്ച് ചെയ്യാണ്. നമുക്ക് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം? വേവ് ലെങ്ത്തിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ സീരീസിന്റെ വേവ് ലെങ്ത്തിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ വേവ് ലെങ്ത്തിന്റെ ഡിക്രീസിംഗ് ഓർഡറിൽ നമുക്ക് ഇവർ എന്ത് ചെയ്യാം മക്കളെ? അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദി ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇൻ ദി അസെൻഡിംഗ് ഓർ ഡിസെൻഡിംഗ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി ഓർ വേവ് ലെങ്ത്. വേവ് ലെങ്ത്തിന്റെ അസെൻഡിങ്ങിലോ ഫ്രീക്വൻസിയുടെ അസെൻഡിങ്ങിലോ, വേവ് ലെങ്ത്തിന്റെ ഡിസെൻഡിങ്ങിലോ ഫ്രീക്വൻസിയുടെ ഡിസെൻഡിങ്ങിലോ അവരെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഞാനിവിടെ ഒരു സ്പെക്ട്രം അറേഞ്ച്മെന്റ് നടത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വേവ് ലെങ്ത് ഇവിടെ ഏറ്റവും കൂടുതലുള്ള ആളാണ് ലാംഡ. ഏറ്റവും കൂടുതലുള്ള ആളാണ് നമ്മുടെ റേഡിയോ വേവ്. വേവ് ലെങ്ത് ഏറ്റവും കുറവുള്ള ആളാണ് നമ്മളുടെ ഗാമ റേ എന്ന് പറയുന്നത്. സോ ഇയാൾക്ക് എന്ത് കൂടുതലായിരിക്കും? ഫ്രീക്വൻസി കൂടുതലായിരിക്കും. ഇയാൾക്ക് ഫ്രീക്വൻസി കുറവായിരിക്കും. സോ ഈ ഒരു ഓർഡറിൽ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമ റേ, ഈ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കണം. ഏതെങ്കിലും ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സാമിന് ചോദിച്ചാൽ കൃത്യമായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ വേവിനെ കുറിച്ച് പരിചയപ്പെടാൻ പോവാണ്. എന്താണ് റേഡിയോ വേവ് എന്ന് പറയുന്നത്? റേഡിയോ വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ആക്സലറേറ്റഡ് മോഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ കണ്ടക്ടിംഗ് വയേഴ്സ്. ഒരു കണ്ടക്ടിംഗ് വയേഴ്സിൽ ഉണ്ടാവുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ആക്സലറേഷൻ കാരണമാണ് റേഡിയോ വേവ്സ് ഉണ്ടാവുന്നത്. അടുത്തത്
ദേ ആർ യൂസ്ഡ് ഇൻ റേഡിയോ ടെലിവിഷൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇത് എവിടെ ഉപയോഗിക്കുന്നത്? റേഡിയോ ടെലിവിഷൻ, നമ്മുടെ വീട്ടിലുള്ള ടിവിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് സിഗ്നൽസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു റേഡിയോ വേവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്പേസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റേഡിയോ വേവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദേ ആർ ജനറലി ഇൻ ദ ഫ്രീക്വൻസി റേഞ്ച് ഓഫ് 500 kHz to about 1000 MHz. അപ്പോൾ ഇതിന്റെ റേഞ്ച് വരുന്നത് 500 kHz മുതൽ 1000 MHz വരെയാണ് എന്ത് ചെയ്യുന്നത്, റേഡിയോ വേവ്സിന്റെ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത്. അടുത്തത് മൈക്രോവേവ് ആണ്. എന്താണ് മൈക്രോവേവ് എന്ന് പറയുന്നത്? ദേ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ സ്പെഷ്യൽ വാക്വം ട്യൂബ്സ്. അതായത് ക്ലിസ്ട്രോൺസ്, മാഗ്നട്രോൺസ്, ഗൺ ഡയോഡ് തുടങ്ങിയിട്ടുള്ള സ്പെഷ്യൽ വാക്വം ട്യൂബുകളാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, മൈക്രോവേവ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡ്യൂ ടു ദ ഷോർട്ട് വേവ് ലെങ്ത് ദേ ആർ സ്യൂട്ടബിൾ ഫോർ റഡാർ സിസ്റ്റം. അതായത് എയർക്രാഫ്റ്റിന്റെ നാവിഗേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന റഡാറുകളിൽ നമ്മൾ ആര് ഉപയോഗിക്കാറുണ്ട്, നമ്മുടെ മൈക്രോവേവ് ഉപയോഗിക്കാറുണ്ട്. മൈക്രോവേവിന്റെ മറ്റൊരു പേരാണ് ഷോർട്ട് വേവ് ലെങ്ത് റേഡിയോ വേവ്സ്. അതായത് അവർക്ക് എന്താണ്, ഇതിന്റെ ഗഗാഹെർട്സ് റേഞ്ചിൽ ഇതിന്റെ ഫ്രീക്വൻസി ഉള്ളത് കൊണ്ട് റേഡിയോ വേവിനെക്കാളും ഫ്രീക്വൻസി കൂടുതലായതുകൊണ്ട് അവരെ നമ്മൾ എന്ത് വിളിക്കും, ഷോർട്ട് വേവ് ലെങ്ത് റേഡിയോ വേവ്സ് എന്ന് വിളിക്കാറുണ്ട്. അടുത്തത് ഇൻഫ്രാറെഡ് റേസ് ആണ്. എന്താണ് ഇൻഫ്രാറെഡ്? IR എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഹോട്ട് ബോഡീസ് ആൻഡ് മോളിക്യൂൾസ്. IR ഈസ് ഓൾസോ കോൾഡ് ഹീറ്റ് വേവ്സ്. അതായത് ഹോട്ട് ബോഡീസും മോളിക്യൂൾസും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ IR. അതിനെ നമ്മൾ എന്തും വിളിക്കാറുണ്ട്, ഹീറ്റ് വേവ് എന്ന് വിളിക്കാറുണ്ട്. ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഓൾസോ പ്ലേസ് എൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് എർത്ത് വാംത്ത് ഓർ ആവറേജ് ടെമ്പറേച്ചർ. അതായത് ഭൂമിയുടെ താപം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആര് ഉപയോഗിക്കാറുണ്ട്, നമ്മുടെ ഇൻഫ്രാറെഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, IR നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ദെൻ യൂസ്ഡ് ഇൻ റിമോട്ട് സ്വിച്ചസ്. നമ്മുടെ വീടുകളിലുള്ള റിമോട്ടിന്റെ സ്വിച്ചുകളിൽ നമ്മൾ ആരെ ഉപയോഗിക്കുന്നത്, IR ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻഫ്രാറെഡ് ലാംപ്സ് ആർ യൂസ്ഡ് ഇൻ ഫിസിക്കൽ തെറാപ്പി. ഫിസിയോതെറാപ്പിയിൽ നമ്മൾ ആര് ഉപയോഗിക്കാറുണ്ട്, ഇൻഫ്രാറെഡ് ലാമ്പുകൾ ഉപയോഗിക്കാറുണ്ട്. ദെൻ വിസിബിൾ റേസ്. എന്താണ് വിസിബിൾ റേസ്? ഒന്നുമില്ലടാ, നമുക്ക് ഒബ്ജക്റ്റുകളെ വിബ്ജിയോർ എന്ന് പറയുന്ന കളറില്ലേ, ആ കളറിന്റെ റേസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വിസിബിൾ റേസ്. നമുക്ക് ഒബ്ജക്റ്റുകളെ കാണാൻ സാധിക്കുന്ന, നിറങ്ങളെ കാണാൻ സാധിക്കുന്ന ഈ ഒരു വിബ്ജിയോറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വിസിബിൾ റേ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിന്റെ ഫ്രീക്വൻസി റേഞ്ച് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ദെൻ അൾട്രാ വയലറ്റ് റേസ്. അൾട്രാ വയലറ്റ് റേസ് എന്തിനു വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്? അൾട്രാ വയലറ്റ് റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താ, സ്പെഷ്യൽ ടൈപ്പ് ലാമ്പുകൾ, ഹോട്ട് ബോഡീസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഈ UV ലാർജ് ക്വാണ്ടിറ്റി നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, നമ്മുടെ ശരീരത്തിന് ഹാംഫുൾ ആയിരിക്കും. കാരണം നമ്മുടെ ശരീരത്തിന് സ്കിൻ ക്യാൻസർ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ അൾട്രാ വയലറ്റ് റേസിന് പറ്റും. Due to their shorter wavelength, UV radiation can focused into very narrow beams for high precise eye surgery. അതായത് കണ്ണിന്റെ സർജറി ആയിട്ടുള്ള ലാസിക് സർജറിക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയാണ്, UV റേസ് ആണ്. UV lamps are used to kill germs. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, UV ലാമ്പുകൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ എക്സ്റേയിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്റേ എന്ന് പറയുന്ന ആൾ എന്താണ്, നമ്മുടെ ബോണിന്റെ സ്ട്രക്ചർ എടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ക്രിസ്റ്റൽ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആരും ഉപയോഗിക്കാറുണ്ട്, എക്സ്റേസ് ഉപയോഗിക്കാറുണ്ട്. ദെൻ എക്സ്റേ ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡാണ് ബൊംബാർഡ് എ മെറ്റൽ ടാർഗറ്റ് ബൈ ഹൈ എനർജി ഇലക്ട്രോൺ. ഹൈ എനർജി ഇലക്ട്രോണുകളെ ഒരു മെറ്റലിന്റെ മുകളിലേക്ക് ഹിറ്റ് ചെയ്താൽ അവിടെ എന്തുണ്ടാവുന്നുണ്ട്, നമ്മുടെ എക്സ്റേസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ലാസ്റ്റ് വൺ ഗാമാറേ. എന്താണ് ഗാമാറേ എന്ന് പറഞ്ഞാൽ, ദേ ലൈ ഇൻ ദ അപ്പർ ഫ്രീക്വൻസി. അല്ലെ, ഫ്രീക്വൻസി കൂടിയിട്ടുള്ള റേഞ്ചിലാണ് ആര് നിൽക്കുന്നത്, ഗാമ റേ നിൽക്കുന്നത്. വേവ് ലെങ്ത് 10⁻⁻10 മീറ്ററോളം ചെറുതാണ് ആർക്ക്, നമ്മുടെ ഈ പറയുന്ന ഗാമ റേക്ക്. ദിസ് ഹൈ ഫ്രീക്വൻസി റേഡിയേഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ഷൻ ആൻഡ് ഓൾസോ എമിറ്റഡ് ബൈ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയർ. റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റേഡിയേഷൻ പുറത്തേക്ക് വിടുന്നത്. ദേ ആർ യൂസ്ഡ് ഇൻ മെഡിസിൻ ടു ഡിസ്ട്രോയ് ക്യാൻസർ സെൽ. ക്യാൻസർ സെല്ലുകളെ കൊല്ലാൻ, ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാറുണ്ട്, നമ്മൾ പറയില്ലേ ക്യാൻസർ ട്രീറ്റ്മെന്റ് ആയിട്ട് റേഡിയേഷൻ കൊടുത്തു എന്നൊക്കെ. എന്താ കൊടുക്കുന്നത്, ഗാമ റേ ആണ് നമ്മൾ കൊടുക്കുന്നത്. Then നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, റൈറ്റ് ദി മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് റേഡിയോ വേവ്സ് ആൻഡ് മൈക്രോവേവ്സ്. റൈറ്റ് എനി വൺ യൂസ് ഓഫ് ദീസ് വേവ്സ്. എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ റേഡിയോ വേവ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. റേഡിയോ വേവ് യൂസ് ചെയ്യുന്നത് ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ മൈക്രോവേവ് നമുക്കറിയാം ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ എയർക്രാഫ്റ്റ് നാവിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. കണ്ടക്ടിങ് വയേഴ്സിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ ആക്സലറേറ്റ് ചെയ്താലാണ് റേഡിയോ വേവ് ഉണ്ടാവുന്നത്. മൈക്രോവേവ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്താ, മൈക്രോവേവ് ഉണ്ടാവാനുള്ള കാരണം ഗൺ ഡയോഡ് അതേപോലെ തന്നെ ക്ലിസ്ട്രോൺസ് പോലുള്ള സ്പെഷ്യൽ വാക്വം ട്യൂബുകൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. Which of the following is not an electromagnetic wave? താഴെ തന്നിരിക്കുന്ന ഏതാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അല്ലാത്തത്? നമുക്കറിയാം ബീറ്റ റേ ആണ് ഇതിൽ എന്താത്തത്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അല്ലാത്തത്. അടുത്തത്, an electromagnetic spectrum is the orderly arrangement of electromagnetic radiation in the ascending or descending order of their frequency or wavelength. Arrange the following electromagnetic radiation in the ascending order of frequency. ഫ്രീക്വൻസിയുടെ അസെൻഡിങ് ഓർഡറിൽ, ഫ്രീക്വൻസിയുടെ ചെറുതെന്ന് വലുതിലേക്ക് എന്താക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, എഴുതാൻ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിള്, UV റേ, എക്സ്റേ, ഗാമ റേ. ഇങ്ങനെ 7 ആളുകളാണ് നമുക്ക് ഓർഡർ പ്രകാരം ഉള്ളത്. ഈ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞത്. സോ ഇതിൽ തന്നിരിക്കുന്ന ആദ്യം ആരാ തന്നിട്ടുള്ളത്, വിസിബിൾ റേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, വിസിബിൾ റേ ആണ് ഇതിൽ. ഇതിൽ ഇൻഫ്രാറെഡ് ഉണ്ടല്ലോ അല്ലേ, അപ്പോൾ ഇൻഫ്രാറെഡ് ആണ് എന്താവുന്നത്, ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത്. യെസ്, IR ഫസ്റ്റ് വരും. അതിനു മുമ്പ് ആരെങ്കിലും ഉണ്ടോ, മൈക്രോവേവ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് നമുക്ക്
മൈക്രോവേവ് കൊടുക്കാം. ഫസ്റ്റ് വരുന്നത് മൈക്രോവേവ്. അതിനുശേഷം അപ്പോൾ റേഡിയോ വേവ് ഇല്ല, മൈക്രോവേവ് ഉണ്ട്. അടുത്തത് ആരാണ്? IR ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം IR ആണ് അടുത്തത്. ദെൻ വിസിബിൾ വരുന്നുണ്ടല്ലോ, സോ അടുത്തത് ആരാണ്? വിസിബിൾ ആണ്. ദെൻ അടുത്തത് ആരാ വരുന്നത്? വിസിബിൾ കഴിഞ്ഞാൽ UV നിൽക്കുന്നില്ലല്ലോ, സോ UV ഇല്ല, എക്സ്റേ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൊടുക്കാം എക്സ്റേ. ഗീവ് വൺ എക്സാമ്പിൾ ഫോർ ഇൻഫ്രാറെഡ് ആൻഡ് എക്സ്റേച്ച്. ഇൻഫ്രാറെഡിൻ്റെ എക്സാമ്പിൾ എന്താണ്? ഇൻഫ്രാറെഡ് നമ്മൾ എക്സാമ്പിൾ എന്താണ്? എക്സാമ്പിൾ അല്ല ശരിക്കും ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ ആണ് കേട്ടോ, എക്സാമ്പിൾ നല്ല കൊടുക്കണ്ടേ, ആപ്ലിക്കേഷൻ ആണ്. എന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ? ഇൻഫ്രാറെഡിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റിമോട്ട് സ്വിച്ചുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഫിസിക്കൽ തെറാപ്പി ലാമ്പുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എക്സ്റേ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ബോണ്ട് സ്ട്രക്ചേഴ്സ് എടുക്കാൻ വേണ്ടി, ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് എടുക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ആരും ഉപയോഗിക്കുന്നുണ്ട്? എക്സ്റേസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? നമുക്ക് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അൾട്രാ വയലറ്റ് റേസ് എന്തിനു വേണ്ടി ഉപയോഗിക്കുക? ബാക്ടീരിയാസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗാമ റേസ് ക്യാൻസർ സെല്ല് കില്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇൻഫ്രാറെഡ് നമ്മൾ ഉപയോഗിക്കുന്നത് റിമോട്ട് കൺട്രോളാണ്. റേഡിയോ വേവ് ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. ദെൻ അടുത്തത് എക്സ്റേ നമ്മൾ അയണൈസേഷൻ ട്യൂബുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. മൈക്രോവേവ് എയർക്രാഫ്റ്റ് നാവിഗേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ വിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ യൂസ്ഡ് ഫോർ ഫോളോയിങ് പർപ്പസ്? എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്ന പർപ്പസുകൾ നോക്കാം. ഡയഗ്നോസ്റ്റിക് ടൂൾ ഇൻ മെഡിസിൻ. മെഡിസിനിലെ ഡയഗ്നോസ്റ്റിക് ടൂൾ ആയിട്ട് നമ്മൾ ആരാ ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, അത് എക്സ്റേ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തത് കിൽ ജേംസ് ഇൻ വാട്ടർ പ്യൂരിഫയർ. വാട്ടർ പ്യൂരിഫയറിൽ ജേംസിനെ കില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുക? UV റേസ് ആണ് ഉപയോഗിക്കുന്നത്. സെല്ലുലാർ ഫോണുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് റേഡിയോ വേവ്സ് ആണ്. റിമോട്ട് സ്വിച്ചസ്, ഹൗസ് ഹോൾഡ് ഇലക്ട്രോണിക് സിസ്റ്റത്തിലെ റിമോട്ട് സ്വിച്ചുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് IR ആണ്. ഓക്കെ ആണല്ലോ. ദെൻ ദി ഇലക്ട്രോമാഗ്നറ്റിക് വേവ് യൂസ്ഡ് ഇൻ ലാസിക് ഐ സർജറി. ലാസിക് സർജറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആരാ? അൾട്രാ വയലറ്റ് റേസ് ആണ്. അൾട്രാ വയലറ്റ് റേസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലാസിക് ഐ സർജറിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. റെഡി ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കോൺസ്റ്റന്റ് റേഡിയേഷൻ ഫോർ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. എന്താണ് നമ്മൾ ക്രിസ്റ്റൽ സ്ട്രക്ചർ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? എക്സ്റേ. അടുത്തത് ഈസ് അബ്സോർബ്ഡ് ബൈ ഓസോൺ ലെയർ. ഓസോൺ ലെയർ അബ്സോർബ് ചെയ്യുന്നത് ആരെയാ? UV റേ. പ്രൊഡ്യൂസ് ഗ്രീൻ ഹൗസ് എഫക്ട്. ഗ്രീൻ ഹൗസ് എഫക്ട് ഉണ്ടാക്കുന്നത് ആരാ? IR, ഇൻഫ്രാറെഡ് ആണ്. യൂസ്ഡ് ഇൻ മെഡിസിൻ ടു ഡിസ്ട്രോയ് ക്യാൻസർ സെൽ. ഏതാണ് വരുന്നത്? ഗാമ റേ. ഓക്കെ, ഗാമ റേ ആണ് വരുന്നത്. റെഡി. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താക്കാനുള്ളത്? നമ്മുടെ ഈ ഒരു ലൈവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയും പോയിന്റ്സ്, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്നിവിടെ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വളരെ ക്വിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊരു റിവിഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ടോപ്പിക്കിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. സോ മനസ്സിലാക്കി വെക്കുക. ഇന്നത്തെ ലൈവിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? റിഫ്ലക്ട് ചെയ്യുക. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ഇന്നത്തെ ലൈവ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. സോ എല്ലാവർക്കും എന്താണ്? ഗുഡ് നൈറ്റ്. സോ അടിപൊളിയായിട്ടിരിക്കുക.